ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ അലവൻസസ് വരെയുള്ള ഏരിയ നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറീസിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ കിടക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ അലവൻസസ് വരെയുള്ള ഏരിയ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി എടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയാലോ. അപ്പോൾ എന്താണ് എംപ്ലോയർ റിലേഷൻഷിപ്പ് വേണം ഒരു ഇൻകം സാലറി ഹെഡ് ടാക്സബിൾ ആകണമെങ്കിൽ, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ് ആണ്. ആ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഗ്രോസ് സാലറി കണ്ടുപിടിക്കുക. ഗ്രോസ് സാലറി കണ്ടുപിടിക്കുമ്പോൾ അതെന്താണ് എല്ലാ ടൈപ്പ് ഓഫ് ഇൻകമും, അതായത് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് സാലറിയും എല്ലാ ടൈപ്പ് ഓഫ് ഇൻകമും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ബേസിക് സാലറി, അലവൻസുകൾ, പെർക്വിസിറ്റ്, അതുപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, കമ്മീഷൻ, ഇനി അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മോണിറ്ററി അല്ലാതെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിലൂടെ ഒരാൾക്ക് എംപ്ലോയർ റിലേഷൻഷിപ്പിലൂടെ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ പേയ്മെന്റ്സും, എല്ലാ തരം പേയ്മെന്റ്സും, ഓക്കെ, ഈവൻ പേയ്മെന്റ്സ് മാത്രമല്ല ഈവൻ ബെനിഫിറ്റ്സ് വരെ, നമ്മൾ പെർക്വിസിറ്റിനെ പറഞ്ഞത് അക്കോമഡേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നത് വരെ എന്താണ് ടാക്സബിൾ ആണ്. ഗ്രോസ് സാലറി കണ്ടുപിടിച്ചതിന് ശേഷം മതിയും ഡിഡക്ഷൻസ് മൈനസ് ചെയ്യും. ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാൻ 3 തരം ഡിഡക്ഷൻ ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, രണ്ടാമത് എന്റർടൈൻമെന്റ് അലവൻസ്, മൂന്നാമത് പ്രൊഫഷൻ ടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം ഫ്രം സാലറീസ് കിട്ടാം. ഓക്കെ, അപ്പോൾ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ബേസിക് സാലറി എന്ന് പറയുന്നത് പ്യൂർ സാലറി ആണ്. പ്യൂർ സാലറി ഇൻ സെൻസ് അതിൽ കമ്മീഷനോ അല്ലെങ്കിൽ പെർക്വിസിറ്റോ അലവൻസുകളോ അങ്ങനത്തെ സംഭവമൊന്നും വരില്ല. അതായത് ബേസിക് ആയിട്ട് സാലറി മാത്രം, സാലറി അമൗണ്ട്, അതാണ് നമ്മൾ പ്യൂർ മീൻസ് ബേസിക് സാലറി എന്ന് പറയാം. ഈ ബേസിക് സാലറി ചിലപ്പോൾ നമുക്ക് നെറ്റ് ബേസിക് ആയിട്ടും ക്വസ്റ്റൻ തന്നിട്ടുണ്ടാവും, നെറ്റ് എമൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ നെറ്റ് എമൗണ്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. ഓക്കെ, ഗ്രോസ് എമൗണ്ടിലേക്ക് ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താണോ അതിന് ഡിഡക്ഷൻ വന്നിട്ടുള്ളത് ആ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ മെയിൻ ആയിട്ട് കോമൺലി വരുന്ന ഡിഡക്ഷൻ ആണ് ഒന്ന് ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന, TDS ഡിഡക്ട് ചെയ്യുന്ന സംഭവമുണ്ട്, അതുപോലെ PF ഡിഡക്ട് ചെയ്യും, ചിലപ്പോൾ ഇൻഷുറൻസ് ഡിഡക്ട് ചെയ്യും, അങ്ങനെ സംഭവമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ് എമൗണ്ട് അല്ല നമ്മൾ എടുക്കുന്നത്. ശരിക്കും നമ്മൾ യഥാർത്ഥ സാലറി എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ്. പക്ഷേ എംപ്ലോയർ നമുക്ക് പൈസ തരുമ്പോൾ ആ ചില പൈസ നമുക്ക് നമ്മൾ ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് തരും. അപ്പോൾ ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ട എമൗണ്ട് അല്ല, അത് വേറെ തരത്തിൽ നമുക്ക് തന്നെ തിരിച്ചു കിട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സാലറി ഇൻകം എടുക്കുമ്പോൾ ഗ്രോസ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ TDS ആണെങ്കിലും PF ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു തരത്തിൽ തിരിച്ചു കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മുടെ സാലറിയിൽ ഉൾപ്പെടുത്തണം. ആ പൈസ നമ്മൾ കയ്യിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് നമ്മുടെ സാലറി ആവുക. അതുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് എമൗണ്ട് എടുക്കുന്നത്. ഓക്കെ, പിന്നെ അലവൻസുകളാണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യം. അലവൻസസ് എന്താണ് നമ്മൾ പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് എംപ്ലോയിക്ക് ഒരു റെഗുലർ ബേസിസിൽ കൊടുക്കുന്ന പേയ്മെന്റിനാണ് നമ്മൾ എന്താ പറയുക അലവൻസസ് എന്ന് പറയാം. അപ്പോൾ അത് ഒഫീഷ്യൽ നേച്ചറിലാകാം അല്ലെങ്കിൽ എന്താണ് പിന്നെ എന്താ പറയുക പേഴ്സണൽ നേച്ചറിലാകാം. കളർ പ്രശ്നമില്ല അല്ലേ. ഓക്കെ, വേറെ സ്ലൈഡിൽ പ്രശ്നം നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ മൊത്തം അലവൻസസിൽ നമ്മൾ എന്താണ് എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസസ് ഉണ്ട്, ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ഉണ്ട്. അതിൽ എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസസ് തന്നെ പിന്നെ മെയിൻ ആയിട്ട് 3 കാറ്റഗറി ഉണ്ട്. അതായത് ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ളത് ഉണ്ട്, അത് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയില്ല. ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസുകൾ ഉണ്ട്, അതുപോലെ പാർഷ്യലി എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ പാർഷ്യലി എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസിനെ കുറിച്ചാണ് ഈ സ്ലൈഡ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്താണോ നമുക്ക് കിട്ടിയ അലവൻസിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അത്ര നമുക്ക് എക്സംപ്റ്റ് ആയിട്ട് കിട്ടും അല്ലേ. നമുക്ക് കിട്ടിയ അലവൻസിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് എക്സംപ്ഷൻ കിട്ടി ബാലൻസ് എമൗണ്ട് ടാക്സബിൾ ആവും. അപ്പോൾ നമുക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ 1500 രൂപീസ് നമുക്ക് കിട്ടി, അതിൽ 800 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി 700 രൂപയ്ക്ക് നമുക്ക് ടാക്സബിൾ ആയിട്ട് വരാം. രണ്ടാമത്തെ അലവൻസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് എക്സംപ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാം. ആ ഫിക്സ്ഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സെക്ഷൻ പ്രകാരം 1040 പ്രകാരം ഫിക്സ് ചെയ്ത എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് എന്താണോ അത് മാത്രമേ നമുക്ക് എക്സംപ്ഷൻ കിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് എക്സംപ്ഷൻ കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ആക്ച്വലി അതിനേക്കാൾ കൂടുതൽ ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് എക്സംഷൻ കിട്ടില്ല. ഓക്കെ, എന്നാൽ കാറ്റഗറി 1 പോലെ അല്ല. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയായിരിക്കും 1500 രൂപ റിസീവ് ചെയ്താൽ 500 രൂപ എക്സംഷൻ അല്ലെങ്കിൽ 500 എക്സംഷൻ കിട്ടുള്ളൂ. സ്പെൻഡ് എമൗണ്ട് 800 ആണ് എക്സാമ്പിൾ, അത്ര നമുക്ക് എക്സംഷൻ കിട്ടില്ല, ബാലൻസ് 1500 ടാക്സ് ആയിരിക്കും. ഇത് രണ്ടും അല്ലാത്ത ബാക്കിയുള്ള അലവൻസുകൾ പിന്നെ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു എന്താണ് ജഡ്ജസ് അങ്ങനത്തെ കൊടുക്കുന്ന അലവൻസ് ആണ്. അത് ഫുള്ളി റയർ കേസാണ്. അപ്പോൾ നോർമലി ഒരു എംപ്ലോയിക്ക് വരുന്ന സംഭവമല്ല. ജഡ്ജസ് പോലെ മൈനോറിറ്റി ആണ്, ചെറിയ വിഭാഗം ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അത് മാത്രം കിട്ടുന്ന അലവൻസ് ആണ്. അപ്പോൾ ബാക്കി അലവൻസുകളെല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് ആണ് കിട്ടിയത് ആ എമൗണ്ട് മൊത്തത്തിൽ നമുക്ക് ടാക്സബിൾ ആവുകയും ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, കാറ്റഗറി 1 അലവൻസ് നമ്മൾ കൂടുതലായിട്ട് പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ കാറ്റഗറി 1 അലവൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒഫീഷ്യൽ പർപ്പസിന് സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും അലവൻസ് എന്നതാണ് അത് നമ്മൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടിയ അലവൻസിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സംഷൻ കിട്ടില്ല. ഇതിൽ പറയുന്ന 6 ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. ഈ 6 ഒഫീഷ്യൽ കാര്യങ്ങളിലാണ് എന്ത് സംഭവിക്കുക, അതിൽ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടുക. അപ്പോൾ അതിൽ ഏതൊക്കെ ഒന്ന് കൺവെൻസ് അലവൻസ് ആണ്, ടി ആണ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ട്രാവലിംഗ് അലവൻസ് എന്ന് പറയും. രണ്ടാമത്തെ യൂണിഫോം അലവൻസ്, മൂന്നാമത്തെ ട്രാവൽ ടൂർ ട്രാൻസ്ഫർ അലവൻസ്. ഇത് എന്താണ്, ഇത് നമ്മുടെ യാത്രകൾ നടത്തുമ്പോൾ, അതായത് നമ്മൾ ക്ലയന്റ് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈസിനെ വിസിറ്റ് ചെയ്യാനോ അങ്ങനെ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സാധാരണ നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ട്രാവൽ വരുന്ന ട്രാവൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്ക് നിരന്തരമായിട്ട് ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് അങ്ങനെയുള്ള നിരന്തരമായിട്ട് ട്രാവൽ ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കമ്പനികൾ ചെയ്യുക, അവർക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു മാസം എന്താണ് ഒരു എത്ര രൂപ ബാലൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ പൈസ അവർക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ അവർക്ക് ഇഷ്ടം രീതിയിൽ പോകാം, ഫ്ലൈറ്റ് പോകാം, ഷിപ്പിൽ ട്രെയിൻ പോകാം, ബൈക്ക് കാർ പോകാം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഫിക്സ്ഡ് ആയിട്ട് ഒരു മാസം അവർക്ക് അലവൻസ് ആയിട്ട് കൊടുക്കും. ആ പൈസ അവർക്ക് ഏത് രീതിയിലും ടിക്കറ്റ് എടുക്കാൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന സംഭവം ഡെയിലി അലവൻസ്. ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ട്രാവൽ ടൂർ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് നമുക്ക് വരുന്ന നമ്മുടെ എന്താ പറയുക ഡെയിലി ചെലവുകൾ, അതായത് നമ്മൾ ഫുഡ് താമസം പോലെ ചെലവുകൾ, അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി അലവൻസ് ആണ് ഡെയിലി അലവൻസ്. പിന്നെ ഹെൽപ്പ് അലവൻസ് ഉണ്ട്, നമ്മൾ അസിസ്റ്റന്റ് ആണ്. റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചിന് വേണ്ടി നമുക്ക് തരുന്ന അലവൻസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകത എന്താണ്, ഇത് ഒഫീഷ്യൽ പർപ്പസ്, ഈ പറയുന്ന എക്സ്പെൻസ് ഒക്കെ ഒഫീഷ്യൽ നേച്ചറിലെ എക്സ്പെൻസ്. അപ്പോൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഫിക്സ് എമൗണ്ട് എക്സംഷൻ കിട്ടുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ സൈഡിലാണ്. അതൊന്ന് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്, 100 രൂപീസ് ഫിക്സ്ഡ് ആണ് പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 കുട്ടികൾക്ക് അലവൻസ് കിട്ടുക. അതുപോലെ ഹോസ്റ്റൽ എക്സ്പെൻസ് ആണെങ്കിൽ 300 രൂപ പെർ മന്ത് ആണ്. കമ്മ്യൂട്ടേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ ഹോം ടു ഓഫീസ്, ഓഫീസ് ടു ഹോം അല്ലേ, അതിനുവേണ്ടി നമുക്ക് തരുന്ന അലവൻസ് ആണ്. അപ്പോൾ അത് നോർമലി ഉള്ള എന്താ പറയുക സാധാരണ ആൾക്കാർക്ക് കിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ അലവൻസ് കിട്ടുക, എക്സംഷൻ കിട്ടുക, 3200 എക്സംഷൻ കിട്ടുക. പിന്നെ അണ്ടർഗ്രൗണ്ട് അലവൻസ്, അതുപോലെ ട്രൈബൽ ഏരിയ അലവൻസ്, ഇതൊക്കെ പറഞ്ഞു. എന്താ ട്രാൻസ്പോർട്ട് അലവൻസ് ശ്രദ്ധിക്കണം, എന്താണ് ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക്, പിന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ലോറി ഡ്രൈവർമാരെ മെയിൻ ആയിട്ട് കിട്ടുക. അപ്പോൾ അവർക്ക് എന്താണ് അവർ കിട്ടിയ എമൗണ്ട് 70% 10,000 പെർ മന്ത് വിച്ച് ലോവർ, അതാണ് എക്സംഷൻ കിട്ടുക. ഓക്കെ, പിന്നെ കുറച്ച് എക്സ്ട്രാ സംഭവം നമ്മൾ പറഞ്ഞു വായിക്കില്ല. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ന്യൂ റെജിമിലെ ഈ എല്ലാ അലവൻസുകൾക്ക് എക്സംഷൻ ഇല്ല. കാറ്റഗറി 1 അലവൻസിൽ കൺവെൻസ് അലവൻസും ട്രാവൽ ടൂർ ട്രാൻസ്ഫർ അലവൻസും ഡെയിലി അലവൻസും, അതായത് നമ്മുടെ ട്രാവൽ ആലോചിച്ചാൽ ട്രാവലുമായി ബന്ധപ്പെട്ടുള്ള 3 അലവൻസുകൾ, ഈ 3 അലവൻസുകൾക്ക് നമുക്ക് എക്സംഷൻ കിട്ടുകയും ചെയ്യാം. കാറ്റഗറി 2 ആകെ കമ്മ്യൂട്ടേഷൻ അലവൻസ് മാത്രം നമുക്ക് എക്സംഷൻ കിട്ടുക.
പിന്നെ HR വളരെ പ്രധാനപ്പെട്ടതാണ്. HR എന്ന് പറഞ്ഞാൽ എന്താ? HR എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ നമ്മൾ വീടൊക്കെ വാടക എടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ റെന്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന അലവൻസ് ആണ്. ആ അലവൻസിൽ എക്സംഷൻ കിട്ടും. എക്സംഷൻ കിട്ടുന്നത് 3 കമ്പ്യൂട്ടേഷൻ നോക്കിയിട്ട് അതിൽ വിച്ച് എവർ ഈസ് ലോവർ. 3 കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യും. ആ കമ്പ്യൂട്ടേഷൻ വിച്ച് എവർ ഈസ് ലോവർ ആണ് നമുക്ക് എക്സംഷൻ കിട്ടുക അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്താണ് 50% ഓഫ് 40% ഓഫ് സാലറി. ആകെ 50% മെട്രോ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് 50%, അല്ലാത്ത സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാരാണ് 40% ഓഫ് സാലറി. രണ്ടാമത് ആക്ച്വൽ ചാർജ് റിസീവ്ഡ്, മൂന്നാമത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇത് വിച്ച് എവർ ഈസ് ലോവർ ആണ് എക്സംഷൻ കിട്ടുക. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ സാലറി പ്ലസ് DA ഏത് DA ഇൻ ടേംസ് ഓഫ് സാലറി. മൂന്നാമത് ടേൺ ഓവർ കമ്മീഷൻ. ഈ ടേൺ ഓവർ കമ്മീഷൻ ഉൾപ്പെടുത്താൻ കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്മീഷൻ ഉണ്ടാവുക, അല്ലാതെ അവർക്ക് ഫിക്സ് സാലറി ഉണ്ടാവുക, വളരെ കുറഞ്ഞ എമൗണ്ട് ഉണ്ടാവുള്ളൂ. കമ്മീഷൻ മെയിൻ ആയിട്ട് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് അവരുടെ സാലറി പോലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന കമ്മീഷൻ. അതുകൊണ്ടാണ് ടേൺ ഓവർ കമ്മീഷൻ സാലറി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആർക്കും ഉണ്ടാവുള്ളൂ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. ഈ HR ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റ് അവർക്കൊന്നും അത് ഉണ്ടാവില്ല. അപ്പോൾ അത് കൊടുക്കുന്ന ആർക്കാണ്? ഈ പറയുന്ന മാർക്കറ്റിംഗ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്കാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ പ്രധാനപ്പെട്ട സാലറി ഇൻകം. ഓക്കെ യെസ്. പിന്നെ രണ്ട് കണ്ടീഷൻ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ്? ഒന്ന്, ഈ അസസിക്ക് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ HR കമ്പനി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ആ കിട്ടുന്ന HR എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇയാൾ ഒരു വാടക വീട്ടിൽ താമസിക്കണം. അതിന്റെ വാടക ഇയാൾ കൊടുക്കുകയും വേണം. ഓക്കെ. പിന്നെ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസുകളിൽ പിന്നെ ഓൾഡ് റെജിമിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? എല്ലാ ഈ ഹൈക്കോടതി ജഡ്ജസിന്റെ അലവൻസ്, സാലറി അലവൻസ്, പേ UNO, സംസ്കൃത അലവൻസിനെ പറയുന്നത് എന്താണ്? അവരെ പേഴ്സണലി അവർ വീട്ടിലൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോകുന്ന ആ പർപ്പസ്. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിന്റെ ആശ്വാസം എന്ന് നിലക്ക് കൊടുക്കുന്ന സംഭവമാണ് സംസ്കൃത അലവൻസ്. അപ്പോൾ സംസ്കൃത അലവൻസ് അത് എക്സംപ്റ്റ് ആണ്. പക്ഷേ ഇത് ന്യൂ റെജിമിലില്ല. ന്യൂ റെജിമിലുള്ള ഏതാണ്? ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടി അവിടെ പുറത്ത് പോയിട്ട് അവിടെ ചിലവാക്കാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസുകൾ. ആ അലവൻസ് ന്യൂ റെജിമിലും ഓൾഡ് റെജിമിലും എക്സംപ്റ്റ് ആണ്. ഓക്കെ. പിന്നെ ഡിഡക്ഷൻ എന്താ? ഫിക്സ്ഡ് ആയിട്ട് 50,000 rupees ഡിഡക്ഷൻ കിട്ടുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നാമത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും. പെർസെന്റേജ് അല്ല. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിലൊക്കെ പഠിച്ചത് പെർസെന്റേജ് അല്ല, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് എന്താണ്? ആക്ച്വൽ എക്സ്പെൻസസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല. പിന്നെ എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സമയം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ എന്റർടൈൻമെന്റ് അലവൻസ് എന്നുള്ളത് എക്സംഷൻ അല്ല, ഇത് ഡിഡക്ഷൻ ആണ്. ഡിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇൻകം ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ അവിടെ പോയി ഡിഡക്ഷൻ കൊടുക്കാൻ പാടില്ല. ഡിഡക്ഷൻ എപ്പോഴും താഴെ അണ്ടർ സെക്ഷൻ 16 ഗ്രോസ് സാലറി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡിഡക്ഷൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെ എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗ്രോസ് സാലറി കമ്പ്യൂട്ടേഷൻ ഫുൾ ആയിട്ട് എടുക്കണം, എന്നിട്ട് താഴെ വന്നിട്ട് ഡിഡക്ഷൻ കൊടുക്കാൻ വേണ്ടത്. അത് തന്നെ ആക്കി ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഗവൺമെന്റ് എംപ്ലോയീസിന് ഡിഡക്ഷൻ കിട്ടുക, നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് ഡിഡക്ഷൻ ഇല്ല. ഇനി എത്രയാണ് ഡിഡക്ഷൻ? അവിടെ 1/5 ഓഫ് ബേസിക് സാലറി. അവിടെ വെറും സാലറി അല്ല, ബേസിക് സാലറി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ നോക്കി പോകേണ്ട ആവശ്യമില്ല. കാരണം വെറും സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ കൃത്യമാണ്. അതുകൊണ്ട് ബേസിക് സാലറി 1/5 ആണ് കിട്ടുക. രണ്ടാമത്തെ എമൗണ്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്, മൂന്നാമത്തെ എമൗണ്ട് 5,000 പെർ മന്ത്. സോറി 5,000, മാക്സിമം 5,000. ഓക്കെ. അപ്പോൾ അതിൽ ഓവർ എമൗണ്ട് ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ക്ലിയർ ആണല്ലോ? ഈ എന്റർടൈൻമെന്റ് അലവൻസിന്റെയും അതുപോലെ HR ഒന്നും ആക്കില്ല, ന്യൂ റെജിമിലില്ല, ഓൾഡ് റെജിമിൽ മാത്രമേ 2 ഡിഡക്ഷനും കിട്ടുന്നുള്ളൂ. ഓക്കെ. പിന്നെ അത് പ്രൊഫഷൻ ടാക്സ് ആണ്. പ്രൊഫഷൻ ടാക്സ് പ്രത്യേകത എന്നാൽ പ്രൊഫഷൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ പേ ചെയ്തത് എംപ്ലോയി ആകണമെന്ന് നിർബന്ധമില്ല. എംപ്ലോയർ പേ ചെയ്താലും എന്താണ്? ഈ ഡിഡക്ഷൻ കിട്ടും. ഇതും ന്യൂ റെജിമിൽ അവൈലബിൾ അല്ല. ഇതും ന്യൂ റെജിമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ അല്ല. ക്ലിയർ ആണോ? ഓക്കെ യെസ്. അപ്പോൾ ഇനി നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകണേ, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വർക്ക് ബുക്കിൽ പ്രാക്ടീസിനായിട്ട് ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ. ആ ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് എക്സാം ക്ലാസ് പർപ്പസ് ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ഒരു ബേസിക് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാം ക്വസ്റ്റ്യൻ അല്ല, എക്സാം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേറെ. ഓക്കെ. അപ്പോൾ മിസ്റ്റർ വിനയൻ ഈസ് എംപ്ലോയ്ഡ് വിത്ത് RK ലിമിറ്റഡ് ആസ് എ ഫുൾ ടൈം ലെക്ചറർ. കമ്പ്യൂട്ട് ഈസ് ടാക്സബിൾ സാലറി ഫോർ അസസ്മെന്റ് 2023-24. ഓക്കെ. കേരള ബേസിക് സാലറി 10,000 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആനുവൽ ബേസിസിലാണ്. അതുകൊണ്ട് അതിനെ ആനുവലിലേക്ക് മാറ്റണം. ബേസിക് സാലറി 10,000 പെർ മന്ത്. ഡിയർനെസ് അലവൻസ് 8,000 പെർ മന്ത്. ഓക്കെ. ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ ഒഫീഷ്യൽ പർപ്പസിനാണോ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ സ്പെൻഡ് എമൗണ്ട് 40% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാവലിംഗ് അലവൻസ് അത് ഒഫീഷ്യൽ പർപ്പസ് ഉള്ളതാണോ, അതല്ല ഇനി പിന്നെ പേഴ്സണൽ പർപ്പസ് ഉള്ളതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ഒഫീഷ്യൽ പർപ്പസ് ആണോ പേഴ്സണൽ പർപ്പസ് ആണോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ എന്താ ചെയ്യുക? അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഒരു അസംഷൻ കൊടുക്കുക. നമ്മൾ ട്രാവലിംഗ് അലവൻസ് സ്പെൻഡ് എമൗണ്ട് 40% എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ എന്താ പറയുക, അനുമാനിക്കുന്നത് ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുത്ത അലവൻസ് ആണ്. ഇയാൾ ഇത് 40% സ്പെൻഡ് ചെയ്യുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നൊരു അസംഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ അസംഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിട്ടുള്ള അസംഷൻ എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ആൻസർ എഴുതണം. ഒരു സംശയമില്ല, മനസ്സിലായോ? ഒരു ആശങ്ക ഇല്ല. നിർബന്ധമായിട്ടും നമുക്ക് നമ്മുടെ അസംഷൻസ് എന്തായാലും നമ്മൾ ആൻസർ എഴുതണം. ഓക്കെ. അപ്പോൾ ട്രാവലിംഗ് അലവൻസ് നമുക്കറിയാം കാറ്റഗറി 1 അലവൻസ് ആണ്. കാറ്റഗറി 1 അലവൻസ് കൺവെൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ പറയുന്നു. കൺവെൻസ് അലവൻസ് എന്ന് പറയും ട്രാവലിംഗ് അലവൻസോ അല്ലെങ്കിൽ ട്രാവൽ അലവൻസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെൻഡ് എമൗണ്ട് 40% നമുക്ക് ഒരു ഹിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? അത് ഡിഡക്ഷൻ എടുക്കുക. 40% ഡിഡക്ഷൻ സോറി എക്സംഷൻ എടുക്കുക. അപ്പോൾ 5,000 പെർ മന്ത് ആണ് നമുക്ക് പിന്നെ അതിൽ കിട്ടിയ അലവൻസ്. അതിൽ 40% സ്പെൻഡ് ചെയ്തു പറഞ്ഞാൽ 40% എക്സംപ്റ്റ് ആയിരിക്കും. ബാക്കി 60% ഉണ്ടാകും, അത് ആക്സെപ്റ്റ് ആയിരിക്കും. ഇനി എന്റർടൈൻമെന്റ് അലവൻസ് സ്പെൻഡ് എമൗണ്ട് 1,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടാണ്. ഈ എന്റർടൈൻമെന്റ് അലവൻസ് സ്പെൻഡ് എമൗണ്ട് 1,000 പറഞ്ഞ കാര്യം ഒരു കാര്യമില്ല. സ്പെൻഡ് എമൗണ്ട് എക്സംപ്ഷൻ കിട്ടുന്നത് നമ്മൾ കാറ്റഗറി 1 അലവൻസ് ആണ്. ആ കാറ്റഗറി 1 അലവൻസ് എന്റർടൈൻമെന്റ് അലവൻസ് ഇല്ല. എന്റർടൈൻമെന്റ് അലവൻസ് നമ്മൾ പഠിച്ചത് എന്താ? എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അത് തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യണം, താഴെ ചെയ്യുന്നത്. ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റർടൈൻമെന്റ് അലവൻസ് അതിന് ഡിഡക്ഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇയാളാണെങ്കിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. കാരണം ഇയാൾ ജോലി ചെയ്ത് RK ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഗവൺമെന്റ് കമ്പനി അല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി അല്ല ഇയാൾ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇയാൾക്ക് എക്സംഷൻ കിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ എന്റർടൈൻമെന്റ് അലവൻസ് 9,000 × 12 എന്താണ് ടാക്സബിൾ ആയിട്ട് ചെയ്യാം. ഇനി അടുത്തത് ലഞ്ച് അലവൻസ് 6,000 പെർ മന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ 1,000 പെർ മന്ത് ആയി സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ലഞ്ച് അലവൻസ് നമ്മൾ എവിടെയും എക്സംഷൻ ഉണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. കാറ്റഗറി 1 അലവൻസ് കണ്ടിട്ടില്ല, കാറ്റഗറി 2 അലവൻസ് കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ? ഇതിന് എക്സംഷൻ ഇല്ല. ഇത് റിമൈനിങ് അലവൻസിൽ പെട്ടതാണ്. അതായത് അത് ഫുള്ളി ടാക്സബിൾ ആണ്. രണ്ടാമത് പിന്നെ അടുത്തത് എന്താണ്? മെഡിക്കൽ അലവൻസ്. ഓക്കെ. നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് ഫുള്ളി ടാക്സബിൾ ആണ്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ₹500 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ 3 ചിൽഡ്രൻ. അപ്പോൾ ഇയാളുടെ എംപ്ലോയർ ഇയാൾ 3 മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു മാസം 500 എന്നുള്ള നിരക്ക് ഇയാൾ ചെയ്തിട്ടുണ്ട്, അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയ അലവൻസിൽ എത്രയാണ് എക്സംഷൻ കിട്ടുന്നത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇയാൾ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അലവൻസ് എത്രയായിരിക്കും? 500 × 12 × 3 ആയിരിക്കും അല്ലേ. 500 × 12 × 3 ആയിരിക്കും ഇയാൾക്ക് കിട്ടിയിട്ടുള്ള അലവൻസ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് കിട്ടിയ എമൗണ്ട്. പക്ഷേ എത്ര എക്സംഷൻ കിട്ടുള്ളൂ? മാക്സിമം 100 പെർ മന്ത് ആണ് കിട്ടുക. അപ്പോൾ 100 × 12 അത് 3 കുട്ടികൾക്ക് കിട്ടുമോ? ഇല്ല, 2 കുട്ടികൾക്ക് കിട്ടുള്ളൂ. 2 കുട്ടികൾക്ക്. അപ്പോൾ എക്സംഷൻ അതാണ്. നമുക്ക് നോക്കാം അതിന്റെ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. പിന്നെ യൂണിഫോം അലവൻസ് ഏതാ? കാറ്റഗറി 1 അലവൻസ് ആണ്. അത് വെച്ച് നമുക്ക് സ്പെൻഡ് എമൗണ്ട് എക്സംഷൻ എടുക്കാൻ പറ്റും. സർവന്റ് അലവൻസ് അഗൈൻ ഹെൽപ്പ് അലവൻസ് എന്ന സാധനം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അഗൈൻ പ്രശ്നമാണ്. സർവന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ പിന്നെ നോർമലി നമുക്ക് വേണമെങ്കിൽ അത് ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ സർവന്റ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ വീട്ടിൽ ഒരാൾ പണിക്ക് വെച്ചാൽ സർവന്റ് എന്ന് പറയാം അല്ലേ. ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ എന്തെങ്കിലും എടുക്കണം?
സെർവന്റ് അലവൻസ് അത് ഹെൽപ്പർ അലവൻസ്. ഇപ്പോൾ നോർമലി പിന്നെ സെർവന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വീട്ടിലത്തെ ആവശ്യത്തിനാണ് മീനിങ് എടുക്കുക, എന്നിട്ട് അവിടെ അസംഷൻ കൊടുക്കുക. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ അത് ഹെൽപ്പർ അലവൻസ് ആണ്, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി ഇയാൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഇയാൾ നിയമിച്ചിട്ടുണ്ട്, അയാൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കമ്പനി ഇയാൾക്ക് അലവൻസ് കൊടുത്തതാണെന്നുള്ള അസംഷൻ. അപ്പോൾ എന്താണ് ഈ രണ്ട് ഐഡിയ നമുക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇവരുടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറഞ്ഞില്ല ഒഫീഷ്യൽ പർപ്പസിനാണോ അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ പർപ്പസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അസംഷൻ എടുക്കാൻ പറ്റും, പക്ഷേ നിർബന്ധമായിട്ട് അത് നോട്ട് ചെയ്യണം. അപ്പോൾ എന്താ അസംഷന്റെ ബേസിലാണ് ഈ ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ സെർവന്റ് അലവൻസ് പിന്നെ ഹെൽപ്പർ അലവൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ അലവൻസ് കിട്ടിയത്, അങ്ങനെയാണ് കൊടുത്തതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അപ്പോൾ തൽക്കാലം സെർവന്റ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനെടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്രൊഫഷൻ ടാക്സ് പെയ്ഡ്. പ്രൊഫഷൻ ടാക്സ് പെയ്ഡ് ആണ്, പെയ്ഡ് ആയതുകൊണ്ട് ലക്ഷം എടുക്കാൻ പറ്റും. പെയ്ഡ് ബൈ എംപ്ലോയർ എംപ്ലോയി രണ്ടായാലും നമുക്ക് ലക്ഷം എടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, പിന്നെ എക്സ്പെൻസസ് ഇൻസിഡന്റൽ ടു എംപ്ലോയ്മെന്റ് 10,000. ഇതിനെന്താ ചെയ്യാം, എക്സ്പെൻസസ് ഇൻസിഡന്റൽ ടു എംപ്ലോയ്മെന്റ് എന്താ സംഭവം, ഇതിന്റെ റിഡക്ഷൻ ഉണ്ടോ? ഇതിന് ഒരു റിഡക്ഷൻ ഉണ്ടാവില്ല, കാരണം ഇത് ആക്ച്വൽ എക്സ്പെൻസ് ആണ്. ഇത് പറയാനുള്ള നമുക്ക് സ്റ്റാൻഡേർഡ് 50,000 കിട്ടുന്നത് അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ആണല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റും. നമ്മൾ നോക്കാം, ക്വസ്റ്റ്യൻ നോട്ട് കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സ്വയമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എനിവേ നോക്കോ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആസ് ഓൾവേസ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്, നെയിം ഓഫ് ദി അസസി, പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ വിനയൻ, നമ്മുടെ വിനയനാളോ വേറെ പ്രീവിയസ് ഇയർ 2023-24, അസസ്മെന്റ് ഇയർ 2024-25. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറീസ്. വെറും സാലറി എഴുതിയത് സാലറീസ് എഴുതാം കേട്ടോ. അപ്പോഴത്തേത് പെർട്ടിക്കുലേഴ്സ് രണ്ടൊക്കെ ചെയ്താൽ സാലറിക്ക് പ്രത്യേകിച്ച് അതിൽ കുറേ കമ്പ്യൂട്ടേഷൻ നമുക്ക് ഉള്ളിൽ ചെയ്യാണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, നമുക്ക് രണ്ട് കോളം കേട്ടോ, മൊത്തം ഈ എമൗണ്ട് കോളത്തിന് ഒരു ഇന്നർ കോളം വെക്കാം, ഒരു ഔട്ടർ കോളം വെക്കാം. ഓക്കെ, നിങ്ങൾ വെക്കണം നിർബന്ധമില്ല, വെക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് വെറുതെ ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം, എമൗണ്ട് സെൻട്രലാക്കി നമുക്ക്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ബേസിക് സാലറി ഞാൻ മറ്റുണ്ടോ 1, 2, 3 എഴുതാം, അല്ലെങ്കിൽ ABC ഇടാം. ബേസിക് സാലറി ക്വസ്റ്റ്യൻ വന്നത് ബേസിക് സാലറി 10,000 പെർ മന്ത്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ബാക്കിൽ കമ്പ്യൂട്ടേഷൻ കളിക്കാം. 10,000 × 12 ഇതൊന്നും നമുക്ക് ഇന്നർ കോൾ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഔട്ടർ കോളത്തിൽ ഡയറക്റ്റ് ചെയ്താൽ 1,20,000. രണ്ടാമത്തത് ഡിയർനെസ് അലവൻസ്. എത്ര ഡിയർനെസ് അലവൻസ്, അതിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യാം 8,000 പെർ മന്ത് ആണ്. 8,000 പെർ മന്ത്, 8,000 × 12 96,000. ഓക്കെ, മൂന്നാമത്തത് ട്രാവലിംഗ് അലവൻസ്. ഇപ്പോൾ ട്രാവലിംഗ് അലവൻസിന് നമുക്ക് എന്തുണ്ട്, എക്സാം എമൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ട്രാവലിംഗ് അലവൻസ് എഴുതാം, എന്നിട്ട് ഇതിന്റെ താഴത്തെ ലൈനിൽ റിസീവ്ഡ് എമൗണ്ട് മൈനസ് സ്പെൻഡ് എമൗണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം മൈനസ് എക്സാം എഴുതിയാൽ മതി. അപ്പോൾ റിസീവ്ഡ് എമൗണ്ട് ട്രാവലിംഗ് അലവൻസ് റിസീവ്ഡ് എമൗണ്ട് 5,000 പെർ മന്ത് ആണ്. അപ്പോൾ അത് ബാക്കിൽ കാണിക്കാം 5,000 × 12. അതാണ് നമ്മൾ ഇന്നർ കോളേജ് വരച്ചത് കേട്ടോ. ഇന്നർ കോളേജ് കുറച്ച് ഗ്യാപ്പിലൂടെ 5,000 × 12 ഇപ്പോൾ 60,000 മൈനസ് സ്പെൻഡ് എമൗണ്ട്. എത്ര സ്പെൻഡ് ചെയ്തത് 40%. അപ്പോൾ 40% × 60,000. ഓക്കെ, അപ്പോൾ 24,000. ഇത് മൈനസ് ആയതുകൊണ്ട് നെഗറ്റീവ് ഫിഗർ ഇടുക, അതിന് ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ 36,000 ആണ് അതിന്റെ, അത് ഔട്ട് കോളത്തിൽ ഇടുക. അപ്പോൾ 36,000 ആണ് അതിന്റെ പിന്നെ ടാക്സബിൾ എമൗണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് എഴുതാം 5,000 × 12 എന്നിട്ട് × 60% ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ റിസീവ് ചെയ്തിട്ട് മൈനസ് എക്സാം ചെയ്യുന്നതിന് പകരം ഒറ്റയ്ക്ക് ട്രാവലിംഗ് അലവൻസ് എന്ത് ചെയ്യാം, ഇവിടെ 5,000 × 12 മന്ത് × 60%. എന്താ 60%? 40% സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 60% ടാക്സബിൾ അല്ലേ. അപ്പോൾ ആ ടാക്സബിൾ ആയിട്ടുള്ള പോർഷൻ മാത്രം എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റും, ഒരു തെറ്റില്ല, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നാലാമത്തെ നമുക്ക് കിട്ടിയത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ് 9,000 പെർ മന്ത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇതിന് ഡിഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഭാഗത്ത്, അതായത് എന്റർടൈൻമെന്റ്, അതായത് നമ്മൾ ഗ്രോസ് സാലറി കാണുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതിന് ഡിഡക്ഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, 9,000 × 12 1,08,000. 5. ഓക്കെ, ഇനി എന്താ ലഞ്ച് അലവൻസ് 6,000 പെർ മന്ത്, മെഡിക്കൽ അലവൻസ് 11,000 പെർ മന്ത്. അപ്പോൾ ഇതിനൊന്നും എക്സംഷൻ ഇല്ല, ഇതിനൊന്നും ഒരു തരത്തിലും എക്സംഷൻ ഇല്ല, കാരണം ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അല്ലേ, ലഞ്ച് അലവൻസ്, മെഡിക്കൽ അലവൻസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ സാലറി ആയിട്ട് ടാക്സബിൾ ആയിട്ടുള്ള സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ലഞ്ച് അലവൻസ് 6,000 ലഞ്ച് അലവൻസ് 6,000 പെർ മന്ത്. അപ്പോൾ 6,000 × 12 അതായത് 72,000. അടുത്തത് 11,000 × 12 അതായത് 1,32,000. ഓക്കെ, ഇനി അടുത്ത എന്താണ് മെഡിക്കൽ അലവൻസ് കഴിഞ്ഞാൽ പിന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ റിസീവ്ഡ് എമൗണ്ട്. എത്ര റിസീവ്ഡ് എമൗണ്ട് 5,000 × 12 മാസം × 3 കുട്ടികൾ. അപ്പോൾ എത്ര 5,000 × 12 എന്ന് പറയുമ്പോൾ 6,000 × 3 എന്ന് പറയുമ്പോൾ 18,000. ഇനി മൈനസ് എക്സംപ്റ്റ്. എത്രയാണ് എക്സംപ്റ്റ് എമൗണ്ട്? 100 രൂപ വെച്ചിട്ട് 12 മാസം 2 കുട്ടികൾ. ഇത്ര എക്സംപ്ഷൻ കിട്ടുള്ളൂ. അതായത് ആകെ 2,400 എക്സംപ്ഷൻ കിട്ടുക. അപ്പോൾ ബാലൻസ് എമൗണ്ട് ടാക്സ് എത്ര ഉണ്ടാവുക 15,600. ക്ലിയർ അപ്പോൾ നിങ്ങൾ തന്നെ എപ്പോഴും നിർബന്ധമായിട്ട് നമ്മൾ ഇങ്ങനത്തെ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടിംഗ് ആയിട്ട് വർക്കിംഗ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്താൽ, അല്ലാതെ നമ്മൾ ജസ്റ്റ് ആലോചിച്ച് കാൽക്കുലേറ്റർ മാത്രം അടിച്ചിട്ട് ആൻസർ മാത്രം എഴുതുന്ന സ്വഭാവം ഉണ്ടാവരുത്. എന്തായാലും ഷുവർ ആയിട്ട് നമ്മൾ മാർക്ക് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും ഇതേപോലെ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ബാക്കിൽ കമ്പ്യൂട്ടേഷൻ കാണിച്ചിട്ട് ഫോർമുലാസ് കാണിച്ചിട്ട് നിങ്ങൾ എഴുതുന്നത്. ഓക്കെ, ഇനി യൂണിഫോം അലവൻസ് 1,500 പെർ മന്ത്. യൂണിഫോം അലവൻസ്
അതിൽ 1000 സ്പെൻഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ 1500 കിട്ടിയതിൽ 1000 into 12 ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസീവ്ഡ് എമൗണ്ട് ഞാൻ ഏതെങ്കിലും എഴുതിയാൽ മതി. മൈനസ് എക്സംപ്റ്റ് എമൗണ്ട്. എന്താ റിസീവ്ഡ് എമൗണ്ട് 1500 into 12, അതായത് 18000. എക്സംപ്റ്റ് എമൗണ്ടോ 1000 into 12, ഓക്കെ, അതായത് 12000. അപ്പോൾ ഇത് സെറ്റ് ഓഫ് ചെയ്താൽ ബാക്കി 6000 ആണ് ടാക്സബിൾ ആയിട്ട് വരിക. അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഒറ്റ പരമാവധി ആൻസർ ഷോർട്ട് ആക്കുക. ഓക്കെ, രണ്ട് സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ഈ റെഡ് ചെയ്തിട്ടുള്ള പോലെ അതൊരു സെക്കൻഡ് ഓപ്ഷൻ ആണോ, രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല. മീൻസ് എക്സാമിന് ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് യൂണിഫോം അലവൻസ് കഴിഞ്ഞാൽ എന്താ 9. എന്താ യൂണിഫോം അലവൻസ് കഴിഞ്ഞാൽ? യൂണിഫോം അലവൻസ് ആണ് സെർവന്റ് അലവൻസ്. അതും പുള്ളി ആക്സെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ അസംഷൻ കൊടുക്കണം. സെർവന്റ് അലവൻസ് 1000 പെർ മന്ത് ആണ് കിട്ടിയില്ല. 1000 into 12, 12000. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻകം സൈഡ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. ഓക്കെ, ഗ്രോസ് സാലറി കിട്ടും. നോക്കാം, കമ്പ്യൂട്ട് ചെയ്യാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് 1,20,000 പ്ലസ് 96,000 പ്ലസ് 36,000 പ്ലസ് 1,08,000 പ്ലസ് 72,000 പ്ലസ് 1,32,000 പ്ലസ് 15,600 പ്ലസ് 6,000 പ്ലസ് 12,000. അപ്പോൾ 5 lakh ഗ്രോസ് സാലറി 5,97,600. ഓക്കെ, ഇത്രയും ഇതിന് ശേഷം ഇത് നമ്മൾ എന്താ ചെയ്തത്? അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിഡക്ഷൻ ആണ്. അപ്പോൾ 11th നമ്പറിൽ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. ഓക്കെ, അതിൽ ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര? 50,000. അപ്പോൾ നിങ്ങൾ കോളത്തിൽ എഴുതാം. രണ്ടാമത്തത് BBB എന്റർടൈൻമെന്റ് അലവൻസ്. ഡിഡക്ഷൻ കിട്ടുമോ? ഡിഡക്ഷൻ കിട്ടില്ല. കാരണം ഇയാൾ ഗവൺമെന്റ് എംപ്ലോയി അല്ല. ഇയാൾ RK ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനിയിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്നുമില്ല. ഇനി സി എന്താണ്? പ്രൊഫഷൻ ടാക്സ് എത്ര പേജ് 2500 അല്ലേ? 2500. അപ്പോൾ ഈ 2500 നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. 2500. അപ്പോൾ ഇതിന്റെ ടോട്ടൽ 52,500 ആണ് നമ്മൾ ആകെ കൊടുക്കേണ്ടത്. അപ്പോൾ 5,97,600 നിന്ന് 52,500 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും? ബാക്കി 5,45,100. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ടാക്സബിൾ ഇൻകം ഫ്രം സാലറീസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനാൻസ് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രസന്റേഷൻ വളരെ ഭംഗിയാക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാം നോട്ട് കൊടുക്കുക, എല്ലാ കമ്പ്യൂട്ടേഷൻ ചെയ്യുക, സപ്പോർട്ടിംഗ് ആയിട്ട് വേണ്ട എല്ലാ വർക്കിംഗ് നോട്ട്സ് നമ്മൾ എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞൊരു നോട്ട് കൊടുക്കണം. ഏത് അസംഷൻ കൊടുക്കണം? ഏതാണ്? സെർവന്റ്. അപ്പോൾ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ടിന്റെ റെഫറൻസ് കൊടുക്കുക. ബാക്കി സംഭവങ്ങളൊക്കെ പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഈ കമ്പ്യൂട്ടേഷൻ കാണിച്ചാൽ ഇതിന് നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ലഞ്ച് അലവൻസ് ടാക്സ്, മെഡിക്കൽ അലവൻസ് ടാക്സ് ഒന്നും കൊടുക്കേണ്ട. എക്സാം ആയിട്ടുള്ള ഈ സംഭവം നമ്മൾ കമ്പ്യൂട്ടേഷൻ കാണിച്ചിട്ടില്ല. അപ്പോൾ മതിയാവും. ഓക്കെ, അപ്പോൾ വലിയ മാർക്ക് കുറേ മാർക്ക് ചോദിക്കുന്നത് തോന്നുന്നത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടാൽ തോന്നുന്നത് ചെറിയ ക്വസ്റ്റ്യൻ വലിയ മാർക്ക് ചോദിക്കാൻ ഡൗട്ട് ചോദിക്കാൻ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ചുകൂടി പ്രൊവിഷൻസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നോട്ട്സ് എഴുതാൻ പറ്റും. അതർവൈസ് ഇത്ര മതിയാകും. ഓക്കെ, ഇത് നമ്മൾ നോട്ട് കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് it is assumed that servant allowance is not spent for official purpose. Okay, it is assumed that servant allowance is not spent for official purpose. Okay, therefore no exemption or exemption shall not be available. No, okay, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. Okay, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ രീതി കാര്യങ്ങളൊക്കെ മനസ്സിലാൻ വേണ്ടി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇത് നോക്ക്, എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. വെർട്ടിക്കൽസ് ചെയ്താൽ എമൗണ്ട് ചെയ്താൽ സാലറിയുടെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഡബിൾ കോളം വെക്കാം. ഡബിൾ കോളം വരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരക്കണമെന്നില്ല. അതുപോലെ ഇങ്ങനെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആയാലും മതി, ഒരു പ്രശ്നമില്ല. ഞാനൊക്കെ ഇങ്ങനെ മിക്കവാറും ശീലിച്ചില്ല. എക്സാമിന്റെ സമയത്ത് ഞാൻ അങ്ങനെ കുറേ വരച്ച് സ്കെയിൽ മേടിച്ചിട്ട് വരക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത്ര ചെയ്യാൻ മതി. അപ്പോൾ അതിന് ഒരു എന്താ പറയുക, നമ്മൾ മാർജിനും കാര്യങ്ങളും ലൈനൊന്നും ഇല്ലെങ്കിലും നമ്മൾ ലൈനൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ പ്രസന്റ് ചെയ്യണം. അത്രേ ആ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകം. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വായിച്ചാലോ? ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കാം. മിസ്റ്റർ ശ്രീനേഷ് is employed with സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യം, വ്യത്യസ്തമായിട്ടുള്ള കാര്യം തന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്റർടൈൻമെന്റ് അലവൻസ് റിഡക്ഷൻ കിട്ടും. ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റു പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്, മറ്റു പല എക്സംഷൻസും ഈ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിസ് കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം. നെറ്റ് ബേസിക് സാലറി 2 lakh. നെറ്റ് ബേസിക് ആണ്. നെറ്റ് ബേസിക് എന്ന് പറയുമ്പോൾ എന്താ, ആക്ച്വലി ഉള്ള ഗ്രോസ് സാലറിയിൽ നിന്ന് എന്തോ ചില സംഭവങ്ങളൊക്കെ എംപ്ലോയർ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ചില എമൗണ്ടുകളൊക്കെ ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകൾ എന്ത് ചെയ്യണം? അതിനൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് ഗ്രോസ് എമൗണ്ടിലേക്ക് എത്തിക്കണം. ഈ ഗ്രോസ് എമൗണ്ട് ആണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഗ്രോസ് എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോസ് സാലറി കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഫൈനൽ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കുക. അപ്പോൾ നെറ്റ് ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾക്ക് കിട്ടിയുള്ള സാലറി 2 lakh അല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന സാലറി 2 lakh അല്ല. ഓക്കെ, നെറ്റ് ബേസിക് സാലറിയാണ് 2 lakh. അപ്പോൾ ഈ 2 lakh നെറ്റ് ആണെങ്കിൽ ഗ്രോസ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്തത് എന്നാണ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് ഡിഡക്ട് ചെയ്തത് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഡിഡക്ട് ചെയ്തത്. ഒന്ന്, ലോൺ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് 16,000, 16,000 രൂപ ലോൺ ഇൻസ്റ്റാൾമെന്റ്. ലോൺ ഇൻസ്റ്റാൾമെന്റ് സംബന്ധിച്ചാൽ ഇയാൾ നേരത്തെ തന്നെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. അയാൾക്ക് പേഴ്സണൽ പോയി മക്കളുടെ കല്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യം വലിയ എമൗണ്ട് ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ എംപ്ലോയ്സ് എന്ത് ചെയ്യും? കമ്പനിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ കുറച്ച് സാലറി വാങ്ങിക്കും. എന്നിട്ട് പിന്നെ ചെയ്യാം, പിന്നീടുള്ള മാസങ്ങളിൽ അവരുടെ സാലറിയിൽ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും ആ ലോൺ കമ്പനി തിരിച്ചു പിടിക്കുക. എന്ന് ഉദാഹരണം 50,000 rupees ലോൺ എടുത്തു. എന്നിട്ട് ഇയാൾ പറഞ്ഞ ഓരോ മാസം എന്റെ ശമ്പളത്തിന് 5,000 രൂപ പിടിച്ചു. അപ്പോൾ 5,000 രൂപ വെച്ചിട്ട് 10 മാസം പിടിച്ചാൽ 50,000 rupees തിരിച്ചു കിട്ടിയ പോലെ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് ലോൺ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. അപ്പോൾ അത് 16,000 ഉണ്ട്. അപ്പോൾ ഇയാൾ ലോൺ എടുത്തിട്ട് മുന്നേ മാസത്തിൽ എന്നിട്ട് ഇയാൾ പറഞ്ഞത് എന്താണ്, ഇയാൾ ശമ്പളത്തിന് ആകെ ഒരു വർഷത്തിൽ ഇത്ര രൂപ പിടിച്ചു വെച്ചോ, ബാക്കി എമൗണ്ട് സാലറി തന്നാൽ മതിയാണ്. അപ്പോൾ നെറ്റായിട്ട് ഇയാളുടെ കയ്യിൽ കിട്ടിയ സാലറി അല്ല യഥാർത്ഥ സാലറി ഇയാളുടെ. കാരണം നെറ്റായിട്ട് കിട്ടിയ സാലറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോൺ എമൗണ്ട് ഒക്കെ കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ്. അപ്പോൾ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ആക്ച്വൽ സാലറി കിട്ടണമെങ്കിൽ ഈ ലോൺ എമൗണ്ട് കുറച്ച് ലോൺ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 2 lakh ആണ് നെറ്റ് ബേസിക് സാലറി. 16,000 ആണ് ലോൺ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് എന്നുണ്ടെങ്കിൽ 16,000 കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ,
ഇനി അതിനുശേഷം നമുക്ക് ഇത്തിരി പ്രശ്നമാണ് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അത് TDS ആണ്. TDS ഡിഡക്റ്റ്. അപ്പോൾ എന്താ പ്രശ്നം? ദൂരെ ആയിരുന്നാൽ മതി ദൂരെ ആയിരുന്നാൽ മതി. ഈ 2 lakhന്റെ കൂടെ ഈ ലോൺ ഇൻസ്റ്റാൾമെന്റ് 16,000 TDSന്റെ എമൗണ്ട് ആഡ് ചെയ്താൽ നമുക്ക് ഗ്രോസ് എമൗണ്ട് കിട്ടും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഇൻകം ടാക്സ് TDS ഡിഡക്റ്റ് ചെയ്ത് എത്രയാണെന്നുള്ളത് എമൗണ്ടിൽ പറഞ്ഞിട്ടില്ല, അത് പെർസെന്റേജിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10% ആണ് എന്ത് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ 10% ഏത് എമൗണ്ടിലാണ്? 10% ഓഫ് ഗ്രോസ് ബേസിക് സാലറി ഉണ്ടാവുക. അതായത് ആലോചിച്ച് നമുക്ക് ഒരു ശമ്പളം കിട്ടും. ശമ്പളം കിട്ടുമ്പോൾ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ 10% ഡിഡക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിന്റെ ശമ്പളം ശരിക്കും ശമ്പളം, അതായത് ഗ്രോസ് എമൗണ്ട്, നമ്മുടെ ഗ്രോസ് എമൗണ്ട് എത്രയാണോ ആ ഗ്രോസ് എമൗണ്ടിന്റെ 10% ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 2 lakhന്റെ 10% അല്ല നോക്കണ്ടേ. 2 lakhന്റെ 10% തെറ്റാണ്. കാരണം 2 lakh എന്നുള്ളത് ഗ്രോസ് എമൗണ്ട് അല്ല, നെറ്റ് എമൗണ്ട് ആണ്. ഈ 10% കുറച്ചപ്പോൾ അതിനോട് ലോൺ ഇൻസ്റ്റാൾമെന്റ് കൂടി കുറച്ചപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 2 lakh. അപ്പോൾ 2 lakhന്റെ 10% അല്ല കുറച്ച് എമൗണ്ട്, വേറെ ഏതോ എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിന്റെ 10% കുറച്ചത്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആകെ ഇയാൾക്ക് നെറ്റ് ആയിട്ട് ഇയാൾ കയ്യിൽ കിട്ടിയ ശമ്പളം എത്രയാണ്? 2 ലക്ഷമാണ്. ഓക്കെ, ശരിയല്ലേ? 2 ലക്ഷമാണ് ഇയാൾ കയ്യിൽ കിട്ടിയ ശമ്പളം. പിന്നെ ഇയാളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ചുള്ള വേറെ എമൗണ്ട് എന്താ? വേറെ എമൗണ്ട് ഇയാളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ചത് ലോൺ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആണ്. അത് എത്ര എമൗണ്ട്? 16,000 രൂപയാണ് ലോൺ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചത്. എന്ന് പറഞ്ഞാൽ അതുകൂടി ആഡ് ചെയ്താൽ 2,60,000 ആണ് ഇയാളുടെ സാലറി. അപ്പോൾ ഈ 2,60,000 ഗ്രോസ് എമൗണ്ട് ആയോ? ഇല്ല, ഗ്രോസ് എമൗണ്ട് ആയിട്ടില്ല. കാരണം ഗ്രോസ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്തുകൂടി ആഡ് ചെയ്യണം? TDS കൂടി ആഡ് ചെയ്യണം. TDS എത്ര നമുക്ക് അറിയില്ല, പെർസെന്റേജ് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് 10% ആണ്. 10% TDS ഡിഡക്റ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ TDS ഒഴിച്ച് ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ശ്രദ്ധിക്കണം. ഈ TDS ഒഴിച്ച് ബാക്കി ഇയാളുടെ ഗ്രോസ് ബേസിക് സാലറി ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ എമൗണ്ടും ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഇയാളുടെ 90% ഓഫ് സാലറി അല്ലേ? ഇയാളുടെ ആക്ച്വൽ സാലറി ഇത്ര എമൗണ്ട്, അതിന്റെ 10% ഡിഡക്റ്റ് ചെയ്ത ബാലൻസ് ആണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്, കിട്ടേണ്ടത് ശരിക്കും അല്ലേ? പക്ഷേ എന്ത് ചെയ്തു? ലോൺ ഇൻസ്റ്റാൾമെന്റ് കൂടി കുറച്ചു. അപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്തു ഈ ഒരു എമൗണ്ട്, ആ എമൗണ്ട് 10% TDS ഡിഡക്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 16,000 രൂപ ലോൺ ഇൻസ്റ്റാൾമെന്റ് ഡിഡക്റ്റ് ചെയ്തു. അപ്പോഴാണ് 2 lakh വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോൺ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യാം. ലോൺ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ 2,60,000 കിട്ടി. ഇനി വേറെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടോ? TDS അല്ലാണ്ട് വേറെ TDS അല്ലാണ്ട് ഒന്നും ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായത് ഈ 2,60,000 എന്ന് പറഞ്ഞാൽ ഇയാളുടെ ശമ്പളത്തിന്റെ 90% ആണ്. 90%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും? നമ്മൾ എന്ത് ചെയ്താൽ മതി? 2,60,000 ഡിവൈഡ് ബൈ 90% നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുക 2,40,000 ആയിരിക്കും. ഇനി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ ഇതിപ്പോൾ എന്താ? ഇതാണ് ഇയാളുടെ ഗ്രോസ് സാലറി. ഇതാണ് ഇയാളുടെ ഗ്രോസ് സാലറി 2,40,000. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇയാൾക്ക് 2,40,000 ഗ്രോസ്. ഓക്കെ, TDS എത്ര? 10%. ഇതിന്റെ 10% എത്ര? 24,000. പിന്നെ ലോൺ എത്ര? 16,000. ഇത് രണ്ടും കുറച്ച് എത്ര കിട്ടുക? 2,40,000 24,000 16,000 കുറച്ച് 40,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 2 lakh അല്ലേ ഇയാൾക്ക് കിട്ടുക. അപ്പോൾ 2 lakh ആണ് ഇയാൾക്ക് നെറ്റ് കിട്ടിയത് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനായി. ശരിയല്ലേ? അപ്പോൾ 2 lakh ആണ് ഇയാൾക്ക് നെറ്റ് ബേസിക് സാലറി ആയിട്ട് കിട്ടിയത്. പക്ഷേ നെറ്റ് ബേസിക് എന്ന് പറയുമ്പോൾ അത് രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോൺ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടും അതുപോലെ തന്നെ ഇൻകം ടാക്സ് TDS എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് TDS എടുക്കുന്നത് ഇങ്ങനെ പെർസെന്റേജിലാണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ള ഡിഡക്ഷൻസ് എല്ലാം ആഡ് ബാക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എത്ര പെർസെന്റേജ് ആണ് ഡിഡക്ട് ചെയ്തത് ആ ബാലൻസ് എമൗണ്ട്, അതായത് ഇവിടെ നമ്മൾ എക്സാമ്പിൾ 90%, ആ 90% വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫൈനാൻസ് കിട്ടും. ഓക്കെ, ഞാൻ ഇത് വെച്ച് ഞാൻ ആൻസർ എക്സാമ്പിൾ പറയാം. സപ്പോസ് നോക്കിക്കോ. ഓക്കെ, നോക്കിക്കോ, ഞാൻ വേറെ എക്സാമ്പിൾ വെച്ചിട്ട് സപ്പോസ് നോക്കിട്ടോ. ഒരാൾക്ക് നെറ്റായിട്ട് കിട്ടിയത്, ഒരാൾക്ക് നെറ്റ് എമൗണ്ട് കിട്ടിയത്, നെറ്റ് ബേസിക് സാലറി ആയിട്ട് കിട്ടിയത് 2,50,000 ആണ്. ഓക്കെ, ഇതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് TDS ഇതേപോലെ 10%. ഇല്ല, ഒരു എമൗണ്ട് മാറ്റാം, പെർസെൻറ്റേജ് മാറ്റാം. 2,50,000 ആയിക്കോട്ടെ. TDS ഡിഡക്ട് ചെയ്തിട്ടുള്ളത് 12% ആണ്. സപ്പോസ് എക്സാമ്പിൾ ആണ്. ലോൺ ഇൻസ്റ്റാൾമെന്റ് 10,000, PF 4,000. ഇത്ര എമൗണ്ട് ഇയാൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആക്ച്വൽ സാലറി, ആ ആക്ച്വൽ സാലറി നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എക്സ് പറയാം. എക്സ് എമൗണ്ട്, ഈ എക്സ് എമൗണ്ടിൽ നിന്ന് 12% TDSഉം അതുപോലെ 10,000 രൂപ ലോൺ ഇൻസ്റ്റാൾമെന്റും 4,000 രൂപ PF ഡിഡക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പറഞ്ഞ 2,50,000 റുപ്പീസ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു ഈ പെർസെന്റേജിൽ തന്നിട്ട് വെച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ 2,50,000 റുപ്പീസിന്റെ കൂടെ 10,000 അതോടൊപ്പം 4,000 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 2,64,000 ആണ് കിട്ടുക. ഈ 2,64,000 എന്ന് പറഞ്ഞാൽ TDS ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ, അല്ലെങ്കിൽ TDS മാത്രം കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് 2,64. അതായത് TDS ഒഴിച്ച് വേറെ കുറച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആഡ് ബാക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് 2,64. എന്ന് പറഞ്ഞാൽ ഈ 2,64 എന്നുള്ളത് നെറ്റ് ഓഫ് TDS ആണ്. നെറ്റ് ഓഫ് TDS ആണ്. TDS കുറച്ച് എമൗണ്ട്. എത്ര എമൗണ്ട് TDS? 12% ആണ് TDS. എന്ന് പറഞ്ഞാൽ ഇത് എത്ര? 88% ആണ് ഈ പറയുന്ന 2,64 എന്നുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2,64,000 ഡിവൈഡഡ് ബൈ 88%. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 lakh കിട്ടി. അപ്പോൾ 100% എന്ന് പറയുമ്പോൾ അതായത് ഗ്രോസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ 2,64,000 ഡിവൈഡ് ബൈ 88%, അതായത് 3 lakh കിട്ടി. ഇനി നമുക്ക് ക്രോസ് ചെക്ക് നോക്കാം. 3 lakh, 3 lakhന്റെ 12%, അതായത് 36,000. ഓക്കെ, പിന്നെ ലോൺ എമൗണ്ട് 10,000, PF 4,000. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ എത്ര? 50,000 ആണ് ടോട്ടൽ ഡിഡക്ഷൻ. അപ്പോൾ 3 lakhൽ നിന്ന് 50,000 കുറഞ്ഞാൽ ബാക്കി എത്രയാണ്? 2,50,000. അങ്ങനെയാണ് ഇയാൾക്ക് 2,50,000 ഇവിടെ നെറ്റ് ബേസിക് ആയിട്ട് കിട്ടിയത്. ഇയാളെ മനസ്സിലായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഡൗട്ട്സ് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ഇൻഫർമേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 2,40,000 ആണ് നമ്മുടെ ഗ്രോസ് എമൗണ്ട് ഉള്ളത്. ഓക്കെ, അവിടെ ആനുവൽ ഫിഗർ തന്നിട്ടുള്ളത്. ഇതിന്റെ 12 ഒന്നും ചെയ്യരുത്. മന്ത്ലിയാണ് തന്നിട്ടുണ്ടെങ്കിൽ പെർ മന്ത് പ്രത്യേകം പറയും. ഇനി DNS allowance forming part of salary 1,000 per month. DNS allowance not forming part of salary 500 per month. അപ്പോൾ ഇത് എത്രയാണ്? 12,000 വരും, ഇത് 6,000 വരും. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് ഓക്കെ 10,000 per month. റെന്റ് എമൗണ്ട് അടച്ചിട്ടുള്ളത് 8,000 ആണ്. അപ്പോൾ നമുക്കറിയാം ഹൗസ് റെന്റ് അലവൻസ് HR കിട്ടും. എന്താണ് HR കിട്ടിയതിൽ നിന്ന് നമ്മൾ എക്സംഷൻ എടുക്കും. എങ്ങനെ എക്സംഷൻ എടുക്കുക? 3 എമൗണ്ട് ഉണ്ട്. ആ 3 എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഏതാണ് ലോവർ എമൗണ്ട്, ആ ലോവർ എമൗണ്ട് ആണ് ഡിഡക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്? ട്രാൻസ്പോർട്ട് അലവൻസ് ഉദ്ദേശിച്ചത് സ്പെൻഡ് ഓൺ ട്രാവൽ ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് റെസിഡൻസ് ₹400 per month പേ ചെയ്തു. ഓക്കെ, അതായത് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്താ? ഇതിന് നമ്മൾ എന്ത് പറഞ്ഞത്? കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂട്ടേഷൻ അലവൻസ് കിട്ടി കഴിഞ്ഞാൽ അത് ആർക്കാണ് എക്സംഷൻ കിട്ടുക? എല്ലാ ആൾക്കാർക്കും എക്സംഷൻ കിട്ടുമോ? കിട്ടില്ല. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് കമ്മ്യൂട്ടേഷൻ അലവൻസ് എക്സംഷൻ ആയിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? എക്സംഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അത് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ 2,500 into 12 എന്ന് പറയുമ്പോൾ 30,000 rupees അത് ടാക്സബിൾ ആയിരിക്കും. എന്റർടൈൻമെന്റ് അലവൻസ് 5,500 per month, സ്പെൻഡ് എമൗണ്ട് 3,600. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇയാൾ എന്ത് എംപ്ലോയി ആണ്?
സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. പക്ഷേ സ്റ്റിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? ഈ 5000 into 500 into 12 എന്നുള്ള 6000 rupees നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എവിടെ ആഡ് ബാക്ക് ചെയ്യുന്നില്ല, ഫുൾ എമൗണ്ട് എടുക്കണം. എവിടെ എടുക്കണം? എന്റർടൈൻമെന്റ് അലവൻസ് കൊണ്ട് നമ്മൾ ഗ്രോസ് സാലറി കമ്പ്യൂട്ടർ സമയത്ത് ഫുൾ എമൗണ്ട് എടുക്കേണ്ടത് ഒരിക്കലും അവിടെ തന്നെ പോയി ഡിഡക്ഷൻ കൊടുക്കരുത്. ഡിഡക്ഷൻ എപ്പോഴും എവിടെയും താഴെ ആയിരിക്കും ഗ്രോസ് സാലറി കണ്ടുപിടിച്ചതിന് ശേഷം. എക്സ് ഗ്രേഷ്യ റിസീവ്ഡ്, എക്സ് ഗ്രേഷ്യ എന്ന ബോണസ് ആണ് ഫുള്ളി ടാക്സബിൾ ആണ്. അത് ബോണസ് എപ്പോൾ കിട്ടിയാൽ ബോണസ് കമ്മീഷൻ നമ്മൾക്ക് കിട്ടിയ ടാക്സബിൾ ആണ്. അപ്പോൾ അത് എടുക്കുക. പ്രൊഫഷൻ ടാക്സ് പെയ്ഡ് 200 per month. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന സംഭവമാണ് 200 per month എന്ന് പറയുമ്പോൾ എത്രയാ? 2400 ആണ് ആകെ പ്രൊഫഷൻ ടാക്സ് ആയിട്ട് അടച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രൊഫഷൻ ടാക്സ് പേ ചെയ്താൽ മതി. പെയ്ഡ് ആണെങ്കിൽ തന്നെ നമുക്ക് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഇനി എമൗണ്ട് റിസീവ്ഡ് ഫോർ പേപ്പർ ചെക്കിംഗ് ഫ്രം സഹൃദയ കോളേജ്. അപ്പോൾ ഒരു കോളേജിന് വേണ്ടിയിട്ട് ഇയാൾ ചെയ്തു അവിടെ പേപ്പർ ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാൾക്ക് 20,000 rupees കിട്ടി. ഈ 20,000 rupees കിട്ടിയത് ഇയാൾ സാലറി കിട്ടി വരുമോ? ഇയാൾ സാലറി കിട്ടില്ല, ഒരിക്കലും വരില്ല. കാരണം ഇയാളുടെ എംപ്ലോയർ ആരാണ്? ഇയാളുടെ എംപ്ലോയർ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് മാത്രമേ ഇയാൾക്ക് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന പേയ്മെന്റ്സിന് മാത്രമേ നമുക്ക് ഇയാളുടെ സാലറി ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെ വരിക? ഇതൊക്കെ മിക്കവാറും ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ നമ്മൾ കൺസേൺ അല്ലാത്തത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇയാൾ ശരിക്കും എംപ്ലോയി ആണ്. എംപ്ലോയി ആയിട്ടുള്ള ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എന്താണ് ഒരു 20,000 rupees കോളേജിൽ നിന്ന് കിട്ടി. അപ്പോൾ ആ കോളേജിൽ നിന്ന് കിട്ടാൻ എന്താണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നോർമലി വരിക. അപ്പോൾ ഒരിക്കലും സാലറി ഇങ്ങനത്തെ എടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? മൊത്തം സാലറി നമ്മൾ ചോദിച്ചില്ല എന്താ കമ്പ്യൂട്ടർ ടാക്സിബിൾ സാലറി ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സാലറി ഇൻകം മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഒരു സംഭവം, അതായത് ക്വസ്റ്റനിൽ തന്നാണല്ലോ, ഈ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള സംഭവം നമ്മൾ കമ്പ്യൂട്ടേഷനിലേക്ക് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത് എന്നതിന്റെ നോട്ട് നിർബന്ധമായിട്ടും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ സഹൃദയ കോളേജിൽ പേപ്പർ ചെക്കിംഗ് ചെയ്തതിന് ഇയാൾക്ക് കിട്ടുന്ന പിന്നെ അല്ലെങ്കിൽ ഇയാളുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ടായിട്ട് കൊടുക്കുക. സാലറി ആയിട്ട് എടുക്കില്ല, കാരണം എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല അല്ലേ? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഫിക്സ് ആയിട്ടുള്ള എല്ലാ മാസം ശമ്പളം ഉണ്ടാകും. അതുപോലെ ഫിക്സ് ടൈമിംഗ് കാര്യങ്ങളൊക്കെ ഇതാണല്ലോ. ജസ്റ്റ് പേപ്പർ എക്സാം കൊടുത്തപ്പോൾ എക്സാമിന്റെ പേപ്പർ ഇവാലുവേഷൻ ആണ്. ഇനി ചിൽഡ്രൻ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ, ഹോസ്റ്റലാണ്. ഹോസ്റ്റലാണ് എത്ര എക്സംഷൻ? 300 per month per child അല്ലേ? 300 per month per child. എത്ര കുട്ടികളാണ്? 2 കുട്ടികൾക്കാണ് കിട്ടുക. അപ്പോൾ ചിൽഡ്രൻ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് rupees 5,400 for his 3 children. ഇയാളുടെ 3 കുട്ടികൾക്കായിട്ട് 5,400 രൂപ ഇയാൾക്ക് എന്ത് കിട്ടി? അലവൻസ് കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടിയത്? ഒരു കുട്ടിക്ക് 1 ചൈൽഡിന് ഒരു ചൈൽഡിന് എത്ര കിട്ടിയത്? 5,400 ഡിവൈഡ് ബൈ 3. അപ്പോൾ 1,800 രൂപ ഒരു കുട്ടി കിട്ടിയത്. ശരിയല്ലേ? അപ്പോൾ ഇത് ഒരു വർഷത്തിലാണല്ലോ 1,800 കുട്ടി കിട്ടിയത്. അപ്പോൾ ഒരു ഇയറിൽ എത്ര കിട്ടിയത്? ഒരു മന്ത്ലി എത്ര കിട്ടിയത്? മന്ത്ലി ഒരു കുട്ടിക്ക് 1,800 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ എത്ര? 150 രൂപ. ശരിയല്ലേ? അപ്പോൾ 150 rupees per month per child ആണ് അലവൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എത്ര മാക്സിമം കിട്ടുക? 3,000 per month per child. മാക്സിമം 2 children ആണ് നമുക്ക് എക്സംഷൻ കിട്ടുക. അപ്പോൾ ഇതിന്റെ എക്സംഷൻ എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. ശരിയല്ലേ? ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അത് പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റൻ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ചെയ്യുന്ന അതിന് ശേഷം മാത്രം ഞാൻ ചെയ്യുന്ന ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ കേട്ടോ. യെസ്, അപ്പോൾ കമ്മിറ്റ് ചെയ്താ എയിം ഓഫ് ദി അസസി പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ ചെയ്താൽ ശ്രീനേഷ് ആണ് പേര്. 23-24 ആണ്, 24-25 ആണ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് taxable income from salary. Okay, particulars amount. Okay അല്ലേ? ഒന്നാമത്തെ ബേസിക് സാലറി. അപ്പോൾ എന്ത് ചെയ്യാം? താഴെ ഇതാ നെറ്റ് സാലറി എത്രയാണ്? 2 lakh. ആഡ് ലോൺ ഇൻസ്റ്റാൾമെന്റ് 16,000. ജസ്റ്റ് ആഡ് ടോട്ടൽ ചെയ്യാം. TDS. അപ്പോൾ TDS എന്ന് പറഞ്ഞാൽ 2,16,000 ഡിവൈഡ് ബൈ 90% ചെയ്താൽ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടും. ആ ഫുൾ എമൗണ്ടിന്റെ 10% TDS. അപ്പോൾ TDS എമൗണ്ട് ഇങ്ങനെ ചെയ്യാം. 2,16,000 ഡിവൈഡ് ബൈ 19,000 ചെയ്താൽ ഫുൾ എമൗണ്ട് കിട്ടും. ആ ഫുൾ എമൗണ്ട് 10% ആണ് TDS. അപ്പോൾ അത് 24,000. ഓക്കെ, ഇതൊക്കെ എവിടെ വരുന്നത്? ഇന്നർ കോളത്തിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എത്ര വരും? 2,40,000 ആണ് അപ്പോൾ നമ്മുടെ ഗ്രോസ് ബേസിക് സാലറി വരിക. ഇനി രണ്ടാമത് DRNS അലവൻസ് ഞാൻ ഷോർട്ട് ആക്കിയത് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എത്രയാണ്? 1,000 per month. അപ്പോൾ കമ്പ്യൂട്ടേഷൻ കാണിക്കുക 1,000 into 12 നേരെ ഔട്ട് കോളം 12,000. മൂന്നാമത്തത് DA നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി 500 into 12 6,000. നാലാമത്തത് എന്താ? HRA. അപ്പോൾ HRA എന്ത് ചെയ്യുക? ഹൗസ് റെന്റ് അലവൻസ് റിസീവ്ഡ് എമൗണ്ട് എത്ര? റിസീവ്ഡ് എമൗണ്ട് 10,000 per month ആണ്. 10,000 per month. 10,000 into 12 ഇന്നർ കോളത്തിൽ 1,20,000 മൈനസ് എക്സംപ്റ്റ് എമൗണ്ട്. അപ്പോൾ ആ എക്സംപ്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ നമുക്ക് പ്രത്യേകം ചെയ്യാം. അതെന്താണ്? വർക്കിംഗ് നോട്ട് നമ്പർ 1 ഹെഡിങ് കൊടുക്കുക. എക്സംഷൻ ഫോർ HRA റിസീവ്ഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്താണ്? 40% ഓഫ് സാലറി. എന്താ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് ഡി അല്ലേ? അപ്പോൾ ബേസിക് സാലറി പിന്നെ ടേൺ ഓവർ കമ്മീഷൻ ക്വസ്റ്റിൽ ടേൺ ഓവർ കമ്മീഷൻ ഇല്ലാത്തത് നമുക്ക് ആവശ്യമില്ല. പക്ഷേ അധികം ടേൺ ഓവർ കമ്മീഷൻ ക്വസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫലത്തിൽ എന്ത് വരുള്ളൂ? ബേസിക് സാലറി പ്ലസ് DA മാത്രമേ വരുള്ളൂ. DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. അപ്പോൾ 2,40,000 പ്ലസ് 12,000 ആണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അല്ലേ? ശരിയല്ലേ? ഏതൊക്കെ നമ്മൾ എടുത്തത്? ഈ 2,40,000 പിന്നെ ഈ 12,000 അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞാൽ ബേസിക് സാലറിയാണ്, മറ്റേത് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ഇത് രണ്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 2,40,000 പ്ലസ് 12,000 അപ്പോൾ 2,52,000 ആണ് വരിക. 2,52,000ന്റെ
40%, 2,52,000 40%, 1,800, 1,800. അതാണ് ഫസ്റ്റ് എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് എന്താ? ആക്ച്വൽ HRA റിസീവ്ഡ്, അത് 1,20,000 ആണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ എന്താ? റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. എത്ര റെന്റ് പെയ്ഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 8,000 × 12 പെർ മന്ത് 8,000 മൈനസ് 10% ഇൻറ്റു എത്ര സാലറി? 2,52,000. എന്താണ് 2,52,000? ബേസിക് സാലറി പ്ലസ് DA, ഇതല്ലേ 2,52,000 അല്ലേ? അതായത് നമുക്ക് എന്താ കിട്ടുക? 8,000 × 12 എന്ന് പറയുമ്പോൾ 96,000 മൈനസ് 2,5,200. അപ്പോൾ 96,000 നിന്ന് മൈനസ് 25,200 കുറച്ചാൽ എത്ര കിട്ടും? 70,800 കിട്ടും. 70,800. ഇതിൽ ഏതാണ് ലോവർ എമൗണ്ട്? ഇത് ലോവർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 70,800 ആണ് ലോവർ എമൗണ്ട്. അപ്പോൾ ലോവർ ഓഫ് ദി അബവ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സംഷൻ എമൗണ്ട്. അപ്പോൾ ഈ എക്സംഷൻ എമൗണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതാം. 1,20,000 നിന്ന് 70,800 ആണ് എക്സംപ്റ്റ് ആയിട്ട് വരിക. ബാലൻസ് 49,200 ആയിരിക്കും ടാക്സബിൾ എമൗണ്ട്. ക്ലിയർ അല്ലേ? HRA എമൗണ്ട് എന്താണ്? ഒരു കാര്യം ചില ആൾക്കാർക്ക് എന്തെന്ന് അറിയാം, തിരക്ക് പിടിച്ച് ചെയ്തിട്ട് ഈ 3 എമൗണ്ട് കണ്ടുപിടിച്ച് 3 വിച്ച് വൈസ് ലോവർ എന്നുകൊണ്ട് ഈ 70,800 ഡയറക്റ്റ്ലി എടുത്ത് വിടും. ഇവിടെ 70,800 അപ്പോൾ എന്താ സംഭവിക്കുക? 70,800 എക്സംപ്റ്റ് എമൗണ്ട് അല്ല, നമ്മൾ ടാക്സബിൾ എമൗണ്ട് അല്ല. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്ത് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഓക്കെ, 70,800 ടാക്സബിൾ എക്സംപ്റ്റ് എമൗണ്ട് ആണ്. 49,200 ആണ് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരിക. ഇനി അടുത്തത് എന്താ ക്വസ്റ്റ്യൻ വന്നത്? HRA ശേഷം ട്രാൻസ്പോർട്ട് അലവൻസ് സ്പെൻഡ് ഓൺ ട്രാവൽ ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് റെസിഡൻസ് ആണ്. അപ്പോൾ ഒരു എക്സംപ്ഷൻ ഇല്ല. 2,500 × 12 ട്രാൻസ്പോർട്ട് അലവൻസ് 2,500 × 12 30,000 ആണ് വരിക. 6 എന്താണ്? 6 എന്റർടൈൻമെന്റ് അലവൻസ് 5,000 പെർ മന്ത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ, എല്ലാവരും ഡിഡക്ഷൻ കൊടുക്കില്ല. എന്റർടൈൻമെന്റ് അലവൻസ് 500 × 12 6,000. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? എന്റർടൈൻമെന്റ് അലവൻസ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ഗ്രേഷ്യ റിസീവ്ഡ് ആണെന്ന് ബോണസ് പോലെ തന്നെ എത്ര എമൗണ്ട്? 50,000. എക്സ്ഗ്രേഷ്യ 50,000. ഓക്കെ, അപ്പോൾ ഇതോടെ കഴിഞ്ഞു. ഇപ്പോൾ ഗ്രോസ് സാലറി പിന്നെ ഇവിടെ നമുക്ക് പേപ്പർ ചെക്കിംഗ് ഫീസ് ഉണ്ട്, അത് ഇൻകം സാലറി അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കരുത്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യാം. 2,40,000 പ്ലസ് 12,000 പ്ലസ് 6,000 പ്ലസ് 49,200 പ്ലസ് 30,000 പ്ലസ് 6,000 പ്ലസ് 50,000. അപ്പോൾ എത്രയാണ്? 3,93,200. ഓക്കെ, ഇനി എന്താ അടുത്തത്? മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. അത് ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. രണ്ടാമത്തത് എന്റർടൈൻമെന്റ് അലവൻസ്. ഇതിൻ്റെ ഇവിടെ ഡിഡക്ഷൻ ഉണ്ട്, കാരണം ഇയാൾ ഗവൺമെന്റ് എംപ്ലോയി ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് എങ്ങനെ കിട്ടുക? ആദ്യം ഇവിടെ തന്നെ ചെയ്താൽ മതി. 1/5 ഓഫ് ബേസിക്. എത്ര ബേസിക്? ഇവിടെ എത്ര ബേസിക്? 2,40,000 ആണ് ബേസിക്. അപ്പോൾ 1/5 ഓഫ് 2,40,000 എന്ന് പറഞ്ഞാൽ 48,000. രണ്ടാമത്തെ എമൗണ്ടോ? ആക്ച്വൽ എമൗണ്ട് കിട്ടിയത്. ആക്ച്വൽ എമൗണ്ട് കിട്ടിയത് 6,000 ആണ്. ഇനി മാക്സിമം എത്ര ഡിഡക്ഷൻ കിട്ടുക? 5,000 ആണ് മാക്സിമം ഡിഡക്ഷൻ. അപ്പോൾ ലോവർ എമൗണ്ട് ഏതാ? 5,000 ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് പ്രൊഫഷൻ ടാക്സ് പെയ്ഡ്. അപ്പോൾ അത് 200 പെർ മന്ത് ആണ്. 12 ചെയ്യുമ്പോൾ 2,400. ഇതെല്ലാം കൂടി നോക്കിയാൽ 57,400 ആണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ 3,93,200 നിന്ന് 57,200 കുറച്ചാൽ ബാലൻസ് എത്ര ഉണ്ട്? 3,35,800 ഇതായിരിക്കും ഫൈനൽ ആൻസർ വരിക. 3,35,800. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നും നിൽക്കാൻ പറ്റില്ല. ഈ എടുത്തു, HR എടുത്തു, ട്രാൻസ്പോർട്ട് അലവൻസ് എടുത്തു, എന്റർടൈൻമെന്റ് അലവൻസ് എടുത്തു. അപ്പോൾ സ്പെൻഡ് എമൗണ്ട് 3,800 തന്നിട്ടുണ്ട്. അതിന് വലിയ റിലവൻസ് ഒന്നുമില്ല, അതിന് കാര്യമില്ല. എക്സ്ഗ്രേഷ്യ എടുത്തു, പ്രൊഫഷൻ ടാക്സ് പെയ്ഡ് എടുത്തു. ഓക്കെ, ഒന്ന് വിട്ടുപോയല്ലോ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഇല്ലേ? ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോ, എപ്പോഴേ ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് തെറ്റില്ലേ? അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം എപ്പോഴും കേട്ടോ. നമുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിൽഡ്രൻസ് ഹോസ്റ്റൽ അലവൻസ്. ഓക്കെ, അപ്പോൾ റിസീവ്ഡ് എമൗണ്ട് എത്രയാണ്? ഞാൻ പറഞ്ഞു 5,400 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മളൊന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡയറക്റ്റ് ഒറ്റ എമൗണ്ട് തന്നിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ആകെ 5,400 ആണ് കിട്ടിയത്. അത് എത്ര കുട്ടികൾക്ക്? 3 കുട്ടികൾക്കാണ്. അപ്പോൾ ഡിവൈഡ് ബൈ 3 ചെയ്താൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടും? ഈ ഒരു കുട്ടിക്ക് കിട്ടിയത് ഒരു മാസത്തിൽ എത്ര ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 12 ചെയ്യാം. അപ്പോൾ 150. അപ്പോൾ 150 പെർ മന്ത് ആണ് അലവൻസ് കിട്ടിയത്. അപ്പോൾ 150 പെർ മന്ത് അലവൻസ് കിട്ടുമ്പോൾ നമുക്ക് 300 പെർ മന്ത് എക്സംഷൻ കിട്ടില്ല. മാക്സിമം 300 പെർ മന്ത് എക്സംഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. 300 എമൗണ്ട് എപ്പോഴും ഫിക്സ് ആയിട്ട് കിട്ടുന്ന അർത്ഥം. ഇത് ഫിക്സ് അലവൻസ് ആണ്. പക്ഷേ ഫിക്സ് അലവൻസ് മാക്സിമം എത്ര കിട്ടുക? 300 പെർ മന്ത് ആണ് കിട്ടുക. പക്ഷേ അതിന്റെ അർത്ഥം 200 ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ 300 നമുക്ക് എക്സംഷൻ കിട്ടില്ല. 200 ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ 200 എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ 150 ആണ് ഇവിടെ കിട്ടിയത് എന്നുള്ളതുകൊണ്ട് 150 വെച്ചിട്ട് നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. അതായത് ഈ 5,400 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 150 × 12 മാസം × 2 കുട്ടികൾ. സോറി 3 കുട്ടികൾ അല്ലേ? ശരിയല്ലേ? 150 × 12 × 3 ആണിത്. അപ്പോൾ എക്സംഷൻ എത്ര? എക്സംഷൻ എന്നുള്ളത് എത്ര കിട്ടുള്ളൂ? അപ്പോൾ 300 കിട്ടില്ല, 150 കിട്ടുള്ളൂ. കാരണം എന്താണോ റിസീവ് ചെയ്തത് അതല്ലേ മാക്സിമം എക്സംഷൻ കൊടുക്കുള്ളൂ. അതല്ലാതെ ഒരിക്കലും എന്താവില്ല. പിന്നെ 300 ഫിക്സഡ് ആയിട്ട് ഈ ഫിക്സഡ് ഡിഡക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഫിക്സഡ്. മറ്റൊരു സ്പെൻഡ് എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. ഇവിടെ സ്പെൻഡ് എമൗണ്ട് ഡിഡക്ഷൻ കിട്ടില്ല. മാക്സിമം ആയിട്ട് ഫിക്സഡ് എമൗണ്ട് വേണ്ട, അതേ കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അല്ലാണ്ട് എപ്പോഴും 300 ആണ് എക്സംഷൻ അങ്ങനെ അർത്ഥം. മനസ്സിലായില്ലേ? മാക്സിമം 300 ആണ് അർത്ഥം. അപ്പോൾ 200 ആണ് നമുക്ക് അലവൻസ് കിട്ടിയത്. 200 നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. 100 ആണ് നമുക്ക് അലവൻസ് കിട്ടുന്നത്. 100 നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ 150 ആണ് അലവൻസ് കിട്ടുന്നത്. 150 അലവൻസ് എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ 150 × 12 എത്രയാണ്? × 2 ആണ്. 2 കുട്ടിക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് എമൗണ്ട് നേരത്തെ പോലെ 5,400 ആണ്. പക്ഷേ എത്ര എമൗണ്ട് എക്സംഷൻ കിട്ടുള്ളൂ? 150 × 12 3,600 മാത്രം നമുക്ക് എക്സംഷൻ കിട്ടുക. 3,600 ആണ് എക്സംഷൻ കിട്ടുക. അതായത് 1,800 ടാക്സബിൾ ആണ്. 1,800 ടാക്സബിൾ ആണ്. അപ്പോൾ ഗ്രോസ് സാലറി എത്ര വരും? ഗ്രോസ് സാലറി എത്ര വരും? 393,200. അതിന് കൂടെ ഒരു 1,800 അടിച്ചാൽ മതി. അപ്പോൾ 3,95,000 വേണ്ട. 3,95,000. ഓക്കെ, മൈനസ് 57,400 ചെയ്താൽ 3,37,600 ആണ് ശരിക്കും ആൻസർ. മനസ്സിലായോ?
ക്ലിയർ ആണോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നോട്ട്സ് എഴുതണം. എന്താണല്ലോ നോട്ട്സ്? amount received for paper checking shall not be taxable under income from salaries since there is no employer-employee relationship. Okay, it shall be taxable under income from other source. Income from other source. ഓക്കെ, അപ്പോൾ നോട്ട്സ് എപ്പോഴും ഷുഡ് ഫോം പാർട്ട് ഓഫ് യുവർ ആൻസർ. ഓക്കെ, പ്രത്യേകിച്ച് GST ഇൻകം ടാക്സിലൊക്കെ എപ്പോഴും നോട്ട്സ് ശരിക്കും വർക്കിംഗ് നോട്ട് ചെയ്താൽ അതേപോലെ ബ്രാക്കറ്റിൽ എഴുതാം. എമൗണ്ട്, റുപ്പീ, സിമ്പിൾ, കമ്പ്യൂട്ടേഷൻ എല്ലാ ആൻസർ പേപ്പറും ഈ പ്രസന്റേഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഒന്നും അറിയാത്ത ഈ ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് അറിയാത്ത ആൾക്ക് ആൻസർ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളത്. അതാണ് ഒരു പ്രൊഫഷണൽ എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യുന്നതിന്റെ ഒരു രീതി എന്നുള്ളത്. ഓക്കെ, അത് ശ്രദ്ധിക്കപ്പെടും. യെസ്, അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ അടുത്തൊരു ടോപ്പിക് ഒക്കെയാണ് എക്സ്ഗ്രേഷ്യ. ജസ്റ്റ് നോക്കാം, നമ്മൾ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ക്വസ്റ്റനിൽ പറഞ്ഞു ബോണസ് എക്സ്ഗ്രേഷ്യ അങ്ങനത്തെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. ചിലപ്പോൾ ബോണസ് ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ മാർച്ച് മാസത്തിൽ ബോണസ് ഇപ്പോൾ വിഷുവിന് ഡിക്ലെയർ ചെയ്ത് വെച്ചോ. ഇപ്പോൾ മാർച്ച് മാസത്തിൽ കമ്പനി എല്ലാവർക്കും വിഷു ഏപ്രിലാണല്ലോ. അപ്പോൾ മാർച്ച് മാസത്തിൽ കമ്പനി ഡിക്ലെയർ ഇപ്രാവശ്യം വിഷുവിന് എല്ലാവർക്കും ബോണസ് ഉണ്ട് 10,000 രൂപ എന്ന് വെച്ചാൽ അത് മാർച്ച് മാസത്തെ ശമ്പളത്തിൽ എടുക്കരുത്. കാരണം വെച്ചാൽ മാർച്ച് മാസത്തിൽ എടുക്കുന്നത് ഇയർ മാറില്ല, അടുത്ത ഏപ്രിൽ പുതിയ ഫിനാൻഷ്യൽ ആയില്ല. അപ്പോൾ ആ ഇയറിൽ എടുക്കുന്ന സാലറി വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ബോണസിന്റെ കാര്യത്തിലും എക്സ്ഗ്രേഷന്റെ കാര്യത്തിലും എപ്പോഴും അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ഇൻകമായി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ വർഷം ഡിക്ലെയർ ചെയ്ത് അടുത്ത വർഷം കിട്ടുന്നെങ്കിൽ അടുത്ത വർഷത്തിലാണ് നമ്മൾ അത് ഇൻകമായി എടുക്കേണ്ടത്. ഓക്കെ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അല്ലേ? ഓക്കെ, അപ്പോൾ അലവൻസസ് എന്താണെന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച എക്സാം ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ട് അലവൻസസ് വെച്ച് വേറെ എന്ത് ക്വസ്റ്റൻ വന്നാലും നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ബാക്കി ഫുള്ളി ടാക്സബിൾ ആയിട്ട് അലവൻസ്. അപ്പോൾ എന്താണ് കിട്ടിയ എമൗണ്ട് ഫുള്ളി ടാക്സബിൾ. നമ്മൾ 2 ക്വസ്റ്റൻ ചെയ്തപ്പോൾ അത് നമുക്ക് 2 എന്താണ് ഒന്ന് ലഞ്ച് അലവൻസ്, മെഡിക്കൽ അലവൻസ്, അത് എന്റർടൈൻമെന്റ് അലവൻസ്, അതൊക്കെ നമുക്ക് ഫുള്ളി ടാക്സബിൾ ആയിട്ടാണ് ഇനിഷ്യൽ എടുത്തത്. എന്റർടൈൻമെന്റ് അലവൻസ് പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് റിഡക്ഷൻ കിട്ടും. അത് മാറ്റി വെച്ചാൽ വേറെ ഒരു കാര്യം ചെയ്യാനില്ല. അപ്പോൾ ലഞ്ച് അലവൻസ് അതുപോലെ മെഡിക്കൽ അലവൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ വെറും കമ്പ്യൂട്ടേഷൻ അലവൻസ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ടാക്സബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലേക്ക് പോകും. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഇട്ടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടോ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അലവൻസ് ആയിട്ട് പെർസിസ്റ്റ് ലാസ്റ്റ് കവർ ചെയ്യാം. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇത് പഠിക്കുക? ഒന്ന് PF പ്രൊവിഡന്റ് ഫണ്ട്, രണ്ടാമത് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ് അല്ലെങ്കിൽ ലീവ് സാലറി, അതുപോലെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, പിന്നെ അതുപോലെ VRS വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം. അപ്പോൾ ഈ 6 തരത്തിലുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ് ഒരു എംപ്ലോയിക്ക് കിട്ടാവുന്ന, അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടാവുന്നതായിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് എല്ലാത്തിനും എക്സംഷൻ ഉണ്ട്. എല്ലാത്തിനും ഫുള്ളി എക്സംപ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്. നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇപ്പോൾ PF എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമുക്ക് ഒരു ലംസം എമൗണ്ട് കിട്ടും. ലംസം എമൗണ്ട് വലിയ എമൗണ്ട്, ഒറ്റ ഒരു തുകയായിട്ട് ഒരു വലിയ എമൗണ്ട് കിട്ടും. അപ്പോൾ 25 വർഷം 30 വർഷം 40 വർഷം 45 വർഷമൊക്കെ സർവീസിൽ നിന്നിട്ട് ഓക്കെ അവർ അവിടെ ഇറങ്ങുമ്പോൾ കമ്പനിയിൽ ഇറങ്ങുമ്പോൾ ഈ PF എന്ന് പറഞ്ഞാൽ PF അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി പോലുള്ള എമൗണ്ടുകൾ കിട്ടുമ്പോൾ 30 40 50 ലക്ഷം രൂപ ഒറ്റയ്ക്ക് കയ്യിൽ വരും. മനസ്സിലായോ? അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് അതിനുള്ള എക്സംഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടയർമെന്റ് സമയത്താണ് ഇത് ഉണ്ടാവുക. മിക്കവാറും ചില കേസുകൾ അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് പഠിക്കാം എങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ റിട്ടയർ ആകും ഒരു കാര്യം എല്ലാ തരം റിട്ടയർമെന്റ് ബെനിഫിറ്റ് അതായത് PF ലും ഗ്രാറ്റുവിറ്റിയിലും പെൻഷനിലും ലീവ് എൻകാഷ്മെന്റിലും അതുപോലെ VRS റിട്രെഞ്ച്മെന്റ് ഈ കേസുകൾ എല്ലാത്തിലും ഒരു എമൗണ്ട് എക്സംഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലും എന്തെങ്കിലും എക്സംഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 30 ലക്ഷം PF മെച്ചൂർ ആയിട്ട് കിട്ടി. ആ 30 ലക്ഷത്തിന് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അതായത് 30 ലക്ഷം അയാളുടെ ഇൻകത്തിലേക്ക് ആഡ് ആവശ്യമില്ല, സാലറി ഇൻകത്തിലേക്ക് ആഡ് ആവശ്യമില്ല. കാരണം അത് കുറേ എക്സംഷൻ ഉണ്ട്. ഗ്രാറ്റുവിറ്റി അങ്ങനെയാണ്, പെൻഷൻ അങ്ങനെയാണ്, ലീവ് സാലറി ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനും എക്സംഷൻ കൊടുക്കുന്നതിന്റെ പിന്നെ ഉദ്ദേശം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരാൾ എപ്പോഴാണ് റിട്ടയർ ആവുന്നത്? സാധാരണഗതിയിൽ ഒരാൾ റിട്ടയർ ആണ് അയാൾക്ക് ഏജ് ആവുകയാണ് അല്ലേ? അയാൾക്ക് നിശ്ചിത പ്രായം കഴിയുമ്പോഴായിരിക്കും അയാൾ റിട്ടയർ ആകുക. അപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് എന്തില്ല, ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല അല്ലേ? റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാവില്ല. ശരിയാണല്ലോ? പക്ഷേ റിട്ടയർ ആയി എന്ന് വെച്ചാൽ ജീവിതം അവസാനിച്ചോ? ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് എംപ്ലോയീസ് റിട്ടയർ ചെയ്യുന്ന 56 വയസ്സ് 58 വയസ്സൊക്കെ മാക്സിമം 58 വയസ്സ് ജീവിതം എടുക്കല്ലേ? എല്ലാ ആൾക്കാരും 58 വയസ്സ് റിട്ടയർ കിട്ടുന്ന നിൽക്കില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ 5 10 20 30 വർഷം അവർക്ക് വീണ്ടും അല്ലെങ്കിൽ അതിലധികം വർഷം വീണ്ടും ജീവിക്കേണ്ടി വരും അല്ലേ? ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? പൈസ വേണം. ഇവർക്കാണെങ്കിൽ എന്താ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ? സോഴ്സ് ഓഫ് ഇൻകം ഇല്ല അല്ലേ? കാരണം അവരെ ജോലി അവസാനിപ്പിച്ച് അവർ റിട്ടയർ ചെയ്തു അല്ലേ? ഞാൻ ജോലിക്കൊന്നും പോലെ വീട്ടിലിരിക്കാൻ പോകും. ഓക്കെ, ഞാൻ ജനറൽ കാര്യം പറയുന്നത് എല്ലാവരും കുറിച്ച് പറയില്ല, നോർമലി അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഈ റിട്ടയർമെന്റിന്റെ സമയത്ത് ഇയാൾക്ക് കിട്ടുന്ന ഈ ലംസം എമൗണ്ട്, ഈ വലിയ എമൗണ്ട് അല്ലേ? ഈ വലിയ എമൗണ്ട് ഇയാൾ എന്തെങ്കിലും ചെയ്യാം. ഒരു സെൻസിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ എന്താ ചെയ്യുക? അയാൾ ഭാവിയിൽ ഇയാൾക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ഇൻകം, ഞാൻ പറഞ്ഞല്ലോ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് എന്തില്ല, ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനുള്ള ചിലപ്പോൾ ആരോഗ്യം ചിലപ്പോൾ ഇയാൾക്ക് ഉണ്ടാവില്ല. ഇയാൾക്ക് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാൻ പറ്റുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ വീട്ടിൽ നിന്നിട്ട് പൈസ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം വിചാരിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്താ? ബാങ്കിൽ കൊണ്ടിട്ട് ഈ പൈസ ഇപ്പോൾ വലിയ എമൗണ്ട് പൈസ കിട്ടില്ല, ഈ പൈസ കൊണ്ടിട്ട് ബാങ്കിൽ കൊണ്ടിട്ട് FD ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്നിട്ടും ഇയാൾക്ക് എല്ലാ വർഷം വരെ എല്ലാ മാസം ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരു ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പൈസ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. 56 വയസ്സ് പറഞ്ഞാൽ അത്ര വലിയ പ്രായമല്ലോ. ആൾക്കാരുടെ പ്രായമല്ലോ, നല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും പൂർണ്ണതയിൽ നിൽക്കുന്ന പ്രായമാണ് 40 വയസ്സ് മുതൽ 60 65 70 വയസ്സ് വരെ പറഞ്ഞാൽ ബുദ്ധിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടപ്പടയിൽ നിൽക്കാൻ പറ്റുന്ന പ്രായമാണ് അതൊക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ പൈസ എങ്ങനെ ഉപയോഗിക്കാം?
അപ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രസക്തി, ഈ എക്സംഷൻ കൊടുക്കുന്നതിന്റെ പ്രസക്തി. എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലും എക്സംഷൻ ഉണ്ടാകുന്ന പ്രസക്തി എന്നതാണ്. അതായത് ഇപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ്, ഇയാളുടെ കയ്യിലുള്ള മൂലധനം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്ന ഈ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇയാളുടെ കയ്യിൽ മാക്സിമം എത്ര തുക ഉണ്ടാവും, ഇയാളുടെ കയ്യിൽ മാക്സിമം എത്ര തുക ഉണ്ടോ അത് അയാൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആകും. അല്ലെ, ഒരാൾക്ക് 30 ലക്ഷം ഇൻകം ഉണ്ട്, ആ 30 ലക്ഷത്തിൽ ഇത്ര രൂപ ടാക്സ് കൊടുക്കുന്ന കുറെ എമൗണ്ട് ആക്കിയിട്ട് 30 ലക്ഷത്തിൽ കുറെ എമൗണ്ട് ടാക്സ് കൊടുക്കുന്നത്. അല്ലെ, ഇപ്പോൾ 20% എഫക്റ്റീവ് ടാക്സ് എന്ന് വിചാരിക്കുക, 30 ലക്ഷത്തിന്റെ 20% 6 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് പോയില്ലേ, ബാക്കി 24 രൂപ ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെ, അപ്പോൾ 24 രൂപ ഇയാൾക്ക് എഫ്ഡി പറ്റുള്ളൂ, 24 രൂപ ഇയാൾക്ക് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 24 രൂപ ഇയാൾക്ക് വേറെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 24 രൂപ 24 ലക്ഷം 24 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും ഇയാൾക്ക്, അത് വെച്ച് ഇയാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ പരമാവധി എമൗണ്ട് ഇയാളുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇയാൾക്ക് ഈ റിട്ടയർമെന്റ് ലൈഫ് ഇയാൾ അനുഭവിക്കുന്ന സമയത്ത് അയാൾക്ക് മാക്സിമം റിട്ടേൺ കിട്ടും. അല്ലെങ്കിൽ റിട്ടേൺ കിട്ടും. റിട്ടേൺ മീൻസ് എന്താണ്, നമ്മൾ ബാങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻകം, നമ്മൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് മാസം എമൗണ്ട് ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടുക. അതിന് മൊത്തത്തിൽ പൊതുവെ പറയുന്നത് റിട്ടേൺ കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ കിട്ടാൻ ഫുൾ എമൗണ്ട് റിട്ടേൺ കിട്ടുന്നില്ല, അതിന് പ്രോഫിറ്റ് ഷെയർ കിട്ടുക. ബാങ്കിൽ എഫ്ഡി കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതാണ് എഫ്ഡി കിട്ടുന്ന റിട്ടേൺ. ഓക്കെ, നമ്മൾ ഒരു ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ ആദ്യം അതിൽ കിട്ടുന്ന നമുക്ക് അപ്രിസിയേഷൻ ഉണ്ടാവും, ഷെയറിന്റെ വാല്യൂ ഒരു അപ്രിസിയേഷൻ, അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടും, അതാണ് അതിൽ കിട്ടുന്ന റിട്ടേൺ. ഓക്കെ, റിട്ടേൺ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലംസം എമൗണ്ട് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് പരമാവധി ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ വയസ്സായ കാലത്ത് ഇയാൾക്ക് കിട്ടുന്ന ഇൻകം പരമാവധി വർദ്ധിപ്പിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സെൻസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലും എന്തെങ്കിലും ഒരു എക്സംഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലും എക്സംഷൻ ഉണ്ട്, ഏതെങ്കിലും തരത്തിൽ എക്സംഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിലും ഉണ്ട്, ഗ്രാറ്റുവിറ്റി ആണെങ്കിലും ഉണ്ട്, പെൻഷൻ ആണെങ്കിലും ഉണ്ട്, ലീവ് സാലറി ആണെങ്കിലും ഉണ്ട്, പിന്നെ റിട്ടയർമെന്റ് കോമ്പൻസേഷൻ ആണെങ്കിലും ഉണ്ട്, വിആർഎസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. എല്ലാ കേസുകളിലും കിട്ടുന്ന എമൗണ്ട് മൊത്തത്തിൽ ഇയാളുടെ ടാക്സ് ഇൻകമായി വരില്ല, ഇയാൾക്ക് എന്തെങ്കിലും തരത്തിൽ എക്സംഷൻ ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടുമ്പോൾ അതിന് എക്സംഷൻ കൊടുക്കുന്നത്. ഞാൻ റിസൾട്ട് ഞാൻ പറഞ്ഞത് ഇയാളുടെ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം നിലയ്ക്കാണ്, റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം അവസാനിക്കുകയാണ്. അപ്പോൾ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം അവസാനിക്കുന്നത് കൊണ്ടാണ് പരമാവധി പൈസ ഇയാളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾക്ക് മാക്സിമം എക്സംഷൻ കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇതിൽ പെർട്ടിക്കുലർ പെൻഷൻ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് പെൻഷൻ എന്നുള്ളത്. പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മന്ത്ലി കിട്ടുന്ന സംഭവമാണ്. അല്ലെ, പെൻഷൻ രണ്ട് രീതിയിലുണ്ട്. അതിൽ സാധാരണ നമുക്ക് അറിയാവുന്ന പെൻഷൻ എന്താ, നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അല്ലെ, അപ്പോൾ മന്ത്ലി റിട്ടയർ ആയ ഒരാൾക്ക് മന്ത്ലി പെൻഷൻ കിട്ടുന്നതാണ് അതിനകത്ത് എന്താ, ഇയാൾക്ക് റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെന്നാണ് അതിനകത്ത്. അല്ലെ, ഞാൻ മനസ്സിലായോ? അപ്പോൾ ഒരാൾ റിട്ടയർ ആയപ്പോൾ പിന്നെ എന്താ പറയാ, ഇപ്പോൾ സപ്പോസ് പ്രൈവറ്റ് സെക്ടറിൽ ആണെന്ന് ചോദിച്ചോ, പ്രൈവറ്റ് സെക്ടറിൽ ആൾക്ക് എന്തായാലും പെൻഷൻ കിട്ടാൻ പോകില്ല, അയാൾ കമ്പനി പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ റിട്ടയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇയാൾ ഇൻകം സോഴ്സ് വെച്ചു. ഞാൻ പക്ഷേ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലോ അയാൾ പെൻഷൻ കിട്ടുമ്പോൾ അയാൾ റിട്ടയർ ആകുമ്പോൾ അയാൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ശരിയല്ലേ? അപ്പോൾ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം എക്സംഷൻ ഇല്ല. നമ്മൾ വഴിയെ മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സംഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇല്ലേ? അപ്പോൾ ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ എക്സംഷൻ കൊടുക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിട്ടയർ ആകുമ്പോൾ ഇയാൾ എന്താണ്, ഇയാൾ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാതാകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലിക്വിഡിറ്റി അയാൾ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, മാക്സിമം പൈസ അയാൾ കയ്യിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻകം ടാക്സ് എക്സംഷൻ കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പ്രൊവിഡന്റ് ഫണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് ആദ്യം നമ്മൾ നോക്കണല്ലോ. എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്? അപ്പോൾ ഈ നമുക്ക് പറയുന്ന പഠിക്കാൻ പോകുന്ന 6 എന്താ പറയാ റിട്ടയർമെന്റ് ബെനിഫിറ്റിനും 6 സ്വഭാവമാണ്, വ്യത്യസ്ത രീതിയിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഓക്കെ, ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വിചാരിച്ചോ, നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. അല്ലെ, പൈസ ഡെപ്പോസിറ്റ്, ആ പൈസ ഉണ്ടാകും, അത് ബാങ്കിൽ എടുക്കണം. ആ കിടക്കുന്ന പൈസയിൽ എന്ത് വരും, ഇൻട്രസ്റ്റ് ആകും. ശരി, നമ്മുടെ അക്കൗണ്ടിൽ പൈസ എടുക്കുന്നതനുസരിച്ച് ആ പൈസ ഒരു ബാങ്കിന്റെ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് ആ വരുന്ന പൈസയിൽ ഈ ഇൻട്രസ്റ്റ് വരും. ഈ പൈസ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും, കാരണം നമ്മുടെ പൈസ നമ്മൾ ഇട്ടതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു PF അക്കൗണ്ട് ഉണ്ടാവും. PF അക്കൗണ്ട്, ഈ PF അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ബാങ്കിലെ അക്കൗണ്ട് എന്നല്ല. PF അക്കൗണ്ട് എന്ന് പറയുമ്പോൾ PF കമ്മീഷന്റെ അടുത്ത് ഓരോ PF പാർട്ടിസിപ്പന്റും മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ്. എന്താണ് PF കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ റെഗുലേറ്ററി ബോഡിയാണ് ഇതിന്റെ PFന്റെ. അപ്പോൾ PF കമ്മീഷന്റെ അടുത്താണ് നമ്മുടെ ഒരു എന്തുണ്ടാവുക, അക്കൗണ്ട് ഉണ്ടാവുക. ആ അക്കൗണ്ടിലാണ് നമ്മുടെ പൈസ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. എങ്ങനെ സൂക്ഷിച്ച് വെക്കാന്ന് പറയുന്നത്, ഇപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗ്രോസ് ബേസിക് സാലറി നിന്ന് നമ്മളുടെ ഒരു എമൗണ്ട് പിടിച്ചു വെക്കും. നമ്മൾ PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസും PF ഉണ്ടായിക്കോളും നിർബന്ധമില്ല. PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഒരു നിർബന്ധമില്ല, സാലറി ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഒരു വിഭാഗം, അപ്പോൾ അതൊക്കെ PF ആക്ട് ആണ്. PF ആക്ട് പഠിക്കും. PF ആക്ട് പ്രകാരമാണ് ആരൊക്കെയാണ് PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട്. അങ്ങനെ PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ, ശ്രദ്ധിക്കണേ, PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ ഇയാളുടെ എംപ്ലോയർ ഇയാൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ, ഓക്കെ, ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക, ഒരു ഫിക്സഡ് എമൗണ്ട് ഇയാളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വെക്കുന്ന സെൻസ് അയാൾക്ക് കൊടുക്കുക. എന്നിട്ട് ആർക്ക് കൊടുക്കുക, അത് നേരെ PF അക്കൗണ്ടിലേക്ക് ഇടുക. ആരുടെ PF അക്കൗണ്ടിലേക്ക്, എംപ്ലോയിയുടെ PF അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരിക്കലും ഇപ്പോൾ ഞാൻ എംപ്ലോയി വിചാരിച്ചോ, ഞാൻ എംപ്ലോയി ആണെങ്കിൽ ഞാൻ PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഞാൻ PF പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ടല്ല എൻ്റെ PF അക്കൗണ്ട് പൈസ ഇടുക. ഞാൻ എൻ്റെ PF അക്കൗണ്ട് പൈസ ഇടല് ചെയ്യുക. പകരം എനിക്ക് ശമ്പളം തരുമ്പോൾ എൻ്റെ എംപ്ലോയർ ചെയ്യും, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് കൊണ്ടിട്ട് PF അക്കൗണ്ട് ഇടും. സപ്പോസ് എന്താണ്, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു 50,000 റുപ്പീസ് ആണ് എൻ്റെ ബേസിക് സാലറി വിചാരിച്ചോ. പക്ഷേ പിന്നെ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ 5,000 രൂപ വിചാരിച്ചോ. ഇത് കുറച്ച് ബാലൻസ് എത്ര കിട്ടുള്ളൂ, 45,000 തരുമായിരിക്കും. അതാണ് നെറ്റ് ബേസിക് എന്ന് പറഞ്ഞത്. നെറ്റ് ബേസിക് എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ 45,000 ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ സാലറി 45,000 അല്ല, 5,000 രൂപ കൂടി ഈ 5,000 രൂപയ്ക്ക് നഷ്ടമായിട്ടില്ല. ഈ 5,000 രൂപ PF അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ സേവിങ്സ് പോലെയാണ്. നമുക്ക് എന്ത്, നമുക്ക് കുടിക്കാൻ പൈസ ഇല്ലേ, അതുപോലെ തന്നെ PF. നമുക്ക് ചെറുതൊക്കെ നമുക്ക് 100 കിട്ടി, നമ്മൾ 20 രൂപ കുടിക്കാൻ വിചാരിച്ചു. നമ്മൾ അങ്ങനെ തീരുമാനിച്ചു, കിട്ടുന്ന എല്ലാ പൈസ 20% കുടിക്കാൻ. അങ്ങനെ വിചാരിച്ചാൽ മതി. അതേപോലെ സംഭവം PF, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ 1% എന്ത് ചെയ്യും, കൊണ്ടിട്ട് PF അക്കൗണ്ട് ഇടും. ഇതെപ്പോൾ കിട്ടുക, റിട്ടയർമെന്റിന്റെ സമയത്ത് എല്ലാം കൂടി വലിയ ഓരോ മാസം ഇങ്ങനെ ഒരു 5,000 രൂപ ഇട്ടിട്ട് ഓരോ മാസത്തിലാണ് ഒരു 1,000 രൂപ വെച്ചിട്ട് വിചാരിച്ചു. 1,000 രൂപ വെച്ചിട്ട് ഒരു എല്ലാ മാസം ഒരു വർഷം 12,000, അങ്ങനെ ഒരു 10-40 വർഷം കഴിഞ്ഞാലോ 5-6 ലക്ഷം രൂപ അത്. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഞങ്ങളുടെ സേവിങ്സ് പോലെ സംഭവം PF എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ PF എന്താ ചെയ്യുക, ഇത് ശ്രദ്ധിക്കുന്ന കാര്യം, ഞാൻ പോയിട്ടല്ല, ആസ് എൻ എംപ്ലോയി ഞാൻ പോയിട്ടല്ല ഇത് PF അക്കൗണ്ടിലേക്ക് ഇടുക. എൻ്റെ പേരിലുള്ള PF അക്കൗണ്ടാണ്. പക്ഷേ എൻ്റെ പേരിലുള്ള PF അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത് ഞാനില്ല, ആരുടെ, എൻ്റെ എംപ്ലോയർ ആണ് ഇടുക. കാരണം PF ആക്ട് പ്രകാരം PF അക്കൗണ്ടിലേക്ക് ഇടുന്നത് എംപ്ലോയീസ് അല്ല, എംപ്ലോയർ ആണ്. അപ്പോൾ അതിന്റെ
വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയില്ല. ഓക്കെ, അതിന് ഡീറ്റെയിലേക്ക് ഞാൻ പോയില്ല. അതായത് എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എംപ്ലോയർ എന്താ ചെയ്യുക? എനിക്ക് ശമ്പളം 50,000 തന്നിട്ട് പിന്നെ ബാസിലെ 5,000 തിരിച്ചതാ പി എഫ് അക്കൗണ്ട് പൈസ അല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ലോ. എനിക്ക് തരുമ്പോൾ 50,000 തണ്ട, ബാക്കി 45 തന്നാൽ മതി അല്ലേ? അപ്പോൾ 45,000 എനിക്ക് തരുള്ളൂ, 5,000 ഡിഡക്ട് ചെയ്യും. ആ ഡിഡക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നേരെ കൊണ്ടിട്ട് പി എഫ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പോൾ എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ഇടും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്റെ പി എഫ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കുക, എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ആദ്യം ആരാണ് എന്റെ കോൺട്രിബ്യൂഷൻ, അതാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അതായത് എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്ത എമൗണ്ട് ആണ് 5,000 കൊണ്ടിട്ട് എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ഇടും. അതായത് ഞാൻ തന്നെ പി എഫ് അക്കൗണ്ടിൽ ഇടുന്ന എമൗണ്ട് അല്ലേ അത്, പക്ഷേ ഞാൻ കൊണ്ടുപോയിട്ടില്ലെന്നുള്ളൂ, എന്റെ എംപ്ലോയർ കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ എന്റെ പൈസ എന്നുള്ളത് കൊണ്ടിട്ടത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ പറയാം. ഇനി അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞാൽ എന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക പിടിച്ചിട്ട് എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ഇടും ആര്? എന്റെ എംപ്ലോയർ. അതോടൊപ്പം എന്റെ എംപ്ലോയറും എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എംപ്ലോയർ ഓൾറെഡി എനിക്ക് 50,000 ശമ്പളം തരുന്നുണ്ട്, 50,000 രൂപ ഓൾറെഡി എനിക്ക് ശമ്പളം തരുന്നുണ്ട് ആള് എംപ്ലോയർ, ശരിയല്ലേ? അതിന് പുറമെ എന്തുകൂടി ചെയ്യണം? എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് കൂടി ഡെപ്പോസിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പി എഫ് അക്കൗണ്ടിലുള്ള പൈസ എനിക്ക് എപ്പോൾ കിട്ടും? ഞാൻ റിട്ടയർ ആകുമ്പോൾ കിട്ടും. ഞാൻ മനസ്സിലായോ? ഞാൻ റിട്ടയർ ആകുമ്പോൾ ഈ പി എഫ് അക്കൗണ്ടിലെ മൊത്തം പൈസ എനിക്കുള്ളതാ. മനസ്സിലായോ? ഈ പി എഫ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ വന്നത്? ഞാൻ മാത്രം പൈസ അല്ല, അപ്പം എന്റെ കുട്ടികൾ ഞാൻ മാത്രമല്ല പൈസ എടുക്കുന്നത്, വേറെ ഒരാൾ കൂടി വന്നിട്ട് എന്റെ കുട്ടികൾ പൈസ ഉണ്ട് വിചാരിച്ചോ. ശരി, നമ്മൾ കൊടുക്കുക ഞാൻ പൈസ എടുക്കുക, നമ്മൾ സ്ഥിരമായിട്ട് ഇടും. ചിലപ്പോൾ നമ്മുടെ പാരൻസ് ചെയ്യും, നമ്മൾ സ്നേഹം ആൾക്കാരല്ലോ, അവർ കൊണ്ടിട്ട് എന്ത് ചെയ്യും? കുറച്ച് പൈസ എടുക്കും അല്ലേ? അപ്പോൾ അത് റെഗുലർ നേച്ചറിൽ നിന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇടുമ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ പാരൻസ് കൊണ്ടിട്ട് നമ്മൾ പ്രോത്സാഹനത്തിന് വേണ്ടി സപ്പോസ്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പി എഫ് അക്കൗണ്ടിലേക്ക് എംപ്ലോയി മാത്രമല്ല പൈസ ഇടുക. അതായത് ഒരു ഞാനാണ് എംപ്ലോയി, എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ഞാൻ മാത്രമല്ല ഇടുന്നത്, എന്റെ എംപ്ലോയർ കൂടി ഇടാം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ? എനിക്ക് മാസം തരുന്ന 50,000 രൂപ ശമ്പളത്തിന് പുറമെ എനിക്ക് സപ്പോസ് 5,000 രൂപ കൂടി എനിക്ക് താഴെ തരുന്നത് എംപ്ലോയർ തരുന്നത്. ശരി, എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി 50,000 പ്ലസ് 5,000 55,000 ആണ് എനിക്ക് ശമ്പളം തരുന്നത്. ശരി, അപ്പോൾ നമ്മൾ സാലറിയിൽ ഇത് പഠിക്കുന്നത് കൊണ്ടാ ഈ 5,000 രൂപ എക്സ്ട്രാ തരുന്നല്ലേ? ഈ ബേസിക് സാലറിയിൽ പി എഫ് ഉണ്ടോ? പി എഫ് ഇല്ല അല്ലെ? ബേസിക് സാലറിയിൽ എംപ്ലോയറുടെ പി എഫ് കോൺട്രിബ്യൂഷൻ ആയിട്ട് എമൗണ്ട് ബേസിക് സാലറി പെട്ടിട്ടില്ല. കാരണം ബേസിക് സാലറി പ്യൂർ സാലറിയാണ്. അപ്പോൾ എനിക്ക് തരുന്ന ബേസിക് സാലറി 50,000, അതിന്റെ കൂടെ അലവൻസ് ഒക്കെ ഉണ്ടാകും. അതിന്റെ പുറമെ എന്ത്? എന്റെ പി എഫ് അക്കൗണ്ടിലേക്ക് ഇയാൾ കൊണ്ട് പൈസ ഇടും. ഇത് അൾട്ടിമേറ്റ് എനിക്ക് എടുക്കുന്നത് അത് അഡീഷണൽ ഇൻകം ആണ് എനിക്ക് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് സാലറി പഠിക്കുന്നത്. അപ്പോൾ അതെന്താണ്? സാലറി ആയിട്ട് എടുക്കേണ്ടേ, എടുക്കുമ്പോൾ എത്ര എക്സംഷൻ കിട്ടും, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാകും, എന്തുണ്ടാകും? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും ഈ പി എഫ് അക്കൗണ്ടിലേക്ക്. ഇനി നമുക്കറിയാലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ എപ്പോഴും ഇൻട്രസ്റ്റ് വരില്ലേ? അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ആദ്യം എംപ്ലോയി കോൺട്രിബ്യൂഷൻ, അതോടൊപ്പം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, പിന്നെ എന്താണ് വർഷങ്ങൾ അല്ലെങ്കിൽ എത്രയാണോ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്ത് നോക്കുക, ഒരു മാസം 4,000 രൂപ വെച്ചിട്ട് ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒരു 4,000 രൂപ വെച്ചിട്ട് 4,000 വെച്ചിട്ട് നമ്മുടെ ശമ്പളത്തിൽ പിടിക്കുന്നത് വിചാരിച്ചോ. ഓക്കെ, ഞാൻ നമുക്ക് അസംഷൻ കാണിക്കാം. ഇപ്പോൾ 4,000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു? 4,000 രൂപ വെച്ചിട്ട് എന്റെ ശമ്പളത്തിൽ പിടിച്ചു. ഓക്കെ, അത് പി എഫ് അക്കൗണ്ടിൽ കിട്ടും. എന്നിട്ട് എംപ്ലോയറും 4,000 കിട്ടും. ഓക്കെ, 8,000 രൂപയിലെ ഇങ്ങനെ 12 മാസം കഴിയുമ്പോൾ എത്രയും 96,000. സപ്പോസ് 8% ഇൻട്രസ്റ്റ് വിചാരിച്ചോ. അപ്പോൾ 8% ഇൻട്രസ്റ്റ് കൂടി വരുമ്പോൾ 1,03,680. അപ്പോൾ 1,03,680 ഒരു വർഷത്തിൽ എന്റെ പി എഫ് അക്കൗണ്ടിൽ കിട്ടും. മനസ്സിലായോ? ഇൻഡു ഒരു 40 വർഷം നമ്മൾ എംപ്ലോയി വർക്ക് ചെയ്തെങ്കിലോ എത്ര എമൗണ്ടായി ഇതിന്റെ കാര്യം ഇൻട്രസ്റ്റ് നമ്മൾ ശരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇൻട്രസ്റ്റ് നോക്കുക. ഇപ്പോൾ ലാസ്റ്റത്തെ വർഷത്തിൽ പിന്നെ ഒരു 40 ലക്ഷം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ആ വർഷത്തിൽ നമ്മൾ ഇട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് നോക്കുക. അതുവരെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇൻട്രസ്റ്റ് നോക്കുക. എന്ന് പറഞ്ഞാൽ 40 ലക്ഷം ഉണ്ടെങ്കിൽ 40 ലക്ഷത്തിന്റെ 8% അതിനെ അത്യാവശ്യം അല്ലെ? 40 ലക്ഷം 4 ലക്ഷം അല്ല 3,20,000 ഇൻട്രസ്റ്റ് മാത്രം വർഷത്തിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ പി എഫ് എമൗണ്ട് ലംസം എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 30-40 വർഷം കഴിഞ്ഞിട്ട് അത്ര കാലം ജോലി ചെയ്തിട്ട് ഒരു കാര്യം നിങ്ങൾ വെച്ചിട്ട് എന്താണ് നീ നാട്ടാണ് ഇവന് ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? ഇവന് റിട്ടയർ ചെയ്യാൻ പോകില്ല. അപ്പോൾ ചേട്ടാ എത്ര കാലം ജോലി തുടങ്ങിയിട്ട്? അപ്പോൾ ഒരു 30 വർഷം. അപ്പോൾ ഒരു മാസം 5,000 എന്നൊക്കെ നോക്കി അയാൾ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകണ്ട. 5,000 ഇപ്പോഴാണ് ഇയാൾ 40 വർഷം ജോലി തുടങ്ങി തന്നെ അന്നത്തെ ശമ്പളം ഇയാൾ ശമ്പളം 1,000 രൂപ 20 രൂപ അല്ലെങ്കിൽ 200 രൂപ എന്നിട്ട് തുടങ്ങിയിട്ടാകുക. പിന്നീട് കൂടുക. അപ്പോൾ അത് നിങ്ങൾ പുറത്തെ കളിക്കാൻ പോയിട്ട് ആവശ്യം കാണിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ സാധാരണ എൻ്റെ അനുഭവത്തിൽ എന്താണ് പി എഫ് ആയിട്ട് ഒരു 30-40 ലക്ഷം രൂപ സാധാരണ ഒരു ഇടത്തരം ഗവൺമെന്റ് എംപ്ലോയിസിന് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സോ അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ആ ലെവലൊക്കെ ശമ്പളം കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 വർഷം അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 30-40 ലക്ഷം പി എഫ് കിട്ടും റിട്ടയർമെന്റ് സമയത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് എന്നിട്ട് ഇതൊക്കെ കൂടി എന്ത് ചെയ്യും? ലംസം എമൗണ്ട് ഓൺ റിട്ടയർമെന്റ്. കണ്ടോ? ഓക്കെ, ലംസം എമൗണ്ട് ഓൺ റിട്ടയർമെന്റ്, അതായത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലംസം എമൗണ്ട് ഫുൾ എമൗണ്ട് ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് പി എഫിന്റെ ഒരു നേച്ചർ. ഇതാണ് പി എഫ് എന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇതിന്റെ ടാക്സബിലിറ്റി ആണ് നമുക്ക് നോക്കാതെ. ഓക്കെ, അപ്പോൾ പറയാം ഒരു എംപ്ലോയിക്ക് ശമ്പളം കിട്ടുമ്പോൾ അയാളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക അയാളുടെ എംപ്ലോയർ ഡിഡക്ട് ചെയ്തിട്ട് ഇതേ എംപ്ലോയുടെ പേരിലുള്ള ഒരു പി എഫ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അതോടൊപ്പം എംപ്ലോയറും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യും. അപ്പോൾ അതാണ് അയാൾക്ക് കിട്ടുന്ന ഇൻകം അല്ലെ? അഡീഷണൽ ഇൻകം. മറ്റേ ഓൾറെഡി ഇയാളുടെ പൈസ കിട്ടുന്നതാണല്ലോ. നമ്മൾ ഗ്രോസ് എമൗണ്ട് ആണല്ലോ നമ്മൾ സാലറി ആയിട്ട് ഓൾറെഡി എടുത്തിട്ടുള്ളത് അല്ലെ? ആ ഗ്രോസ് എമൗണ്ടിൽ നിന്ന് ഒരു 5,000 എടുത്ത് പി എഫിലേക്ക് കിട്ടും അല്ലെ? അപ്പോൾ നമ്മുടെ പൈസ നമ്മൾ കൊണ്ടിട്ടാണ്. അപ്പോൾ അത് അഡീഷണൽ ഇൻകം പറയാൻ പറ്റില്ല. പക്ഷേ അതിന് വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് അഡീഷണൽ ഇൻകം. അതേപോലെ തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അതും അഡീഷണൽ ഇൻകം ആണ് അല്ലെ? അപ്പോൾ അതിന്റെ ടാക്സബിലിറ്റി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എംപ്ലോയർ കോൺട്രിബ്യൂഷന്റെയും ഇൻട്രസ്റ്റ് അതിൽ ക്രെഡിറ്റ് ആകുന്ന ഇൻട്രസ്റ്റിന്റെയും ടാക്സബിലിറ്റി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എംപ്ലോയും കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതും ഇൻട്രസ്റ്റ് വരും. ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് ഒക്കെ കൂടിയിട്ട് ഈ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാകും. അത് അവസാനത്തിൽ ഇയാൾ റിട്ടയർ ആകുന്ന സമയത്ത് ലംസം എമൗണ്ട് ആയിട്ട് ഇയാൾക്ക് അതൊക്കെ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇതിന്റെ ടാക്സബിലിറ്റി നമ്മൾ പഠിക്കുമ്പോൾ മൊത്തം പി എഫുകളെ നമ്മൾ എന്താ പറയുക 3 പി എഫ് ആണ് മെയിൻ. സാലറി നമ്മൾ ശരിക്കും 4 ടൈപ്പ് ഓഫ് പി എഫ് ഉണ്ട്. സാലറി നമ്മൾ പഠിക്കുമ്പോൾ 3 ടൈപ്പ് ഓഫ് പി എഫ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി പി എഫ്. ഈ സ്റ്റാറ്റ്യൂട്ടറി പി എഫ് എന്ന് പറഞ്ഞാൽ പി എഫ് ആക്ട് 1925 എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റൂളാണ്. ഇത് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉള്ള പി എഫിന്റെ നിയമങ്ങൾ പറയുന്ന ഒരു ആക്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പി എഫ്. അപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിന് ബാധകമാകുന്ന പി എഫ് ഏതാണെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റ്യൂട്ടറി പി എഫ് ആണ്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ഏതാണ്? 1925 പി എഫ് ആക്ട് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് റെക്കഗ്നൈസ്ഡ് പി എഫ്. റെക്കഗ്നൈസ്ഡ് പി എഫ് എന്ന് പറഞ്ഞാൽ സർക്കാർ എംപ്ലോയീസിനുള്ളതല്ല. ഈ പി എഫ് എന്ന് പറയുന്ന സാധനം സർക്കാർ എംപ്ലോയീസിന് മാത്രമല്ല, എല്ലാത്തരം എംപ്ലോയീസിനും ഇത് ബാധകമാണ്. ഒന്നാമത്തെ കാര്യം അതുകൂടി ഞാൻ പറയാം. ഈ പി എഫിന്റെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പി എഫ് പിന്നെ നിർബന്ധമാക്കുന്നത്? ചില സെക്ടറിലെ എംപ്ലോയീസിന് ഇത്ര ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് ഇവർക്ക് നിർബന്ധമാണ് പി എഫിൽ പാർട്ടിസിപ്പേറ്റ് നിർബന്ധം. എന്തുകൊണ്ടാണ് നിർബന്ധമാക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം 25,000 ശമ്പളം കിട്ടി വിചാരിച്ചു. 25,000 ശമ്പളം കിട്ടി നമ്മൾ 25,000 ചിലവാക്കും അല്ലെ? നമ്മൾ എത്ര സേവ് ചെയ്യാൻ വിചാരിച്ചാലും
ചിലപ്പോൾ അട്ടൊക്കെ സേവ് ചെയ്യും, പക്ഷേ പുള്ളി നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, എല്ലാ മാസങ്ങളും സേവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ട്രിപ്പ് പോകണം, ആ പൈസ കൊളാക്കും നല്ല ചിലവാക്കും. ഓക്കെ ശരിയല്ലേ? അപ്പോൾ സംഭവിച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക റിട്ടയർമെന്റ് സമയത്തൊക്കെ ആകുമ്പോൾ ഇന്നത്തെ നമുക്കൊരു പ്രായ സമയത്തൊക്കെ നമുക്കൊരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് നൽകേണ്ടത് ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണേ, ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ അവർ റിട്ടയർ ആകുന്ന ഏജിലും നല്ല പ്രായമാകുന്ന സമയത്തും അവർക്കൊരു നല്ലൊരു പൈസ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു റെഗുലർ ഇൻകം കിട്ടാൻ പാകത്തിലുള്ള തുക അവരുടെ കയ്യിലുണ്ടാകണം. മനസ്സിലായി? അതൊരു സോഷ്യൽ സംഭവമാണല്ലോ, ഒരു എന്താ പറയുക ക്ഷേമമാണ്, നാട്ടിൽ ക്ഷേമം ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ആൾക്കാരെ കൊണ്ട് നിർബന്ധമായിട്ടും പൈസ സേവ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് അല്ലേ? നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഫലമായിട്ട് വിളിച്ചുകൊണ്ടവർ, പക്ഷേ നമുക്ക് നഷ്ടമല്ല, നമുക്ക് ലാഭമാണ്, നമ്മൾ എത്ര വിചാരിച്ച് നമ്മൾ ചെയ്യാൻ നടക്കുക അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതാണ് പി എഫിന്റെ ഉദ്ദേശം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വിഭാഗം ആൾക്കാർക്ക് പി എഫ് നിർബന്ധമായിട്ടുള്ളത്. അത് ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമല്ല, ഗവൺമെന്റ് അല്ലാത്ത എംപ്ലോയീസിന് പി എഫ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ഞാൻ പറഞ്ഞല്ലോ പി എഫ് ഡിഡക്ട് ചെയ്യുന്നതാരാ? ഡിഡക്ട് ചെയ്യുന്ന എംപ്ലോയറാണ്. എംപ്ലോയീസ് ഡയറക്ട്ലി കൊണ്ടിട്ട് പി എഫ് അക്കൗണ്ടിൽ ചെയ്യുക, കമ്പനികളാണ് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പി എഫ് ഡിഡക്ട് ചെയ്യുന്നത്, എത്ര ശതമാനമാണ്, അതിനൊക്കെയാണ് എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പി എഫുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ഉള്ളതാണ് പി എഫ് ആക്ട് 1952, മറ്റേ 25 തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പി എഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ളതാണ്. റെക്കഗ്നൈസ്ഡ് പി എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈവറ്റ് സെക്ടറിൽ എംപ്ലോയീസ് ഉള്ളതാണ്. അത് ഗവൺമെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പി എഫ് അല്ല, പക്ഷേ അത് ഓൺ ഗവൺമെന്റ് റൂൾസ് ആണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അത് പ്രൈവറ്റ് പി എഫ് ആണ്. ഓക്കെ, പക്ഷേ അതെന്താണ് ഗവൺമെന്റ് റൂൾസ് പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പി എഫ് ആക്ട് 1952 അടിസ്ഥാനത്തിലാണ് ആ പി എഫ് വർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെക്കഗ്നൈസ് പറയാൻ കാരണം അതിന് നിയമ എന്താ പറയുക സാധുണ്ട്, അതിന്റെ നിയമ അടിസ്ഥാന ഒരു ബേസ് ഉണ്ട് അല്ലെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബേസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് റെക്കഗ്നൈസ്ഡ് പി എഫ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്ത പി എഫ് ഉണ്ട്, അതിനാണ് അൺറെക്കഗ്നൈസ്ഡ് പി എഫ്. അൺറെക്കഗ്നൈസ്ഡ് പി എഫ് ഈ നിക്ഷേപങ്ങൾ വഹിക്കുന്ന ബാങ്കുകളൊക്കെ ഉണ്ടാവും, അതുപോലത്തെ പരിപാടി. അതായത് അവിടെ പൈസ വാങ്ങുന്നു, പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ അവിടെ പൈസ വാങ്ങുന്നു, എംപ്ലോയർ പൈസ ഇൻട്രസ്റ്റ് ആവും, റിട്ടയർമെന്റ് ആവും, തിരിച്ചു കൊടുക്കും, അങ്ങനത്തെ സംഭവം. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് ഈ പൈസ റിട്ടയർ ആകുമ്പോഴല്ലേ ഈ പൈസ എടുക്കുള്ളൂ, അതൊരു പൈസ കിട്ടില്ലേ അല്ലേ? അപ്പോൾ ആ പൈസ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ വേറെ ബിസിനസ്സിൽ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് അതിന് കുറേ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ രീതി അതിനാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് തന്നെ പരിപാടി. ഓക്കെ, അതുപോലെ തട്ടിപ്പുണ്ട് ആവശ്യം. ഓക്കെ, അപ്പോൾ അതാണ് അൺറെക്കഗ്നൈസ്ഡ് പി എഫ്. അൺറെക്കഗ്നൈസ്ഡ് പി എഫ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഉള്ള അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബേസ് ഉള്ള പി എഫ് അല്ല, അതുകൊണ്ടാണ് അതിന് അൺറെക്കഗ്നൈസ്ഡ് പി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ ഒരു ഡയഗ്രാം കാണിച്ചപ്പോൾ ഇത് 4 എലമെന്റ്സ് ആണുള്ളത്. ഒന്ന് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി അതിലേക്ക് ഇടുന്ന പൈസ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശമ്പളത്തിൽ നമ്മൾ എടുത്തിരുന്നതാണ് അല്ലേ? അപ്പോൾ അതിന് പ്രത്യേകിച്ച് അതുകൊണ്ട് ഇൻകം പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മുടെ സാലറി നമ്മൾ 50,000 റുപ്പീസ് ശമ്പളമുള്ള ആൾ 5,000 രൂപ ഡിഡക്ട് ചെയ്തിട്ട് 40,000 നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി. പക്ഷേ നമ്മൾ സാലറി കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി എടുക്കുമ്പോൾ നെറ്റ് എടുക്കുക, നമ്മൾ ബേസിക് സാലറി നമ്മുടെ സാലറി കമ്പ്യൂട്ടേഷനിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ 50,000 ഓൾറെഡി നമ്മൾ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അതുകൊണ്ട് ടാക്സ് കടക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഈ 5,000 റുപ്പീസ് നമ്മൾ പി എഫ് അക്കൗണ്ടിൽ കിട്ടുന്നത് നമുക്ക് അവസാനത്തിൽ കിട്ടില്ല. അപ്പോൾ ആ കിട്ടിയ amount വീണ്ടും നമുക്ക് രണ്ടാമത് നമ്മുടെ മേലൊരു ഇൻകം ആയിട്ട് എടുക്കുന്നതിൽ അടിസ്ഥാന ഡബിൾ ഇൻകം ശരിയല്ല. അതുകൊണ്ട് എംപ്ലോയി കോൺട്രിബ്യൂഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്താ? ബേസിക് സാലറി പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ബേസിക് സാലറി ഇല്ലാത്തതുകൊണ്ട് ആ സംഭവം ടാക്സബിൾ ആയിട്ടില്ല, ടാക്സബിൾ ആയിട്ട് എടുത്തിട്ടില്ല അല്ലേ? എവിടെ ടാക്സബിൾ ആയിട്ട് എടുത്തില്ല, ബേസിക് സാലറി വന്നിട്ടില്ല, പിന്നെ അലവൻസ് പർച്ചേസ് ചെയ്യുന്നത് വരില്ല അല്ലേ? അപ്പോൾ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ പി എഫ് അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കയ്യിൽ കിട്ടുന്നെങ്കിലും ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവമല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എംപ്ലോയറിന് കിട്ടുന്ന മറ്റൊരു ഇൻകം ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ടാക്സബിൾ ആണ്. എങ്ങനെ ടാക്സബിൾ ആകും അത് നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്താണ്? പി എഫ് അക്കൗണ്ടിൽ വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണല്ലോ. ഇൻട്രസ്റ്റ് എന്തായാലും നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻകം, അതും ടാക്സബിൾ ആണ്. അപ്പോൾ എങ്ങനെ ടാക്സബിൾ? ഇതിലൊക്കെ ചില എക്സംഷൻസ് ഉണ്ട്, എന്താ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ എന്താ ലംസം എമൗണ്ട് റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് എന്താണ് ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് 4 എലമെന്റ്: എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ്. ഇത് പറഞ്ഞാൽ എന്താണ്? അതാത് വർഷങ്ങളിൽ ഉണ്ടാകുന്ന സംഭവമാണ്. ഓരോ വർഷത്തിലുള്ള മാസം ശരിക്കും എല്ലാ മാസം പി എഫ് ഇങ്ങനെ മാസത്തിലാണ് ശമ്പളം. അപ്പോൾ മാസം ചെയ്യണം പി എഫിലേക്ക് ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് കൊണ്ടിടണം, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് എന്താ ഒരു റെഗുലർ നേച്ചറുള്ള സംഭവമാണ്. ആദ്യത്തെ 3 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, അതായത് ഇൻട്രസ്റ്റ്. പക്ഷേ ലംസം എമൗണ്ടിലെ അവസാനം റിട്ടയർമെന്റ് സമയം 1 ടൈം ഫിനോമിന ആണ് ശരിയല്ല. ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകും. അതായത് ഇതിന്റെ ടാക്സബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞു ആലോചിച്ചു, അതായത് ഒരാളുടെ സാലറി നമ്മൾ കമ്പ്യൂട്ട് ഒരു വർഷത്തെ 2023-24 വർഷത്തിൽ ഒരാളുടെ സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, നോക്കാം 2023-24 വർഷത്തിൽ ഇയാളുടെ സാലറി നമ്മൾ കമ്പ്യൂട്ട്. നമ്മൾ നോക്കിയപ്പോൾ ബേസിക് സാലറി 50,000 × 12 അപ്പോൾ 6 ലക്ഷം. ഓക്കെ, ഇയാൾക്ക് ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ 1 ലക്ഷം എന്ന് വിചാരിച്ചോ. ഓക്കെ, പിന്നെ പെർക്യൂസിറ്റ് 1 ലക്ഷം എന്ന് വിചാരിച്ചോ. ഓക്കെ, പിന്നെ ഉള്ളത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പി എഫ്. ഇതും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇൻകം അല്ലേ? നിങ്ങൾ എംപ്ലോയർ ഇയാളുടെ പി എഫ് അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇയാൾക്ക് ബേസിക് സാലറി 50,000 കൊടുക്കുന്നുണ്ട്, പിന്നെ കുറേ അലവൻസുകൾ ഇയാൾ പൈസ കൊടുക്കുന്നുണ്ട്, പെർക്യൂസിറ്റ് ഇയാൾക്ക് അക്കോമഡേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എംപ്ലോയർ കൊടുക്കണം. ഇതിന് പുറമെ ഇയാളുടെ പി എഫ് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട് 3 രൂപ വെച്ചിട്ട്. അപ്പോൾ അതും ഒരു ബെനിഫിറ്റ് അല്ലേ? അതും ഒരു ഇൻകം അല്ലേ? അതൊരു ഇൻകം അല്ലേ? അപ്പോൾ അത് സപ്പോസ് ഒരു വർഷത്തിൽ ഇതേപോലെ 1,20,000 വിചാരിച്ചു. പക്ഷേ ഇത് എന്ത് കിട്ടും? കുറച്ച് എക്സംഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാണിച്ചാൽ 2023-24 ഇൻകം ഈ പി എഫ് നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് ഇതിന് പറയുന്നതെങ്കിലും ശ്രദ്ധിക്കണം, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് ഇതിന് പറയുന്നത്. റിട്ടയർമെന്റ് ആകുമ്പോൾ പൈസ ഇത്രയും വലിയ എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ എത്ര ടാക്സബിൾ ആകും, എക്സംപ്റ്റ് ആകും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ. പക്ഷേ അത് മാത്രമല്ല നമ്മൾ പറയുന്നത് പി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പി എഫിന്റെ സിസ്റ്റം എങ്ങനെയാണ്? ഓരോ മാസവും ശമ്പളം തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ മാസം ശമ്പളം തരുമ്പോൾ പി എഫ് ഡിഡക്ട് ചെയ്യും എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് ആ വർഷത്തിൽ തന്നെ ഇയാൾക്ക് കിട്ടണമല്ലോ, കൈ കിട്ടില്ലാന്നല്ലോ ഇയാൾ പി എഫ് അക്കൗണ്ടിലേക്ക് പോലെ. അപ്പോൾ ഒരു വർഷത്തിലെ ഒരു എംപ്ലോയിയുടെ പി എഫ് അക്കൗണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇൻകമാണ്. ആ വർഷത്തിൽ തന്നെ അയാൾ ഇൻകമായിട്ട് എടുത്തൂടെ? എന്തായാലും ഭാവിയിൽ ഇയാൾക്ക് കൈ കിട്ടുള്ളൂ. പക്ഷേ സംഭവം ഈ ഇൻകം കിട്ടിയല്ലോ, കയ്യിൽ കിട്ടുന്നത് 10-40 വർഷം കഴിഞ്ഞു. പക്ഷേ ഇയാൾക്ക് കിട്ടിയല്ലോ, ഇയാളുടെ പി എഫ് അക്കൗണ്ടിലേക്ക് എംപ്ലോയർ പൈസ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു, പിന്നെ ഈ പൈസ നമ്മൾ ഇഷ്ടമല്ലേ? ശരി, ആ പൈസ നമ്മളായല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ അതായത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർഷത്തിൽ തന്നെ ടാക്സബിൾ ആക്കും. പക്ഷേ അതിൽ കുറച്ച് എക്സംഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇത് വരുന്ന ഇൻട്രസ്റ്റും, അതായത് പി എഫ് അക്കൗണ്ടിൽ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് എന്താണ്? ആ വർഷത്തിൽ നമുക്ക് ഒരു വർഷത്തിൽ മൊത്തത്തിൽ ഇൻട്രസ്റ്റ് കിട്ടിയത് എന്ന് പറയുമ്പോൾ അത്രയും പൈസ നമ്മൾ പി എഫ് അക്കൗണ്ടിലേക്ക് ഒന്നും നൽകാത്തോ, അത്രയും പൈസ നമ്മൾ പി എഫ് അക്കൗണ്ടിൽ കിട്ടായി, അതായത് നമുക്ക് പൈസ കിട്ടിയെന്നർത്ഥം
ശരിയല്ലേ? അപ്പോൾ അതൊക്കെ അതാത് വർഷങ്ങളിൽ തന്നെ ടാക്സബിൾ ചെയ്യുക. അതല്ലാതെ ലംസം കിട്ടുന്ന സമയത്താണ് ടാക്സബിൾ ആവുന്നില്ല. അപ്പോൾ അത് ചിലത് അതാത് വർഷങ്ങളിൽ ടാക്സബിൾ ആവും, ചിലത് ലംസം കിട്ടുമ്പോൾ ടാക്സബിൾ ആവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ചെറിയ കണ്ടീഷൻ നമുക്കറിയാം, നോക്കി മനസ്സിലാവും എന്താ പറയുക ഉദ്ദേശം മനസ്സിലാവും. അതായത് സ്റ്റാറ്റ്യൂട്ടറി PF ഞാൻ 4 ഡിജിറ്റ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ്, ലംസം എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ഏതാണ്ട് എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ഏതാണ്ട് എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് ബെനിഫിറ്റ് ആണ്, വലിയ ബെനിഫിറ്റ്, ചെറിയ ബെനിഫിറ്റ് അല്ല, വലിയ ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയി പിന്നെ അയാൾ റിട്ടയർ 50 ലക്ഷം രൂപ PF അവസാനം കിട്ടി, 4 പൈസ ടാക്സ് കൊടുക്കണ്ട, ഫുള്ളി എക്സംപ്റ്റ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി PF സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എംപ്ലോയി കോൺട്രിബ്യൂഷന്റെ നമ്മൾ ഇൻകം, ഈ IFS ആണ് ഇൻകം സാലറി. ഇൻകം സാലറി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, കാരണം നമ്മൾ സ്വന്തം പൈസ അല്ലേ, നമ്മൾ സ്വന്തം പൈസ കൊണ്ട് ബാങ്ക് ഇട്ടു, എന്നിട്ട് ആ പൈസ തിരിച്ച് പിൻവലിക്കണം. അപ്പോൾ നമുക്ക് ഇൻകം ആവില്ലല്ലോ. ആദ്യം കിട്ടുമ്പോൾ നമ്മൾ ഇൻകം, പക്ഷേ നമ്മൾ പൈസ കൊണ്ട് ബാങ്ക് ഇട്ടു, ആ പൈസ പിൻവലിക്കുക, ഇൻകം ആവില്ലോ. അപ്പോൾ നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ അത് 3 കേസിൽ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇൻകം ഫ്രം സാലറി സ്റ്റേറ്റ്മെന്റിൽ എംപ്ലോയി കോൺട്രിബ്യൂഷനെ ഒരു തരത്തിൽ നമ്മൾ പരിഗണിക്കില്ല. ഇനി സ്റ്റാറ്റ്യൂട്ടറി PF ആണെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഫുള്ളി എക്സംപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ബേസിക് സാലറി ആയിട്ട് 10 ലക്ഷം കിട്ടി, അതിന്റെ കൂടെ PF കോൺട്രിബ്യൂഷൻ ആരുടെ, എംപ്ലോയർ, ഈ ആർന്നിട്ട് എംപ്ലോയർ കേട്ടോ, ഈ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു 2 ലക്ഷം ഉണ്ട്. അപ്പോൾ മൊത്തം 12 ലക്ഷമാണ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടിയത്. പക്ഷേ ഇത് എന്ത് ചെയ്യണ്ട, ഈ 2 ലക്ഷം എടുക്കേണ്ട, ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആകെ 10 ലക്ഷം മാത്രമേ ഇയാളുടെ പേരിൽ ഈ വർഷത്തിൽ ടാക്സബിൾ ഇൻകം ആയിട്ട് വരുന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി PF ഓരോ വർഷത്തിൽ ഇയാളുടെ PF അക്കൗണ്ടിലേക്ക് എംപ്ലോയർ ഇടുന്ന കോൺട്രിബ്യൂഷൻ ഒരു തരത്തിലും ടാക്സബിൾ അല്ല, ആ വർഷത്തിൽ അത് ടാക്സബിൾ ആകില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ PF അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റും എക്സംപ്റ്റ് ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ അതാത് വർഷങ്ങളിൽ കിട്ടുന്ന സമയത്ത് ടാക്സബിൾ എക്സംപ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇയാൾ റിട്ടയർ ആയിട്ട് അവസാനത്തിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് കിട്ടില്ലേ, ആ കിട്ടുന്ന സമയത്തും എക്സംപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം PF നിന്ന് കിട്ടുന്ന ഒന്നും ടാക്സബിൾ ആയില്ല, മൊത്തത്തിൽ എക്സംപ്റ്റ് ആണ്. റെക്കഗ്നൈസ്ഡ് PF ആണെങ്കിൽ ടാക്സബിൾ ആണ്, പക്ഷേ കുറച്ച് എക്സംപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കട്ടോ. അപ്പോൾ റെക്കഗ്നൈസ്ഡ് PF ഫുൾ നോക്കാം. റെക്കഗ്നൈസ്ഡ് PF ഒരാൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്തു, PF അയാളുണ്ട് റിട്ടയർ ആയപ്പോൾ അയാൾ 40 ലക്ഷം കിട്ടി വെച്ചോ. ഈ 40 ലക്ഷം കിട്ടുന്ന സമയത്ത് അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 40 ലക്ഷത്തിനും അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാർക്ക് പോയിന്റ് ഈ 40 ലക്ഷത്തിനും ഇയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓരോ വർഷങ്ങളിലും എംപ്ലോയർ ഇയാളുടെ PF അക്കൗണ്ടിലേക്ക് ഇടുന്ന പൈസ, ഓക്കെ, അതിന് അതാത് വർഷങ്ങളിൽ ടാക്സ് കൊടുക്കണം. ഓരോ വർഷങ്ങളിലും ഇയാളുടെ PF അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് അതാത് വർഷങ്ങളിൽ അതിന് ടാക്സ് കൊടുക്കണം. പക്ഷേ അതിൽ ഒരു എക്സംപ്ഷൻ ഉണ്ട്. ഞാൻ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഓരോ വർഷത്തിലും ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ആ കാര്യം പറഞ്ഞു, ബേസിക് എന്നാണ്. അതായത് ഇതിന് നമ്മൾ 2 തരത്തിൽ കാണണം. അല്ലെങ്കിൽ ഒന്നാമത്തെ എന്ത് ചെയ്യുക, ഓരോ വർഷങ്ങളിൽ എംപ്ലോയർ ചിന്തിക്കണം. ഞാൻ പറയുമ്പോൾ ഓരോ വർഷങ്ങളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന PF അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ, അപ്പോൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആറ് പൈസ കിട്ടും. നമ്മുടെ പൈസ അല്ലല്ലോ, നമുക്ക് പൈസ അല്ലോ, നമുക്ക് ആർക്കും എംപ്ലോയർ ആണ്. നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്ന പൈസ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ PF അക്കൗണ്ട് മാത്രം. അത് നമുക്ക് ആ വർഷത്തിൽ കിട്ടിയിട്ടുള്ള ഇൻകം അല്ലേ. അപ്പോൾ ആ വർഷത്തിൽ തന്നെ അതിന് ടാക്സ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം. അതല്ലാതെ ഇത് അവസാനത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്താണ് അതിന് ടാക്സ് എന്നല്ല. കയ്യിൽ കിട്ടുന്ന സമയത്ത് ടാക്സ് കൊടുക്കേണ്ട. അതിന്റെ കാരണം എന്താ, ഇത് നമ്മൾ PF അക്കൗണ്ടിലേക്ക് എംപ്ലോയർ ഇടുന്ന സമയത്ത് തന്നെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെയും PF-ലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും ലംസം എമൗണ്ട് കിട്ടുന്ന സമയത്ത് ടാക്സ് കൊടുക്കുമ്പോൾ ഡബിൾ ടാക്സേഷൻ ആവില്ലേ, ഒരേ സാധനത്തിൽ 2 ടാക്സ് ആവില്ല. അതുകൊണ്ട് ലംസം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇവിടെ ടാക്സ് ചെയ്യാതെ ഫുള്ളി എക്സംപ്റ്റ് ആണ്. പക്ഷേ ഓരോ വർഷങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന PF എമൗണ്ട് നമ്മൾ സാലറിയിൽ എടുക്കണം. പക്ഷേ അവിടെയും എക്സംപ്ഷൻ ഉണ്ട്. എന്താണ് എക്സംപ്ഷൻ? എക്സംപ്റ്റ് അപ് ടു 12% ഓഫ് സാലറി. ആ വർഷത്തിൽ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള സാലറിയുടെ 12% വരെയുള്ള എമൗണ്ട് എക്സംപ്റ്റ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ എടുക്കാം, ശ്രദ്ധിച്ചോളൂ. ഒരാളുടെ ഒരു വർഷത്തെ സാലറി 10 ലക്ഷം വെച്ചോ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു PF 1.5 ലക്ഷം വെച്ചോ. 1.5 ലക്ഷം. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ ഇയാളുടെ ടോട്ടൽ വേറെ ഒന്നുമില്ല, ഇയാളുടെ ടോട്ടൽ സാലറി, ടാക്സബിൾ സാലറി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സാലറി, ബേസിക് സാലറി കേട്ടോ, ബേസിക് സാലറി 10 ലക്ഷം. ഒന്ന്. രണ്ടാമത്തത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു PF എത്ര ഇയാൾക്ക് കിട്ടിയത്? 1,50,000 മൈനസ് എക്സംപ്റ്റ് എമൗണ്ട്. എത്ര എക്സംപ്റ്റ്? 12% ഓഫ് സാലറി എക്സംപ്റ്റ് ആണ്. അപ് ടു 12% സാലറി ആണ്. അതായത് 12% ഇൻറ്റു എത്ര, ഇയാളുടെ സാലറി 10 ലക്ഷം. അപ്പോൾ 1,20,000 രൂപ വരെ എമൗണ്ട് എക്സംപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബാക്കി 30,000 ടാക്സബിൾ ആവുള്ളൂ. അതായത് ഇയാളുടെ ടോട്ടൽ ഇൻകം ഫ്രം സാലറി ഗ്രോസ് എമൗണ്ട് എത്ര വരിക? 10,30,000 വരുള്ളൂ. പിന്നെ എന്താണ് ഡിഡക്ഷൻ കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷൻ ടാക്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഗ്രോസ് സാലറി എത്രയാണ്? 10,30,000 ആണ്. ശരിക്കും ഇയാൾക്ക് എത്ര കിട്ടിയത്? ശരിക്കും നോക്കുമ്പോൾ 10 ലക്ഷം, ഈ 1 ലക്ഷം 11,50,000 ഇയാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ അതെന്താ, 1 ലക്ഷം PF കിട്ടിയതിൽ 1,20,000 എക്സംപ്റ്റ് ആണ്. കാരണം 12% ഓഫ് സാലറി വരെ എക്സംപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു PF. ആരുടെ കേസാണ്? റെക്കഗ്നൈസ്ഡ് PF കേസാണ്. ഇനി അതിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടും ടാക്സബിൾ ആണ്. പക്ഷേ 9.5% വരെയുള്ള എമൗണ്ട് എക്സംപ്റ്റ് ആണ്. ഈ 9.5% ഓഫ് സാലറി അല്ല, ഇൻട്രസ്റ്റ് നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് ഈ PF സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ എമൗണ്ട് എന്താ, ആ PF അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 10 ലക്ഷം ഉണ്ട്, ആ 10 ലക്ഷത്തിനല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ PF അക്കൗണ്ടിൽ എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് കിടക്കുന്നത്, ആ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് എത്ര നമുക്കറിയാലോ. ഇപ്പോൾ സാധാരണ പ്രാക്ടീസ് റിയൽ കേസ് എന്താ സംഭവിച്ചാൽ PF-ൽ സ്റ്റാറ്റ്യൂട്ടറി PF ആണെങ്കിലും പിന്നെ റെക്കഗ്നൈസ്ഡ് PF ആണെങ്കിലും എത്ര % ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യും, ഇടയ്ക്ക് മാറ്റി ചെയ്യും. അപ്പോൾ ഇതിന്റെ അറിയപ്പെടുത്ത 8.5% 8.1% ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന എല്ലാ ഇൻട്രസ്റ്റും എക്സംപ്റ്റ് ആണ്. കാരണം എന്താ, 9% വരെയുള്ള ഇൻട്രസ്റ്റ് ഫുള്ളി എക്സംപ്റ്റ് ആണ്.
മനസ്സിലാവല്ലോ. അപ്പോൾ ഒരു വർഷത്തിൽ എന്റെ പി എഫ് അക്കൗണ്ടിൽ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ്, അക്രൂ ആകുന്ന ഡ്യൂ ആകാം, നമുക്ക് കിട്ടുക അല്ലെ, ഡ്യൂ ആകാം, അക്രൂ ആകാം. അപ്പോൾ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ്, ഒരു വർഷത്തിൽ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് ടോട്ടൽ ഒരു 9.5% താഴെയാണ്, 9% വരെയാണ് നമ്മുടെ പി എഫ് അക്കൗണ്ടിൽ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം സാധാരണ നമുക്ക് സേവിംഗ് ബാങ്കിലൊക്കെ FD കമ്മിറ്റ് കഴിഞ്ഞാൽ 8% 9% കിട്ടുക, പി എഫ് അത്ര കിട്ടുള്ളൂ. 15% ഇൻട്രസ്റ്റ് നമുക്ക് പി എഫ് കിട്ടില്ല. ഇനി അഥവാ 15% ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആദ്യത്തെ 9% എക്സംപ്റ്റ് ആണ്, ബാലൻസ് 15% ബാക്കി 5% ആണ് ടാക്സബിൾ ആയിട്ട് വരിക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ 9.5 മിക്കവാറും തെറ്റിക്കുന്ന സംഭവം തന്നെ, ഈ 9.5% ഓഫ് സാലറി ആണ് പോയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. 9.5% ഓഫ് ദി ബാലൻസ് എമൗണ്ട് ഇൻ ദ പി എഫ് അക്കൗണ്ട് ആണ്. മനസ്സിലായില്ലേ? അത്ര ക്വസ്റ്റ്യൻ എത്ര എമൗണ്ട് ഉള്ളതൊക്കെ. യെസ്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പി എഫ് സംബന്ധിച്ചിടത്തോളം എന്താണ്, അപ്പോൾ ലംസം എമൗണ്ട് കിട്ടുമ്പോൾ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി അടുത്ത നോക്ക്, അൺറെക്കഗ്നൈസ്ഡ് പി എഫ് ആണെങ്കിൽ, അൺറെക്കഗ്നൈസ്ഡ് പി എഫ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ക്രെഡിറ്റിനും ടാക്സബിലിറ്റി ഇല്ല, എക്സംപ്റ്റ് ആണ്. എക്സംപ്റ്റ് ആണ്. അതായത് ഓരോ വർഷത്തിലും ആ വർഷത്തിൽ ആ എംപ്ലോയിക്ക് വേണ്ടി അയാളുടെ എംപ്ലോയർ ഈ എംപ്ലോയുടെ പി എഫ് അക്കൗണ്ടിൽ തൊട്ടുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസക്ക് ടാക്സ് കൊടുക്കണം, ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി പി എഫ് അക്കൗണ്ടിൽ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതും എക്സംപ്റ്റ് ആണ്. പക്ഷേ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെ റെക്കഗ്നൈസ്ഡ് പി എഫ് ആണെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് എമൗണ്ടും ടാക്സബിൾ ആണ്, കുറച്ച് എക്സംപ്ഷൻ ആണെങ്കിലും ടാക്സബിൾ ആണ്. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് ഒരു നിയമപരമല്ലാത്ത ഇല്ലീഗൽ ആണ്, അതിനർത്ഥം സർക്കാരിന്റെ സപ്പോർട്ടുള്ള സാധനമല്ല, പ്രൈവറ്റ് ആണ്. അപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പി എഫിന് എന്താണ് ഈ 2 സാധനം എക്സംപ്റ്റ്. പക്ഷേ ഈ 2 സാധനം എക്സംപ്റ്റ് ആണേ ഉള്ളൂ. പക്ഷേ പകരം എന്താണ്, ലംസം എമൗണ്ട് കിട്ടുമ്പോൾ അത് ടാക്സബിൾ ആയിരിക്കും. മനസ്സിലായോ? ലംസം എമൗണ്ട് കിട്ടുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ റിട്ടയർ ആവുന്ന സമയത്ത് ഇയാൾക്ക് വലിയ എമൗണ്ട് കിട്ടുവേ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് പ്രാക്ടിക്കൽ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് പി എഫ് ഉള്ള ഒരാളാണെങ്കിൽ റിട്ടയർ ആകുമ്പോൾ വലിയ എമൗണ്ട് കിട്ടും, 50 ലക്ഷം കിട്ടിയോ, ആ 50 ലക്ഷം അയാൾ കയ്യിരിക്കും, കാരണം 50 ലക്ഷം എക്സംപ്റ്റ് ആണ്. മനസ്സിലായി? അപ്പോൾ ഓരോ വർഷത്തിലും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ 12% എക്സംപ്ഷൻ കിട്ടിയിട്ട് ബാക്കി ചെറിയ എമൗണ്ട് ആയിരിക്കും അയാൾക്ക് ടാക്സ് ഇൻകം വരിക, ടാക്സ് ഇൻകം വരാതെ വർഷങ്ങളിൽ. പക്ഷേ അതിന് ഗുണം ലംസമായിട്ട് കിട്ടുന്ന സമയത്ത് ടാക്സ് കൊടുക്കേണ്ട. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിലോ ഓരോ വർഷങ്ങളിൽ അയാൾക്ക് ടാക്സ് ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവസാനം കിട്ടുന്ന പൈസ വലിയ എമൗണ്ട് അല്ലേ, ആ വലിയ എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് പി എഫിന് ഫലത്തിൽ എക്സംപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എക്സംപ്ഷൻ ഇല്ലാന്ന് അർത്ഥം. അല്ല, അൺറെക്കഗ്നൈസ്ഡ് പി എഫിന് എക്സംപ്ഷൻ കിട്ടില്ല, അല്ലേ? ആ ലംസം എമൗണ്ട് കിട്ടുമ്പോൾ അത് ഫുള്ളി ടാക്സ് ആണ്, ഫുള്ള് ടാക്സ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ ഒരു ടാക്സ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പി എഫ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്, റെക്കഗ്നൈസ്ഡ് പി എഫ് ആണെങ്കിൽ ലംസം എമൗണ്ട് കിട്ടുന്ന സമയത്ത് എക്സംപ്റ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യണം, അതാത് വർഷങ്ങളിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർഷങ്ങളിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെ പി എഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഇൻട്രസ്റ്റും ടാക്സബിൾ ആണ്. പക്ഷേ ഒരു ലിമിറ്റ് വരെ എക്സംപ്റ്റ് ആണ്. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പിന്നെ എന്താണ് 12% ഓഫ് സാലറി വരെ ഉള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് 9.5% വരെ ഇൻട്രസ്റ്റും എക്സംപ്റ്റ് ആണ്. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് പി എഫ് ആണെങ്കിലോ എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് എമൗണ്ടും അതാത് വർഷങ്ങളിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. പക്ഷേ ലംസം എമൗണ്ട് കിട്ടുന്ന സമയത്ത് അത് ടാക്സബിൾ ആണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ. ഇതിന് മുകളിൽ നിങ്ങൾ സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എടുത്ത് ഇഗ്നോർ ഇൻ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ താഴെ 80C ഡിഡക്ഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യില്ല. 80C ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഇല്ലേ, ചാപ്റ്റർ 6 നമ്മൾ ഫസ്റ്റ് ടോട്ടലിംഗ് കണ്ടുപിടിക്കില്ലേ. അപ്പോൾ ഗ്രോസ് ടോട്ടലിംഗ് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻ കുറച്ചിട്ടാണ് ടോട്ടലിംഗ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ആ ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ പെട്ട ഒരു ഡിഡക്ഷനാണ് ഈ പറയുന്ന പി എഫ്. അപ്പോൾ നമ്മൾ പി എഫിലേക്ക് ഇടുന്ന എമൗണ്ടിന്, നമ്മൾ പി എഫിലേക്ക് ഇടുന്ന ഓരോ എമൗണ്ടിനും നമുക്ക് ഗവൺമെന്റ് ഡിഡക്ഷൻ തരും. എന്നാൽ പി എഫിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെന്റ് റിവാർഡ് പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പി എഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. പക്ഷേ അത് ആർക്ക് കിട്ടില്ല, അൺറെക്കഗ്നൈസ്ഡ് പി എഫിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 80C ഡിഡക്ഷൻ കിട്ടില്ല. റെക്കഗ്നൈസ്ഡ് പി എഫ് സ്റ്റാറ്റ്യൂട്ടറി പി എഫ് ആണെങ്കിൽ മാത്രമേ 80C ഡിഡക്ഷൻ കിട്ടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് പി എഫിനെ വെച്ചിട്ടുള്ള പി എഫിന്റെ ഇത്. ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 12% ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ട് അല്ലേ, 12% ഓഫ് സാലറി. അത് ഏതാണ് സാലറി, ബേസിക് സാലറി ആണോ? അല്ല, വെറും സാലറി എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എന്തോ ഡിസ്റ്റന്റ്. ഓക്കെ. അപ്പോൾ ആ സാലറി ഉള്ളത് ഏത് സാലറിയാണ്, നമ്മളെ പഴയ സാലറി. ഏതാണ് സാലറി ഗ്രോസ് ബേസിക് സാലറി പ്ലസ് DA ഇൻ ടേംസ് ഓഫ് സാലറി, DA ഫോം പാർട്ട് ഓഫ് സാലറി പ്ലസ് ടേൺ ഓവർ കമ്മീഷൻ. അതാണ് നമ്മുടെ സാലറി എടുക്കുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്താണ് 12% ഓഫ് സാലറി എക്സംപ്റ്റ് ആണെന്ന് പറയുമ്പോൾ സാലറി വെറും ബേസിക് സാലറി അല്ല, DA ഫോം പാർട്ട് ഓഫ് സാലറി അതുപോലെ ടേൺ ഓവർ കമ്മീഷൻ, ഇത് രണ്ടും നമ്മൾ എടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ. യെസ്. ഓക്കെ. നമുക്ക് ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ.
ഓക്കെ വെൽക്കം സ്റ്റുഡൻസ്. യെസ്, അപ്പോൾ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. Miss Raji retired from the services of Astro Trades on 1st August. Compute her taxable salary. അപ്പോൾ ഓഗസ്റ്റ് വരെ ആൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓഗസ്റ്റ് വരെ ആൾക്ക് റെഗുലർ ആയിട്ട് സാലറി കിട്ടിയിട്ടുണ്ട്. ബേസിക് സാലറി 10,000 പെർ മന്ത്. അപ്പോൾ ഇവിടെ ആരും പോയിട്ട് 10,000 into 12 നോക്കരുത്. കാരണം ഇവർ റിട്ടയർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ into 4 നോക്കാൻ പാടുള്ളൂ. 10,000 into 4. ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് 1,000, പ്രൊഫഷൻ ടാക്സ് ഡിഡക്റ്റഡ് 200 പെർ മന്ത്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് സാലറി തന്നപ്പോൾ അത് നെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നെറ്റ് ബേസിക് സാലറി ആണ് അത്. അതിൽ നിന്ന് ഡിഡക്ട് ചെയ്തതാണ് ഇത്ര 1000 പെർ മന്ത് ഇൻകം ടാക്സും പ്രൊഫഷൻ ടാക്സ് 200 തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക് സാലറി ഉള്ളത് ഓൾറെഡി ഗ്രോസ് എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഡിഡക്റ്റഡ്, പ്രൊഫഷൻ ടാക്സ് ഡിഡക്റ്റഡ് ഉള്ളത് ഈ 10,000 നിന്നാണ് ഡിഡക്ട് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നാണ്, തെറ്റിക്കാൻ വേണ്ടി തന്നാണ് അങ്ങനെ. അപ്പോൾ ബേസിക് സാലറി എന്നുള്ളത് വെറും ബേസിക് സാലറി മാത്രം തന്നാൽ അതിനർത്ഥം അത് ഗ്രോസ് ആണ്. നെറ്റ് ബേസിക് ആണെങ്കിൽ നെറ്റ് ബേസിക് എന്ന് പ്രത്യേകം പറയും. ഓക്കെ, അപ്പോൾ നെറ്റ് ബേസിക് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഡിഡക്ട് ചെയ്ത സംഭവങ്ങൾ ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി DA is 60% of basic salary. മൊത്തം സാലറിയുടെ 60% ടോട്ടൽ DA, ഓഫ് വിച്ച് 40% ഈസ് ഇൻ ടേംസ് ഓഫ് സാലറി. ആ ടോട്ടൽ DAയിൽ 40% എന്താണ്? ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം. അതായത് ടോട്ടൽ സാലറി എത്ര? 40,000. ഇപ്പോൾ DA എത്ര? 40,000ന്റെ 60%, അതായത് എത്രയാണ്? 24,000. ഇനി ഈ 24,000ലാണ് 40% DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ഇപ്പോൾ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ 24,000ന്റെ 40%. അപ്പോൾ സ്വാഭാവികമായിട്ടും DA നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എത്രയായിരിക്കും? ബാലൻസ് അമൗണ്ട്, അതായത് 24,000ന്റെ 60%. അല്ലേ? അപ്പോൾ 24,000ന്റെ 40% 9,600 വരും. ഇതാണെങ്കിൽ 14,400 വരും. ഓക്കെ, നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്നുള്ളത് ക്ലിയർ ആയില്ലേ? അപ്പോൾ DA is basic salary, DA is 60% of basic salary, of which 40% is in terms of salary. Okay. ഫിക്സഡ് കമ്മീഷൻ 200 per month. ഓക്കെ, സെയിൽസ് കമ്മീഷൻ 1%. അപ്പോൾ സെയിൽസ് കമ്മീഷൻ നമുക്കറിയാം, സെയിൽസ് ടോട്ടൽ സെയിൽസ് ഇയാൾ അച്ചീവ് ടാർഗറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അച്ചീവ് സെയിൽസ് എത്രയാണ്, അതിനാണ് സെയിൽസ് കമ്മീഷൻ നോക്കുക. 1% ആണ് സെയിൽസ് കമ്മീഷൻ. ഇയാൾ അച്ചീവ് ചെയ്ത ടാർഗറ്റ് വരുമ്പോൾ 2 ലക്ഷമാണ്, അതായത് 2,000 ആണ്. ഇത് പെർ മന്ത് ഒന്നല്ല, ആകെയാണ്. പെർ മന്ത് ആണെങ്കിൽ പെർ മന്ത് പറയും. അപ്പോൾ 2,000. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് അറ്റ് 11% വാസ് 55,000. പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് 11%ലാണ് ക്രെഡിറ്റ് ആയത്. നമുക്കറിയാം 9.5% വരെയാണ് എക്സംഷൻ. അപ്പോൾ 11% ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞാൽ 11.9 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 1.5% എന്താണ്? ടാക്സബിൾ ആയിട്ടുള്ള പോർഷനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ PFന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് തന്നിട്ടില്ല. ഇവിടെ പകരം തന്നത് ആകെ ഈ വർഷത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആയ എമൗണ്ട് എത്രയാണ് തന്നിട്ടുള്ളത്? അത് 55,000 ആണ്. അതായത് 11% ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയപ്പോൾ 55,000 രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക്, PF അക്കൗണ്ടിലേക്ക് വന്നത്. അല്ലേ? അപ്പോൾ ഈ 55,000 രൂപയും എക്സംപ്റ്റ് ആണോ? അല്ല. കാരണം അതിൽ 9% മാത്രമേ എക്സംപ്ഷൻ ഉള്ളൂ. ബാക്കിയുള്ള 1.5% ടാക്സബിൾ ആണ്. അപ്പോൾ ആ ടാക്സബിൾ പോർഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. 11% ഇപ്പോൾ എക്സ് ഒരു ഫിഗർ, ആ ഫിഗറിന്റെ 11% 55,000 എന്നുണ്ടെങ്കിൽ ഈ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 55,000 ഡിവൈഡ് ബൈ 11% നോക്കിയാൽ പോരെ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് അത് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ആ എമൗണ്ടിന്റെ അല്ലെങ്കിൽ ആ എമൗണ്ടിന്റെ 9.5% എക്സംപ്റ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 1.5% ടാക്സബിൾ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഹർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 9.5% പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെന്ന് എന്തൊക്കെ ഹിന്റ് ഉണ്ടാവും. അപ്പോൾ ഹർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് വാസ് ₹2,000 per month, which is matched by the employer. എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയി, ഈ മിസ് രാജി PFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 2,000 ആണ്. വിച്ച് ഈസ് മാച്ച്ഡ് ബൈ ദി എംപ്ലോയർ എന്ന് പറഞ്ഞാൽ അതേ സെയിം എമൗണ്ട് എംപ്ലോയറും ഇടുന്നുണ്ട്. അപ്പോൾ എംപ്ലോയർ ഈ വർഷത്തിൽ ആകെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ ഒരു മാസത്തിൽ 2,000 ആണ്. ഈ വർഷത്തിൽ എത്ര മാസം വർക്ക് ചെയ്തത്? 4 മാസം വർക്ക് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 8,000 ആണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ളത്. അതിന്റെ എക്സംപ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 12% ഓഫ് സാലറി കാണണം. അപ്പോൾ സാലറി നമുക്കറിയാം, സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് ടേൺ ഓവർ കമ്മീഷൻ. ഈ ക്വസ്റ്റിൽ ടേൺ ഓവർ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ അത് കൂടി നോക്കിയിട്ട് അതിന്റെ 12% എക്സംപ്ഷൻ കിട്ടാൻ നമുക്ക് നോക്കാം. ഷീ റിസീവ്ഡ് ₹15 lakh ഫ്രം ദി അബവ് ഫണ്ട് ഓൺ റിട്ടയർമെന്റ്. എന്ന് പറഞ്ഞാൽ ലംസമായി ഇപ്പോൾ റിട്ടയർ ആയല്ലോ, റിട്ടയർ ആയ സമയത്ത് 15 lakh ആണ് കിട്ടിയത്. നമുക്കറിയാം ഇത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയതുകൊണ്ട് അതിന് യാതൊരു തരത്തിലും ടാക്സബിലിറ്റി ഇല്ല, അത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ശരിക്കാം. അപ്പോൾ ബേസിക് സാലറി ഇതൊക്കെ കൊടുക്കണം. നെയിം ഓഫ് ദി അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ അസസ്മെന്റ്, അങ്ങനെ മാറി പ്രശ്നമില്ല. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറീസ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ബേസിക് സാലറി 10,000 പെർ മന്ത്, 4 months ഉള്ളൂ, 40,000.
ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എത്രയാണത് 40,000-ൻ്റെ 60%-ൻ്റെ 40%, അല്ലേ ഇല്ലേ? ഇപ്പോൾ 9,600 നേരത്തെ കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. 3 ഡി എ നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി 40,000-ൻ്റെ 60%-ൻ്റെ 60%, 14,400. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഫിക്സഡ് കമ്മീഷൻ 200 പെർ മന്ത്. 4 ഫിക്സഡ് കമ്മീഷൻ 200 × 4 800. ടേൺ ഓവർ കമ്മീഷൻ 2 ലാഖിൻ്റെ 1%, അപ്പോൾ 2,000. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് പ്രൊവിഷൻ. ശ്രദ്ധിക്കട്ടോ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പി എഫ്. നമ്മൾ പോയിന്റ് പറഞ്ഞിട്ടില്ല. ചെയ്യാം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പി എഫ് എത്ര? ഇന്നർ കോളത്തിൽ 55,000 മൈനസ് എക്സംപ്റ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അതായത് 11% എന്നുള്ളത് 55,000 ആണ്. അങ്ങനെയാണെങ്കിൽ 100% അപ്പോൾ ആയിരിക്കും 55%, 55,000 ഡിവൈഡ് ബൈ 11%. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സ് ഇൻറ്റു 11% എന്നുള്ളത് 55,000 ആണ്. അതുകൊണ്ട് എക്സ് എന്നുള്ളത് എന്തായിരിക്കും? പുറത്ത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. പഠിച്ചില്ലേ? അപ്പോൾ എത്ര? 5 lakh. അപ്പോൾ 5 lakh ആണ് ശരിക്കും ഈ പി എഫിലത്തെ ഇവിടെ പി എഫിലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 5 lakh. ഓക്കെ, അപ്പോൾ ആ 5 lakh 11% വെച്ചിട്ട് ഇൻട്രസ്റ്റ് കിട്ടിയപ്പോഴാണ് 55,000 ഇയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ എത്ര എക്സംഷൻ കിട്ടുക? 5 lakh-ന്റെ 9.5% മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? എക്സംപ്റ്റ് എമൗണ്ട് ഇവിടെ ഒറ്റ ഫോർമുല ചെയ്താൽ മതി. 55,000 ഡിവൈഡ് ബൈ 11% ഇൻറ്റു 9.5%. ഇത്ര മതി. ഓക്കെ, മാത്തമാറ്റിക്സ് സ്ട്രോങ് ആണല്ലോ അല്ലേ? നിങ്ങൾ മാത്സ് പഠിച്ചാലല്ലേ? അപ്പോൾ 55,000 ഡിവൈഡ് ബൈ 11% ചെയ്യുമ്പോൾ നമുക്ക് 5 lakh കിട്ടും. കാൽക്കുലേറ്റർ നോക്കി നോക്ക്. ഇപ്പോൾ 55,000 ഡിവൈഡഡ് ബൈ 11%, ഇപ്പോൾ 5 lakh ആയി. അതിൻ്റെ 9.5% ആണ് എക്സംഷൻ. അതായത് 47,500 ആണ് എക്സംഷൻ. അപ്പോൾ ബാക്കിയുള്ള 7,500 ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഈ ഒരു സ്റ്റെപ്പിന് പകരം ഇങ്ങനെ ചെയ്യുന്ന പകരം എന്ത് ചെയ്യുക? 6 ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പി എഫ് എന്നിട്ട് ചെയ്താൽ ടാക്സബിൾ പോർഷൻ ആണ് ചെയ്താൽ ടാക്സബിൾ എമൗണ്ട് ചെയ്തിട്ട് 55,000 ഡിവൈഡ് ബൈ 11% ഇൻറ്റു 1.5% ചെയ്യാം. അപ്പോൾ നമുക്ക് എമൗണ്ട് എന്താ സംഭവിച്ചത്? 55 ഇവിടെ എന്താ ചെയ്ത് മൊത്തം കിട്ടിയ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓക്കെ, മൊത്തം കിട്ടിയ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നിന്ന് നമുക്ക് ഗ്രീനിൽ നിന്ന് കാണുന്നില്ല അല്ലേ? അയ്യോ, ഇതൊന്നും കണ്ടില്ല അല്ലേ? വെയിറ്റ് അപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാം. അതിനായിട്ട് എന്താ 11% എന്ന് പറഞ്ഞാൽ 55,000 ആണ്. ഓക്കെ, അത് 100% എമൗണ്ട് എത്ര കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 55,000 ഡിവൈഡ് ബൈ 11% ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എക്സ് ഇൻറ്റു 11% എന്നുള്ളത് 55 ആണെങ്കിൽ പിന്നെ എക്സ് എന്തായിരിക്കും? 55,000 ഡിവൈഡ് ബൈ 11% ആയിരിക്കും. അപ്പോൾ 5 lakh വരും. 5 lakh. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ പ്രിൻസിപ്പൽ എമൗണ്ടിലാണ് 9.5% എക്സംഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് പി എഫ് 55 ആണ്. അതിൽ നിന്ന് എക്സംപ്റ്റ് എമൗണ്ട് ചെയ്താൽ മതി. 55,000 ഡിവൈഡ് ബൈ 11% ഇൻറ്റു 9.5% ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 45,700 കിട്ടും. ഓക്കെ, ഇനി അതല്ല ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പ് ഇങ്ങനെ പ്ലസ് മൈനസ് ചെയ്യാൻ മൈനസ് ചെയ്യേണ്ടത് ഒറ്റ എന്ത് ചെയ്യുക? ടാക്സബിൾ പോർഷൻ ചെയ്തിട്ട് 55,000 ഇൻറ്റു ഡിവൈഡ് ബൈ 11% ഇൻറ്റു 1.5 എന്തില്ല 1.5 എന്നാൽ 11 ആണ് കിട്ടിയത്. അതിൽ 9.5 എക്സംപ്റ്റ് ആണ്. ബാക്കി 1.5 ആണ് ടാക്സബിൾ ആവുക. അപ്പോൾ ടോട്ടൽ പി എഫ് ബാലൻസിന്റെ 1.5% ആണ് ടാക്സബിൾ ആവുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? നോക്കാം, കാൽക്കുലേറ്റർ നോക്കാം. അതായത് 55,000 ഡിവൈഡ് ബൈ 11% ഇൻറ്റു 1.5% 7,500 കിട്ടും ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡയറക്റ്റ് 7,500 ചെയ്താൽ മതി. നിങ്ങൾ മൈനസ് ചെയ്യേണ്ട. അപ്പോൾ എങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. രണ്ടാണെങ്കിലും ശരിയാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നമ്മൾ മാത്സിൽ പഠിക്കുന്നത് നമുക്ക് എന്താണ് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതാണ് അത് ചെയ്യാം. ഓക്കെ, ഏത് രണ്ട് ഇതിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം അത് മായ്ക്കണേ. ഓക്കെ, ഇനി അടുത്തത് 7. ഓക്കെ, ഇനി അടുത്ത ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് her contribution to recognized PF was 2,000 per month which is matched by the employer. ഓക്കെ, അപ്പോൾ ഏഴാമത്തെ പോയിന്റ് നമ്മൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പി എഫ് ആണ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പി എഫ്. ഓക്കെ, അപ്പോൾ റിസീവ്ഡ് എമൗണ്ട് എത്ര? 2,000 ഇൻറ്റു 4 അല്ലേ? ഉണ്ടായില്ലേ? യെസ്, 2,000 ഇൻറ്റു 4 8,000 മൈനസ് എക്സംപ്റ്റ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 1. ഓക്കെ, വർക്കിംഗ് നോട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വർക്കിംഗ് നോട്ട് നമ്പർ 1 എക്സംപ്ഷൻ ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പി എഫ്. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് വേണ്ടതാണ് 12% സാലറി ആണ് എക്സംഷൻ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? എന്താണ് സാലറി എന്നുള്ളത് കണ്ടുപിടിക്കണം. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് ടേൺ ഓവർ കമ്മീഷൻ. ശരിയല്ലേ? അപ്പോൾ എത്ര നമ്മൾ ക്വസ്റ്റിൻ്റെ ബേസിക് സാലറി നോക്കിയാൽ ആൻസർ നോക്കിയാൽ 40,000 ആണ്. ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി 9,600 ആണ്. ടേൺ ഓവർ കമ്മീഷൻ എത്ര? 2,000 ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയായി? 51,200 ആണ്. സോറി 600 ആണ്. 600 ആണ്. ഓക്കെ, ഇനി എക്സംഷൻ നമ്മൾ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താ? എക്സംഷൻ ഈസ് 12% ഓഫ് അല്ലെങ്കിൽ ഇൻറ്റു സാലറി. ഓക്കെ, അതായത് 12% ഇൻറ്റു 51,600. അപ്പോൾ എത്ര വരിക? 51,600 ഇൻറ്റു 12%. അപ്പോൾ 6,192 ആണ് എക്സംപ്റ്റ് എമൗണ്ട്. അപ്പോൾ അതെടുത്ത് ഇങ്ങോട്ട് ചെയ്താൽ 6,192. അപ്പോൾ ബാലൻസ് എത്ര വരിക? 1,808. 1,808 ആയിരിക്കും ടാക്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഇനി വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗ്രോസ് എമൗണ്ട് വിളിച്ചോളൂ. ഗ്രോസ് സാലറി എത്രയാണ്? ഗ്രോസ് സാലറി ഇപ്പോൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് എടുക്കാൻ നോക്കുക. 40,000 പ്ലസ് 9,600 പ്ലസ് 14,400 പ്ലസ് 800 പ്ലസ് 2,000 പ്ലസ് 7,500 പ്ലസ് 1,808. അപ്പോൾ 76,108.
മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര 50,000 ഡൗട്ട് ഫുൾ ഇയർ ഒന്നുമില്ല. രണ്ടാമത്തത് എന്റർടൈൻമെന്റ് അലവൻസ് ഒന്നുമില്ല ഇവിടെ. മൂന്നാമത്തത് പ്രൊഫഷൻ ടാക്സ്. അപ്പോൾ പ്രൊഫഷൻ ടാക്സ് ഇവിടെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ 200 രൂപ ഡിഡക്ട് ചെയ്തു എന്നല്ലോ. അപ്പോൾ 200 രൂപ പ്രൊഫഷൻ ടാക്സ് കയ്യിൽ പോയതല്ലേ. അപ്പോൾ 200 × 8 അയ്യോ 4 അപ്പോൾ 800. അപ്പോൾ ടോട്ടൽ 50,800 ആണ് ഡിഡക്ഷൻ വരിക. അതായത് 25,308 ആണ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നിർബന്ധമായിട്ട് നോട്ട് എഴുതണം. നോട്ട് എന്താ നോട്ട്? ലംസം എമൗണ്ട് റിസീവ്ഡ് ഓൺ റിട്ടയർമെൻറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് സിൻസ് ഇറ്റ് ഈസ് എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. മനസ്സിലായോ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം, ഫുൾ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാംഷൻ്റെ വർക്കിംഗ് നോട്ട് നോക്കാം. താഴെ ഞാൻ സൈഡിലേക്കാണ്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു പോയിന്റ് പറയാനുണ്ട്, ശ്രദ്ധിച്ചോളൂ. പി എഫുമായി ബന്ധപ്പെട്ട് തന്നെ ഈ നമ്മുടെ ഈ ടേബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റെക്കഗ്നൈസ്ഡ് പി എഫിൽ ലംസം എമൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നോട്ട് നമ്പർ 1 ഇട്ടുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ചെറിയൊരു കുടുക്കുണ്ട്. അതേപോലെ തന്നെ അൺറെക്കഗ്നൈസ്ഡ് പി എഫിൽ നോട്ട് നമ്പർ 2 ഓക്കെ, നോട്ട് നമ്പർ 2 ഓക്കെ, ഇതല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഈ റെക്കഗ്നൈസ്ഡ് പി എഫിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റെക്കഗ്നൈസ്ഡ് പി എഫിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചോ, റെക്കഗ്നൈസ്ഡ് പി എഫിൽ ചില ആൾക്കാർ ഇപ്പോൾ ഉണ്ടാവില്ല. ഞാൻ ആ ഒരു ആൾക്കാർ, അതായത് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ മടിമാരിട്ടിരിക്കുന്നില്ല, വേറെ കമ്പനിയിൽ പോയിട്ട് എംപ്ലോയ്മെന്റ് താല്പര്യമില്ല, വേറെ ആളുകൾ ഒരു ജോലി എടുക്കുക താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാത്തുള്ളൂ. ഓരോരുത്തർ ഇഷ്ടമാണ്, ഓരോ ടേസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് കാലം വർക്ക് ചെയ്താൽ അവർക്ക് വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ജോലി ഉപേക്ഷിച്ചിട്ട് പോരും. അവർ 2-3 വർഷം ഒക്കെ വർക്ക് ചെയ്തിട്ട് അവർ പോരും. പിന്നെ അവർ ജന്മത്തിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പി എഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. എന്നാൽ അവർക്ക് ജോലി വേണ്ട. ഈ പി എഫ് അക്കൗണ്ട് എന്നുള്ള സാധനം നമ്മൾ ഒരു ജോലി പോയിട്ട് വേറെ ജോലിക്ക് പോകുമ്പോൾ പി എഫ് അക്കൗണ്ട് ഇല്ലാണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ആദ്യം കമ്പനി വർക്ക് ചെയ്തു, എന്നിട്ട് ആ കമ്പനി നമ്മൾ ഇറങ്ങിയിട്ട് വേറെ കമ്പനിക്ക് പോയി, അപ്പോൾ നമ്മൾ പി എഫ് അക്കൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് വെച്ചാൽ ആദ്യം നമ്മൾ കയറിയ കമ്പനിയിൽ പി എഫ് അക്കൗണ്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് പോലെ ഇതുപോലെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെച്ചോ, നമ്മൾ ആദ്യം കമ്പനി കയറി, അപ്പോൾ നമുക്ക് സാലറി തരാൻ വേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മൾ ഈ കമ്പനി ഇറങ്ങി വേറെ കമ്പനിക്ക് പോയി. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേറെ സെപ്പറേറ്റ് ബാങ്ക് എടുക്കണം, വേണ്ട ഈ ബാങ്ക് അക്കൗണ്ട് പോലെ എന്ന് പറഞ്ഞാൽ തന്നെ പി എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ പി എഫിൽ പാർട്ടിസിപ്പേറ്റ് ആണെങ്കിൽ പി എഫ് വേറെ സെപ്പറേറ്റ് സാധനമല്ലേ, അല്ലാണ്ട് ഏതെങ്കിലും കമ്പനി നടത്തണമല്ലോ. കമ്പനി എന്താ ചെയ്യുക, ശമ്പളം തരുമ്പോൾ നമ്മുടെ ശമ്പളം കുറച്ച് പിടിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ പി എഫ് അക്കൗണ്ട് കൊടുക്കും, അതിലൂടെ അയാൾ ആ കമ്പനി കുറച്ചിടും. അതാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ പി എഫ് അക്കൗണ്ട് എന്നുള്ളത് അത് എന്താ പറയുക, നമ്മൾ തന്നെ പോയിട്ട്, അതായത് എംപ്ലോയിനെ പോയിട്ട് റിട്ടയർ ആയി പി എഫ് ക്ലോസ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നത് വരെ അതുണ്ടാവും, അത് നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു TCS കമ്പനി വർക്ക് ചെയ്തു, അപ്പോൾ നമ്മൾ പി എഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ TCS ഇൻഫോസിസ് വേറെ കമ്പനിയിൽ പോയി, അപ്പോൾ നമുക്ക് ഉണ്ടാവും പി എഫ്. അപ്പോൾ ആദ്യം ഉള്ള പി എഫ് ബാലൻസ് അവിടെ ഉണ്ടാവും, അതിലേക്കാണ് ഈ പുതിയ കമ്പനികളുടെ കോൺട്രിബ്യൂഷൻ വരിക. അതാണ് നമ്മുടെ സാധാരണ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ പി എഫ് അക്കൗണ്ടിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മൾ എന്തായാലും നമ്മൾ കമ്പനി റിസൈൻ ചെയ്യാം. നമ്മൾ കമ്പനി റിസൈൻ ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പോൾ സ്വഭാവമായിട്ട് അടുത്ത വേറെ ബിസിനസ് അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫണ്ട് വേണ്ടേ, അപ്പോൾ നമ്മൾ പി എഫ് അക്കൗണ്ടിലുള്ള ഫണ്ട് എന്തായാലും നമ്മൾ പിൻവലിക്കൂലേ, ശരിയല്ലേ? അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു RPF റെക്കഗ്നൈസ്ഡ് പി എഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ലംസം എമൗണ്ട്, അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് അവർക്ക് കിട്ടുന്ന ലംസം എമൗണ്ട് ഫുള്ളി എക്സെപ്റ്റ് ആണ് പറഞ്ഞത്. പക്ഷേ 5 വർഷത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ഈ പറയുന്ന പി എഫ് എമൗണ്ട് പിൻവലിച്ചാൽ, അതായത് പി എഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ, ഓക്കെ, അതായത് പി എഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് 5 വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ പി എഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ലംസം എമൗണ്ടിന് ടാക്സ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത് ഭയങ്കര നഷ്ടമാണ്. കാരണം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇയാൾക്ക് ശമ്പളം കിട്ടിയിരുന്ന കാലത്ത് റെക്കഗ്നൈസ്ഡ് പി എഫ് ആണല്ലോ, റെക്കഗ്നൈസ്ഡ് പി എഫ് എങ്ങനെ ടാക്സ് പറ്റി അതാത് വർഷങ്ങളിൽ ടാക്സബിൾ ആകുന്ന സിറ്റുവേഷൻ ആണുള്ളത്, സിസ്റ്റം ആണുള്ളത് അല്ലേ? അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ഓരോ മാസത്തിലും ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷത്തിലും ശമ്പളം കിട്ടുമ്പോൾ അതോടൊപ്പം കിട്ടുന്ന എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പി എഫ് കൂടി അതിന്റെ ടാക്സ് കൊടുത്തിട്ടുണ്ട്. 15% എക്സെപ്റ്റ് ആണെന്നാലും അതുമായി ടാക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ട് ഇയാൾ 5 വർഷത്തിനുള്ളിൽ ഇയാൾ പി എഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ലംസമായിട്ട് കിട്ടുന്ന എമൗണ്ട് വരും അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, പക്ഷേ ചില ആൾക്കാർ എംപ്ലോയ്മെന്റ് അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് കാരണമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു, അയാൾ കാല് പ്രശ്നമായി, കാല് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാല് കമ്പ്യൂട്ടർ ഭയങ്കരതായി, അപ്പോൾ ഇനി അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പിന്നെ ആൾക്ക് ജോലി രാജിവെക്കൽ വേറെ വഴിയൊന്നുമില്ലോ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പി എഫ് അക്കൗണ്ട് അയാൾ ക്ലോസ് ചെയ്യും അല്ലേ? അപ്പോൾ അത് അങ്ങനത്തെ കേസുകൾ 5 വർഷത്തിൽ അങ്ങനത്തെ കേസുകൾ പിന്നെ ക്ലോസ് ചെയ്താലും വിഡ്രോ ചെയ്താലും അതിന് ടാക്സബിലിറ്റി ഇല്ല, എക്സെപ്റ്റ് ആണ്. പക്ഷേ അല്ലാത്ത കേസുകൾ ടാക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് സർവീസ് റെന്റഡ് എന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടിന്യൂസ് സർവീസ് റെന്റഡ് എന്നല്ല അത്ര പി എഫ് എന്താ പറയുക നിലനിർത്തിയ കാലം, അല്ലാതെ ഏതെങ്കിലും കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാന്നുണ്ടല്ലോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും കമ്പനിയിൽ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലി എന്നല്ല പറഞ്ഞത്. പി എഫ് ഇയാൾ 5 വർഷം നിലനിർത്തണം. ഓക്കെ, അതാണ് കണ്ടിന്യൂസ് സർവീസ് റെന്റഡ് എന്ന പി എഫിലേക്കുള്ള സർവീസ് എന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ പി എഫ് 5 വർഷമെങ്കിലും നിലനിർത്തുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലംസം എമൗണ്ട് എക്സെപ്റ്റ് ആണ്. പക്ഷേ ലെസ് ദാൻ 5 ഇയേഴ്സ് ആണ്, അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. ടാക്സബിൾ എമൗണ്ട് ടാക്സബിൾ ആണ്. അതർവൈസ് അയ്യോ പ്രശ്നമല്ലോ ഇവിടെ ഇപ്പോൾ ഓക്കെ ടാക്സബിൾ ആണ്. അപ്പോൾ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആണെങ്കിൽ ഓക്കെ എക്സംപ്ഷൻ ആണ്, കാരണം അയാൾ സ്വന്തം താല്പര്യപ്രകാരമല്ല വേറെ വഴിയില്ലാത്തതും ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് എക്സെപ്റ്റ് ആയിരിക്കും. പക്ഷേ അല്ലാത്ത നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ജോലിക്ക് നിർത്തിയതാണെന്നുണ്ടെങ്കിൽ എന്താണ് 5 ഇയേഴ്സിന്റെ ഉള്ളിലായതുകൊണ്ട് അത് ടാക്സബിൾ ആയിരിക്കും. ഫുൾ എമൗണ്ടും ടാക്സബിൾ ആയിരിക്കും.
അതാണ് റെക്കഗ്നൈസ്ഡ് PF കുറിച്ച് പറയാനുള്ള ഒരു അഡീഷണൽ പോയിന്റ്. ഈ അൺറെക്കഗ്നൈസ്ഡ് PF ലംസം എമൗണ്ടിന്റെ അവസ്ഥ എന്താ? അൺറെക്കഗ്നൈസ്ഡ് PF ലംസം എമൗണ്ട് ആണ് ടാക്സബിൾ ആവുന്നത്. അല്ലാതെ അതാത് വർഷങ്ങളിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സബിൾ ആവില്ല. ഈ ലംസം എമൗണ്ട് ആണ് ടാക്സബിൾ ആവുക. അപ്പോൾ അതിന്റെ ടാക്സബിലിറ്റിയെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ടാക്സബിലിറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ മൊത്തം അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ലംസം എമൗണ്ടിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ശരിക്കും ഈ പറയുന്ന PF അക്കൗണ്ടിൽ എന്തൊക്കെയുള്ളത്? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ അതിന് അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ മൂന്ന് സാധനമാണ് ശരിക്കുള്ളത്. പക്ഷേ നമ്മൾ ഇത് നാലാക്കാണ്. എന്താ നാല്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനെ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ്, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ്. അങ്ങനെ ഇൻട്രസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ പൈസയിൽ നിന്ന്, നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അതും അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ്. മറ്റേ നമ്മുടെ എംപ്ലോയർ കൊണ്ട് കിട്ടുന്നതാണ്, അതും അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇഗ്നോർ ചെയ്യും. എംപ്ലോയി കോൺട്രിബ്യൂഷനെ നമ്മൾ എടുക്കില്ല, അത് നമ്മൾ ഇഗ്നോർ ചെയ്യും. അത് ഓൾറെഡി ടാക്സ്ഡ് ആണ്. നമ്മൾ പറഞ്ഞ കാരണം എന്താ? അത് ഓൾറെഡി നമ്മൾ ഗ്രോസ് ബേസിക് സാലറി ആണ്. നമ്മുടെ അതാത് വർഷങ്ങളിൽ നമ്മൾ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ സാലറി ആയിട്ട് എടുത്തത് ഗ്രോസ് സാലറി ആണ്. എന്ന് പറഞ്ഞാൽ ഈ 45,000 രൂപ കയ്യിൽ കിട്ടിയത്, പക്ഷേ 50,000 രൂപ ഇൻകം വന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഡിഡക്ട് ചെയ്ത PF ഇപ്പോൾ നമുക്ക് റിട്ടയർമെന്റ് സമയത്താണ് എമൗണ്ട് കിട്ടുന്നത്. പക്ഷേ അതുപോലെ ടാക്സ് ഓടെ അന്നച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ചിന്തിച്ചിട്ട് പറയും, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ശരിക്കും ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്താണ്? ഇൻകം ഫ്രം സാലറിയിൽ വരുന്ന ഒരു ഇൻകം അല്ല. ശരിക്കും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഇൻകം. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD ഇട്ടു, ആ FD നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതെന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആവുക. അതല്ലെങ്കിൽ നമ്മൾ ബോണ്ടുകൾ വാങ്ങിച്ചു, ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ലോ അല്ലെങ്കിൽ അക്കൗണ്ട്സിലൊക്കെ. സെക്യൂരിറ്റീസ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിബഞ്ചർ, ബോണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും നമുക്ക് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആവുക അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ലംസം PF മെച്ചുറായി അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന PF, ആ PF എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൂടി ഉണ്ട്. ആ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ അല്ലേ വരുന്നത്? നോക്ക്, ഈ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് തിരിച്ചത്. എംപ്ലോയി കോൺട്രിബ്യൂഷന് വരുന്ന ഇൻട്രസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്, നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി FD ഇട്ടു, ബാങ്കിൽ നമ്മുടെ പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി FD ഇട്ടു, അതും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലേ? അതേപോലെ നമ്മുടെ പൈസ നമ്മൾ കൊണ്ടിട്ട് PF അക്കൗണ്ട് ഇട്ടു. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പൈസ കൊണ്ടിട്ട് PF അക്കൗണ്ട് ഇട്ടു, അത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, അത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരണ്ടേ? അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. പക്ഷേ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷന് യാതൊരു തരത്തിലുള്ള എക്സംഷൻ ഉണ്ടാവില്ല, അത് ഇൻകം ഫ്രം സാലറി ആണ്. കാരണം അൺറെക്കഗ്നൈസ്ഡ് PF ആണ്. അൺറെക്കഗ്നൈസ്ഡ് PFന്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഒരു എക്സംഷൻ ഇല്ല, അത് നമുക്ക് കിട്ടുന്ന സാലറി ഫുൾ സാലറി ആണ്, അത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഈ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, അപ്പോൾ ഇൻട്രസ്റ്റ് എന്നത് ബേസിക്കലി എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻകം ഫ്രം സാലറി എടുക്കണോ? ഇൻകം ഫ്രം സാലറി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇൻകം ഫ്രം സാലറി ആയിട്ടാണ് എടുക്കേണ്ടത്. എന്ന കാരണം ഈ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ, നമ്മൾ ഇങ്ങനെ ജോലി എടുക്കുന്നു, ഈ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് എംപ്ലോയർ സാലറി തരുന്നു, അതോടൊപ്പം നമുക്ക് വേണ്ടി നമ്മൾ PF എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അപ്പോൾ PF അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു, അതുകൊണ്ട് അതിന്മേൽ ഇൻട്രസ്റ്റ് വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുള്ള കാരണം എന്താ? ഈ കമ്പനി നമ്മൾ വർക്ക് ചെയ്തോണ്ടല്ലേ. അതായത് ഈ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് എംപ്ലോയർ റിലേഷൻഷിപ്പിലൂടെയാണ്. അപ്പോൾ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എല്ലാം ഇൻകം ഫ്രം സാലറീസിലാണ് വരിക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതാണ് അൺറെക്കഗ്നൈസ്ഡ് PFന്റെ ലംസം എമൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് PFന്റെ ലംസം എമൗണ്ട് കിട്ടുമ്പോൾ 50 ലക്ഷം കിട്ടി, 50 ലക്ഷം പിടിച്ച് ടാക്സബിൾ ആക്കണ്ട. കാരണം ഈ സാലറി ടാക്സബിൾ ആക്കണം. കാരണം 50 ലക്ഷത്തിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അയാൾ സ്വയം കിട്ടുന്ന പൈസ നിങ്ങൾ തിരിച്ചെടുക്കണം, അതുകൊണ്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വരുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്, പക്ഷേ ഇൻകം ഫ്രം സാലറീസിൽ ടാക്സബിൾ അല്ല, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുക. അപ്പോൾ ഇൻകം ഫ്രം സാലറീസിൽ പിന്നെ എന്താ ടാക്സബിൾ ആവുക? എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനും വന്നിട്ടുള്ള ഇൻട്രസ്റ്റ്, അത് രണ്ടും ഇൻകം ഫ്രം സാലറി ആണ് കേട്ടോ. ഇൻകം ഫ്രം സാലറി ആയിട്ട് ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ, മിസ്റ്റർ മാലിക്, ക്വസ്റ്റ്യൻ നമ്പർ 4. മിസ്റ്റർ മാലിക്, Mr. Malik retired from the services of Alpha Traders on 31st December. അപ്പോൾ 9 മാസം വർക്ക് ചെയ്ത്, ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 9 മാസം, 9 months വർക്ക് ചെയ്തിട്ടുണ്ട്. Compute his taxable income from salaries. Basic salary 15,000 per month, into 9 ആണ് നോക്കുന്നത്. DA in terms of salary 2,000 per month. Commutation allowance ഒരു എക്സംഷൻ കിട്ടില്ല കേട്ടോ. Children's education and hostel allowance രണ്ടും കൂടി കൂട്ടിയാൽ 100 + 300 400 എടുക്കാം. ഓക്കെ, 500 per month per child ആണ് കിട്ടിയിട്ടുള്ളത്. ഹെർ കോൺട്രിബ്യൂഷൻ ടു UPF എന്ന UPF അൺറെക്കഗ്നൈസ്ഡ് PF ആണ്. അൺറെക്കഗ്നൈസ്ഡ് PF നമുക്കറിയാം, എംപ്ലോയർ കോൺട്രിബ്യൂഷനും അതുപോലെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റിനും കിട്ടുന്ന സമയത്ത് ടാക്സ് ഇല്ല, പക്ഷേ ലംസമായി കിട്ടുമ്പോൾ ടാക്സ് ആവും. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു UPF 2000, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു UPF at 10.5%, 1,05,000. അപ്പോൾ ഇതൊന്നും എടുക്കേണ്ടത് ഫുള്ളി എക്സംപ്റ്റ് ആണ്, കാരണം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഫൈനലി എല്ലാം കൂടി കിട്ടുമ്പോൾ ടാക്സ് ആയിരിക്കും. ലംസം റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് PF of 20 lakh ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ₹5 lakh. ആകെ ലംസം കിട്ടിയത് 20 ലക്ഷമാണ്, അതിൽ 5 ലക്ഷം ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യൻ തരിക, അതായത് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടോട്ടൽ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എത്രയാണ്? പിന്നെ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ അക്രൂവൽ ഇൻട്രസ്റ്റ് എത്രയാണ്? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അക്രൂവൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇതൊന്നും നമുക്കറിയില്ല, ഇതൊന്നും ക്വസ്റ്റ്യൻ തന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസംപ്ഷൻ എടുക്കാം. ഓക്കെ, നമുക്ക് എന്താ പറയാം, 20 ലക്ഷമാണ് ആകെ എന്താ പറയുക ലംസമായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആകെ 20 ലക്ഷം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് കേട്ടോ. ഓക്കെ, അതിൽ 15 ലക്ഷമായിരിക്കും എന്ത് കോൺട്രിബ്യൂഷൻ, ബാക്കി 5 ലക്ഷം ഇൻട്രസ്റ്റ്, 5 ലക്ഷം. അപ്പോൾ ഇത് നമുക്ക് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അസംപ്ഷൻ കൊടുക്കുക. അപ്പോൾ 7 ലക്ഷം എംപ്ലോയർ കോൺട്രിബ്യൂഷനും 7 ലക്ഷം എംപ്ലോയി കോൺട്രിബ്യൂഷനും ഇതിലോ 2 ലക്ഷം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉള്ളത്, 2 ലക്ഷം എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻകം ഫ്രം സാലറിയാണ്, ഇതൊന്നുമല്ല എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സാലറിയാണ്. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇത് പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ടാക്സബിൾ ആകുന്ന എമൗണ്ട് ഇപ്പോൾ ഏതാ ചുരുക്കം പറഞ്ഞാൽ ടാക്സബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7,50,000, അതേപോലെ തന്നെ കളർ 7,50,000 ഈ 2,50,000 ടാക്സബിൾ ആവുക. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം.
അപ്പോൾ ബേസിക് സാലറി ഇപ്പോൾ നെയിം ഓഫ് ദി അസസ്മെന്റ് അസസ്മെന്റ് പ്രൈസ് ഒക്കെ തന്നെ ബേസിക് സാലറി 15,000 ഇൻറ്റു 9 9 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എത്ര 1,35,000. DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആണ് 2,000 ഇൻറ്റു 9 18,000. കമ്മ്യൂട്ടേഷൻ അലവൻസ് എക്സംഷൻ ഉണ്ടോ? ഒരു എക്സംഷനും ഇല്ല. അപ്പോൾ എത്ര 750 ഇൻറ്റു 9 750 ഇൻറ്റു 10 ആകുമ്പോൾ 6,750. ഓക്കെ. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ റിസീവ്ഡ് എമൗണ്ട് എത്ര? റിസീവ്ഡ് എമൗണ്ട് ഒരു കുട്ടിക്ക് 500 വെച്ചിട്ട് കിട്ടി. അപ്പോൾ 500 ഇൻറ്റു 2 കുട്ടികൾ ഇൻറ്റു 9 മാസം, അതായത് 1000 ഇൻറ്റു 9 9,000 ആണ് കിട്ടിയത്. മൈനസ് എക്സംഷൻ എഡ്യൂക്കേഷനും ഉണ്ട് ഹോസ്റ്റലും ഉണ്ട് കേട്ടോ. അപ്പോൾ 400 വെച്ചിട്ടാണ് എക്സംഷൻ ഇൻറ്റു 2 കുട്ടികൾ ഇൻറ്റു 9 മാസം. അപ്പോൾ എത്ര 7,200 1,800 ടാക്സ് ആവും. ഓക്കെ. കോൺട്രിബ്യൂഷൻ ടു PF എക്സംപ്റ്റ് ആണ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഹിസ് കോൺട്രിബ്യൂഷൻ ടു PF ഇഗ്നോർ ചെയ്യും. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എക്സംപ്റ്റ് ആണ്. ഇനി എന്തും കൂടെ ഉള്ളൂ ലംസം എമൗണ്ട്. ലംസം എമൗണ്ട് റിസീവ്ഡ് അത് എത്ര 7,50,000 പ്ലസ് 2,50,000. ഓക്കെ. അങ്ങനെ 7,50,000 എങ്ങനെ ആയത് അപ്പോൾ നമ്മൾ ചെയ്തു. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. വർക്കിംഗ് നോട്ട് തന്നെ ചെയ്തു കേട്ടോ. വർക്കിംഗ് നോട്ട് ടാക്സബിൾ ലംസം എമൗണ്ട് ലംസം റിസീവ്ഡ് ടാക്സബിൾ ആസ് സാലറി. ഒരു അസംഷൻ കൊടുക്കുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. ഓക്കെ. ഒരു ടേബിൾ വെച്ചാൽ therefore that is 20 lakh. എക്സാമ്പിൾ ഇങ്ങനെ എഴുതാട്ടോ നമുക്ക്. കോൺട്രിബ്യൂഷൻ 15 lakh, ഇൻട്രസ്റ്റ് 5 lakh, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 7,50,000, എംപ്ലോയി കോൺട്രിബ്യൂഷൻ. എക്സാമ്പിൾ ഇങ്ങനെ ചാർട്ടൊക്കെ വരക്കാട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ചില ആൾക്കാർക്ക് അത് തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ ചാർട്ട് വെച്ചൊന്നും ഒരു പ്രശ്നമില്ല വർക്കിംഗ് നോട്ടിൽ. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 2,50,000 ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ 2,50,000. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ബ്രാക്കറ്റിൽ 7,50,000 പ്ലസ് 2,50,000 കൊടുക്കുക. അപ്പോൾ 10 lakh വരും. ഓക്കെ. ഇപ്പോൾ ഗ്രോസ് സാലറി എത്ര? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് എടുക്കാൻ നോക്കാം. 1,35,000 പ്ലസ് 1,35,000 പ്ലസ് 18,000 പ്ലസ് 6,750 പ്ലസ് 1,800 പ്ലസ് 10 lakh. അപ്പോൾ 11,61,550 മൈനസ് ഡിഡക്ഷൻ. 1 സ്റ്റാൻഡ് ഡിഡക്ഷൻ, 2 എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, 3 പ്രൊഫഷൻ ടാക്സ്. സ്റ്റാൻഡ് ഡിഡക്ഷൻ 50,000. പ്രൊഫഷൻ ടാക്സ് എത്രയുള്ളത്? 200 പെർ മന്ത്. ഇതൊന്നുമില്ല. 200 ഇൻറ്റു 8 അപ്പോൾ 1,600. 8 അല്ല 9 അല്ലേ? ഇൻറ്റു 9 1,800. അപ്പോൾ 51,800. അപ്പോൾ എത്ര വരും? 11,09,750. ടാക്സബിൾ ഇൻകം ഫ്രം സാലറീസ്. ക്ലിയർ ആണോ? ഓക്കെ. യെസ്. അപ്പോൾ ഇത്രയാണ് PF കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ. ഓക്കെ. ഇതിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാണ്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള റിട്ടേൺ ബെനിഫിറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. നമുക്ക് ഗ്രാറ്റുവിറ്റി എടുക്കാനുള്ളത്. ഇങ്ങനെയാണ് അപ്പോൾ 2 ക്വസ്റ്റൻസിൽ ഏതാണ്ട് PFന്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്തു. പിന്നെ സ്റ്റാറ്റുട്ടറി PF ആണ്. സ്റ്റാറ്റുട്ടറി PF ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം റെക്കഗ്നൈസ്ഡ് PF ലാണ്. കാരണം അൺറെക്കഗ്നൈസ്ഡ് PF വളരെ എളുപ്പമാണ്. റെക്കഗ്നൈസ്ഡ് PF ലാണ് നമ്മൾ 12 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 12% ഓഫ് സാലറി ആണ് എക്സംപ്ഷൻ എടുക്കുക. അപ്പോൾ ആ സാലറി എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് ടേൺ ഓവർ കമ്മീഷൻ ഇതൊക്കെയാണ് സാലറി വരിക. അപ്പോൾ അത് എടുക്കുന്നത് ക്ലിയർ ആയിരിക്കണം, കൃത്യമായിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്കവാറും ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റനുകൾ പോലും തരിക. അതായത് ഇത്ര ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് കിട്ടി, അപ്പോൾ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടി അങ്ങനെ പറയാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റിവേഴ്സ് കമ്പ്യൂട്ടേഷനും അങ്ങനെ ഒക്കെ ചെയ്തിട്ട് എത്രയാണ് ടാക്സ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. യെസ്. വെൽക്കം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ ബാക്കി റിമൈനിങ് ടോപ്പിക്സ് നമുക്ക് എടുക്കാം. ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.